ഹായ് സ്റ്റുഡൻസ്, ഇപ്പോൾ നമ്മളിന്ന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദ കോംപ്ലക്സ് ചെസ് ബോർഡ് ഓഫ് മിഡിൽ ഈസ്റ്റ് ഓർ വെസ്റ്റ് ഏഷ്യ. ഇപ്പോൾ രണ്ട് പദങ്ങൾ ഞാൻ ഉപയോഗിച്ചു, മിഡിൽ ഈസ്റ്റും വെസ്റ്റ് ഏഷ്യയും. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. മുമ്പോട്ട് പോകുമ്പോൾ ഞാൻ ക്ലാരിഫൈ ചെയ്യാം. ഇന്ന് നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് USA ഇറാൻ വാറിലാണ്. ഇപ്പോൾ ശരിക്കും ചിലർ പറയുന്നത് ഈ യുദ്ധം ഇത് ഇസ്രായേലും ഇറാനും തമ്മിലല്ലേ, USA ഇസ്രായേലിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നു, അങ്ങനെയാണ് പലരും ധരിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷേ റിയാലിറ്റി അതാവണമെന്ന് ഒരു നിർബന്ധമില്ല. അമേരിക്കയ്ക്ക് അമേരിക്കയുടേതായ ഇൻട്രസ്റ്റും ഈ യുദ്ധത്തിനകത്ത് ഉണ്ടാവാം. ഇന്ന് അമേരിക്ക എന്തുകൊണ്ട് മിഡിൽ ഈസ്റ്റിൽ ഇത്രത്തോളം ഇൻവോൾവ് ആവുന്നു, ഈ കാര്യങ്ങളായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ സമയം കളയാതെ നമുക്ക് മുമ്പോട്ട് പോവാം. അപ്പം ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞില്ലേ, രണ്ട് ടേം ഞാൻ ഉപയോഗിച്ചു, വെസ്റ്റ് ഏഷ്യ, മിഡിൽ ഈസ്റ്റ്. ഇത് ആൾക്കാർ ഇൻ്റർചേഞ്ചബിളി യൂസ് ചെയ്യും. വെസ്റ്റ് ഏഷ്യ, മിഡിൽ ഈസ്റ്റ്, പേർഷ്യൻ റീജിയൻ, അല്ലെങ്കിൽ ഗ്രേറ്റർ മിഡിൽ ഈസ്റ്റ്, അങ്ങനെ കുറേ കോൺസെപ്റ്റ്. പക്ഷേ എല്ലാം ഒന്നല്ല, എവറിത്തിങ് ഈസ് ഡിഫറെൻറ്റ്. അപ്പോൾ നമുക്ക് ഇന്ന് രണ്ട് കോൺസെപ്റ്റ് ഡിസ്കസ് ചെയ്യാം. ഒന്ന് വെസ്റ്റ് ഏഷ്യ. എന്താണ് ഈ വെസ്റ്റ് ഏഷ്യ? വാട്ട് ഈസ് വെസ്റ്റ് ഏഷ്യ? വെസ്റ്റ് ഏഷ്യ ശരിക്കും പറഞ്ഞാൽ ഒരു ജോഗ്രഫിക്കൽ കനോട്ടേഷനാണ്, ഒരു ന്യൂട്രൽ ആയിട്ടുള്ള കനോട്ടേഷനാണ്. അതായത് നിങ്ങളിങ്ങനെ വിചാരിച്ചാൽ മതി, അപ്പോൾ നമ്മൾ ഇന്ത്യ ഇരിക്കുന്നത് സൗത്ത് ഏഷ്യയിലാണ്, സൗത്ത് ഏഷ്യ. അപ്പോൾ നമ്മൾ കുറച്ച് ഏഷ്യയുടെ വെസ്റ്റേൺ സൈഡിലേക്ക് നമ്മൾ നീങ്ങിക്കൊണ്ടിരുന്നാൽ ഇന്ത്യയുടെ തൊട്ടൊക്കെ ഇപ്പുറത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ സെൻട്രൽ ഏഷ്യ കാണും. അത് കഴിഞ്ഞിട്ട് ഏഷ്യ നമ്മൾ കുറച്ചുകൂടെ വെസ്റ്റിലേക്ക് പോയാൽ ആ ഏരിയ നമ്മൾ എന്ത് വിളിക്കും? വെസ്റ്റ് ഏഷ്യ എന്ന് വിളിക്കും. ഇനി നമ്മളിരിക്കുന്ന സൗത്ത് ഏഷ്യയുടെ ഈസ്റ്റിലേക്ക് നമ്മളൊന്ന് പോയി നോക്കിക്കേ. നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഈസ്റ്റ് ഏഷ്യ കാണും. അപ്പോൾ ഏഷ്യയുടെ ഡിഫറെൻറ്റ് ഡിവിഷൻസ്, അത്രയും നിങ്ങളിതിനെ കണ്ടാൽ മതി. ഇതൊരു ജോഗ്രഫിക്കൽ കൊനോട്ടേഷനാണ്, ഇതൊരു ന്യൂട്രൽ കോൺസെപ്റ്റാണ്. ഓക്കെ, അപ്പം സെൻട്രൽ ഏഷ്യ, വെസ്റ്റിലേക്ക് പോയാൽ വെസ്റ്റ് ഏഷ്യ, ഈസ്റ്റിലേക്ക് പോയാൽ ഈസ്റ്റ് ഏഷ്യ. നമ്മുടെ റീജിയനെ പറയുന്നത് സൗത്ത് ഏഷ്യ എന്നാണ്. ഓക്കെ, ക്ലിയർ? ഇന്ത്യയൊക്കെ ഇരിക്കുന്ന റീജിയൻ, പാകിസ്ഥാൻ, ഇന്ത്യ, ബംഗ്ലാദേശ്, ഈ ഏരിയ സൗത്ത് ഏഷ്യ എന്നാണ് വിളിക്കുന്നത്. അപ്പം നിങ്ങൾക്കിത് മനസ്സിലായി. ഇനി വെസ്റ്റ് ഏഷ്യ എന്ന് പറയുമ്പോൾ അതിൽ ഏതൊക്കെ രാജ്യം വരുമെന്ന് നോക്കിക്കഴിഞ്ഞാൽ, നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ എൻറ്റയർ അറേബ്യൻ പെനിൻസുലയിൽ ഇപ്പം നമ്മൾ നോക്കിയാൽ യമൻ ആയിക്കോട്ടെ, ഒമാൻ, സൗദി അറേബ്യ, UAE, ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ്, ഈ രാജ്യങ്ങളെല്ലാം വരും. ഇനി ഇവ മാത്രമല്ല, മുകളിലോട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇറാഖ്, ഇറാൻ, സിറിയ, ഇവിടെ സൗദി അറേബ്യയുടെ നോർത്തിൽ ജോർദാൻ്റെ ഇപ്പുറത്ത് നിങ്ങൾ നോക്കിയാൽ ഇസ്രായേൽ, പലസ്തീൻ, ലെബനോൺ, ഈവൻ ടർക്കിയുടെ അടിയിലുള്ള സൈപ്രസ്, പിന്നെ എൻറ്റയർ ടർക്കി. അതുപോലെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കോക്കസിലെ 2-3 രാജ്യങ്ങൾ ഇവിടെ വരും, ജോർജിയ, അർമേനിയ, അസർബൈജാൻ. ഇതെല്ലാം കൂടെ ചേരുന്നതാണ് വെസ്റ്റ് ഏഷ്യ. ഓക്കെ, അപ്പോൾ വെസ്റ്റ് ഏഷ്യയിൽ അറേബ്യൻ പെനിൻസുല മാത്രമല്ല, ഇറാഖ് വരും, ഇറാൻ വരും, സിറിയ വരും, ഇസ്രായേൽ വരും, ജോർദാൻ വരും, അതുപോലെ തന്നെ മുകളിൽ കിടക്കുന്ന ടർക്കി വരും, പിന്നെ കോക്കസിലെ 3 രാജ്യങ്ങൾ, എസ്പെഷ്യലി ജോർജിയ, അസർബൈജാൻ, അതുപോലെ തന്നെ നമ്മുടെ അർമേനിയ. അപ്പോൾ ഈ രാജ്യങ്ങളും വരും. ഇതാണ് വെസ്റ്റ് ഏഷ്യ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ്. ഇനി നമുക്ക് അടുത്തൊരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റാണ്. വാട്ട് ഇസ് ദിസ് മിഡിൽ ഈസ്റ്റ്? എന്താണ് മിഡിൽ ഈസ്റ്റ്? മിഡിൽ ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ യൂറോ സെൻട്രിസത്തിൻ്റെ ഒരു സിമ്പലാണ്. യൂറോപ്പുകാർ വിശ്വസിച്ചിരുന്ന എന്താ? ഞങ്ങളാണ് ലോകത്തിൻ്റെ സെൻറ്റർ, വി ആർ ദ സെൻറ്റർ ഓഫ് ദ എർത്ത്. അങ്ങനെയാണ് യൂറോപ്പുകാർ വിശ്വസിച്ചിരുന്നത്. അപ്പോൾ യൂറോപ്പ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ യൂറോപ്യൻസ് ഈസ്റ്റിലേക്ക് പോയാൽ അവർക്ക് നിയർ ഈസ്റ്റ് വരും. നിയർ ഈസ്റ്റ് അവരുടെ തൊട്ടടുത്തുള്ള സ്ഥലം. കുറച്ചുകൂടി ഈസ്റ്റിലേക്ക് പോയാൽ മിഡിൽ ഈസ്റ്റ് വരും. കുറച്ചുകൂടെ ഈസ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ അവരുടെ എന്താ പറയുക, ഫാർ ഈസ്റ്റ് വരും. ഇത് ഇവരുടെ ഒരു കോൺസെപ്റ്റാണ്. അതായത് യൂറോപ്പാണ് ലോകത്തിന് നടുക്ക്. ഓക്കെ, അപ്പോൾ യൂറോപ്പിൻ്റെ വെസ്റ്റ് എന്ന് പറഞ്ഞാൽ വെസ്റ്റും, യൂറോപ്പിൻ്റെ ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈസ്റ്റും. ദിസ് ഇസ് ദ ഐഡിയ. അപ്പോൾ ഈ മിഡിൽ ഈസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഏതൊക്കെ രാജ്യം വരും? നമ്മൾ നേരത്തെ വെസ്റ്റ് ഏഷ്യ കണ്ട പോലെ അറേബ്യൻ പെനിൻസുല, യമൻ, ഒമാൻ, നമ്മുടെ ഖത്തർ, കുവൈറ്റ്, സൗദി അറേബ്യ, ഈ രാജ്യങ്ങളെല്ലാം GCC രാജ്യങ്ങൾ. പിന്നെ അതുപോലെ തന്നെ ഇറാഖ് ഉണ്ട്, ഇറാൻ, സിറിയ, നേരത്തെ നമ്മൾ കണ്ട പലസ്തീൻ ആണെങ്കിലും പലസ്തീൻ റീജിയൻ, അതുപോലെ തന്നെ ഇസ്രായേൽ, ജോർദാൻ, ഈ രാജ്യങ്ങളെല്ലാം ഇതിൻ്റെ ഭാഗമാണ്. മുകളിലെ ടർക്കി. പക്ഷെ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. നമ്മൾ വെസ്റ്റ് ഏഷ്യ പഠിച്ചപ്പോൾ ഈജിപ്റ്റ് വെസ്റ്റ് ഏഷ്യയുടെ ഭാഗമല്ല, പക്ഷേ ഈജിപ്റ്റ് മിഡിൽ ഈസ്റ്റിൻ്റെ ഭാഗമാണ്. അതായത് ആഫ്രിക്കയിലെ നോർത്തേൺ രാജ്യമായ ഈജിപ്റ്റും മിഡിൽ ഈസ്റ്റ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റിൽ പെടും. അതുപോലെ തന്നെ നേരത്തെ വെസ്റ്റ് ഏഷ്യ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു കോക്കസ് കുറച്ച് രാജ്യങ്ങളുണ്ട്. കോക്കസ് രാജ്യങ്ങളായ അസർബൈജാൻ, അർമേനിയ, ഈ രാജ്യങ്ങളെല്ലാം വെസ്റ്റ് ഏഷ്യയുടെ ഭാഗമാണ്. പക്ഷേ ഇതൊന്നും മിഡിൽ ഈസ്റ്റിൻ്റെ ഭാഗമല്ല. നിങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, അടുത്ത സ്ലൈഡിൽ ഇത് ഇട്ടിട്ടുണ്ട്. ഓക്കെ, സോ ഐ ഷോ യു വൺസ് അഗെയിൻ.
അപ്പോൾ ഇതെന്താണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, യൂറോപ്പുകാരുടെ ഒരു വിശ്വാസം, അവർ ലോകത്തിന് നടുത്ത്, അവരുടെ വെസ്റ്റിലേക്ക് പോയാൽ വെസ്റ്റ് ഏഷ്യ, അവരുടെ ഈസ്റ്റിലേക്ക് പോയാൽ നിയർ ഈസ്റ്റ്, അവരുടെ കുറച്ചുകൂടെ ഈസ്റ്റിലേക്ക് പോയാൽ ഫാർ ഈസ്റ്റ്. ഇത് ഇവരുടെ കോൺസെപ്റ്റാണ്. മിഡിൽ ഈസ്റ്റ്, അതുപോലെ തന്നെ നിയർ ഈസ്റ്റ്, ഫാർ ഈസ്റ്റ് ഇവരുടെ ഒരു കോൺസെപ്റ്റാണ്. ഓക്കെ, ഇനി നമ്മൾ മിഡിൽ ഈസ്റ്റും വെസ്റ്റ് ഏഷ്യ ഒന്ന് കമ്പയർ ചെയ്താൽ ഏകദേശം ഇവർ തമ്മിൽ കുറേ അധികം ഓവർലാപ്പ് ഉണ്ട്. വെസ്റ്റ് ഏഷ്യ എന്ന് പറയുമ്പോൾ എൻറ്റയർ അറേബ്യൻ പെനിൻസുല, അതുപോലെ തന്നെ നിങ്ങൾ നോക്കിയാൽ സിറിയ, ഇറാഖ്, അതുപോലെ ജസ്റ്റ് എ സെക്കൻഡ്, അപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എൻറ്റയർ അറേബ്യൻ പെനിൻസുല, യമൻ, ഒമാൻ, സൗദി അറേബ്യ, ബാക്കിയുള്ള GCC രാജ്യങ്ങൾ, അതുപോലെ തന്നെ ഇവിടെ ജോർദാൻ, ഇസ്രായേൽ, പലസ്തീൻ, ലെബനോൺ, സിറിയ, ടർക്കി. ഓക്കെ, അതുപോലെ തന്നെ കോക്കസിൽ പെടുന്ന ചില രാജ്യങ്ങൾ, ജോർജിയ, അസർബൈജാൻ, അതുപോലെ അർമേനിയ, ഇതെല്ലാം കൂടെ ചേരുന്നതാണ് വെസ്റ്റ് ഏഷ്യ. ഇനി നമ്മൾ മിഡിൽ ഈസ്റ്റിലേക്ക് വന്നാൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട്, 2 വ്യത്യാസങ്ങളുണ്ട്. ഒന്ന്, ഈ കോക്കസിലെ രാജ്യങ്ങളില്ലേ വെസ്റ്റ് ഏഷ്യ കാണുന്ന അസർബൈജാൻ, ജോർജിയ, അർമേനിയ, അത് മിഡിൽ ഈസ്റ്റ് എന്ന ഉപയോഗത്തിൽ പെടില്ല. അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റിൽ എന്തുണ്ട്? ഈജിപ്റ്റ് ഉണ്ട്. ഈജിപ്റ്റ് വെസ്റ്റ് ഏഷ്യയിലില്ല. ഓക്കെ, അപ്പോൾ ബാക്കിയെല്ലാം ഇവർ തമ്മിൽ സെയിം ആണ്. ഒരേ ഒരു വ്യത്യാസം, 2 വ്യത്യാസമേ ഉള്ളൂ. വെസ്റ്റ് ഏഷ്യയിൽ എന്ത് പെടും? കോക്കസ് പെടും. മിഡിൽ ഈസ്റ്റ് കോക്കസ് രാജ്യങ്ങൾ വരില്ല. അതുപോലെ മിഡിൽ ഈസ്റ്റിൽ ഈജിപ്റ്റ് ഉണ്ട്, ഇതിനകത്ത് ഈജിപ്റ്റ് ഇല്ല. അപ്പോൾ ഇവിടെ കോക്കസിലെ 3 രാജ്യങ്ങളുണ്ട്, ഇവിടെ അതില്ല. ഇവിടെ ഈജിപ്റ്റ് ഉണ്ട്, ഇവിടെ അതില്ല. അതാണ് വ്യത്യാസം. പിന്നെ ഞാൻ പറഞ്ഞു വെസ്റ്റ് ഏഷ്യ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് കുറച്ചുകൂടെ ന്യൂട്രൽ ആയിട്ടുള്ള കോൺസെപ്റ്റാണ്, ഏഷ്യയുടെ വെസ്റ്റേൺ ഭാഗം, അത്രേ ഉള്ളൂ. പക്ഷേ മിഡിൽ ഈസ്റ്റ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് യൂറോപ്പിനെ ലോകത്തിൻ്റെ നടുക്കായിട്ട് കാണിക്കുന്നവരുടെ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. ബ്രിട്ടീഷ് ആൾക്കാരാണ് ഇത് യൂസ് ചെയ്തിരുന്നത്. അത് അവർ ലോകത്തിൻ്റെ സെൻറ്റർ, അവരുടെ വെസ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദെയർ വെസ്റ്റ്. അതുപോലെ അവർ ഈസ്റ്റിലേക്ക് പോയാൽ അടുത്തുള്ളത് നിയർ ഈസ്റ്റ്, കുറച്ചുകൂടെ മുമ്പോട്ട് പോയാൽ മിഡിൽ ഈസ്റ്റ്, കുറച്ചുകൂടെ പോയി കഴിഞ്ഞാൽ ഫാർ ഈസ്റ്റ്. ഇത് ഇവരുടെ സങ്കല്പമാണ്, ആരുടെ? ബ്രിട്ടീഷുകാർ. അപ്പം നിങ്ങൾ IR ഒക്കെ പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ വെസ്റ്റ് ഏഷ്യ എന്ന് പറയുന്ന പ്രയോഗമാണ് കുറച്ചുകൂടെ കറക്റ്റ്. കാരണം ഇത് ജോഗ്രഫിക്കൽ കോൺസെപ്റ്റാണ്, യൂറോ സെൻട്രസ് ഇതിനകത്തില്ല. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ കോൺസെപ്റ്റ് കഴിഞ്ഞു. പിന്നെ വേറൊരു കോൺസെപ്റ്റ് ഇവിടെ ഉണ്ട്, ഗ്രേറ്റർ മിഡിൽ ഈസ്റ്റ്. ഈ ഇസ്രായേൽ ഗ്രേറ്റർ മിഡിൽ ഈസ്റ്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ ചിലർ പറയുന്നു. ഓക്കെ, ആ ഒരു കോൺസെപ്റ്റുമായിട്ട് ഇതിനെ നമുക്ക് ഇപ്പോൾ യോജിച്ച് കാണണ്ട, ഇതൊരു കോൺസെപ്റ്റായിട്ട് പഠിച്ചാൽ മതി. ഇസ്രായേൽ പഠിക്കുമ്പോൾ നമുക്കത് കൂടുതൽ മനസ്സിലാക്കാം. ഇത് വേറെ ഒരു വ്യത്യാസമില്ല സ്റ്റുഡൻസ്, ജസ്റ്റ് ഒരു വ്യത്യാസമേ ഉള്ളൂ. അതായത് മിഡിൽ ഈസ്റ്റിൻ്റെ കുറച്ചുകൂടി എക്സ്റ്റെൻഡഡ് വെർഷൻ. കാരണം മിഡിൽ ഈസ്റ്റ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഈജിപ്റ്റ് മാത്രമേ വരൂ. ഇതിനകത്ത് ഈജിപ്റ്റ് കഴിഞ്ഞുള്ള ബാക്കി നോർത്ത് ആഫ്രിക്കൻ സ്റ്റേറ്റുകളും വരും. അതായത് ഈജിപ്റ്റ് മാത്രമല്ല, സുഡാനും, ലിബിയയും, ടുണീഷ്യ, അൾജീരിയ, മൊറോക്കോയും എല്ലാം ഗ്രേറ്റർ മിഡിൽ ഈസ്റ്റ് വരും. അതുപോലെ തന്നെ സൗദി അറേബ്യയും ഇറാനും കഴിഞ്ഞുള്ള അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും കൂടെ വേണമെങ്കിൽ എവിടെ പെടും? ഈ ഗ്രേറ്റർ മിഡിൽ ഈസ്റ്റ് വരും. അത് ഗ്രേറ്റർ മിഡിൽ ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ നോർത്ത് ആഫ്രിക്കയിലെ ഈജിപ്റ്റ് മാത്രമല്ല, അത് കഴിഞ്ഞ് ബാക്കിയുള്ള രാജ്യങ്ങളൂടെ പെടും. അതുപോലെ തന്നെ ഈസ്റ്റിലേക്ക് നമ്മൾ സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഇറാനിൽ നിൽക്കുന്നില്ല, ഇറാൻ കഴിഞ്ഞ് അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും വരെ ഗ്രേറ്റർ മിഡിൽ ഈസ്റ്റിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഈ 3 കോൺസെപ്റ്റ് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. വെസ്റ്റ് ഏഷ്യ, മിഡിൽ ഈസ്റ്റ്, ഗ്രേറ്റർ മിഡിൽ ഈസ്റ്റ്. ഇനി ഈ കാര്യത്തിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവരുത്. ഓക്കെ, ഇനി ഈ വെസ്റ്റ് ഏഷ്യ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ കാരണം എന്താ? നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പണ്ട് ഇറാഖ് യുദ്ധം ഉണ്ടായി, സദാമിൻ്റെ കേസ് നിങ്ങൾക്കറിയാം. ഇറാനിൽ ഇപ്പോൾ യുദ്ധം ഉണ്ടാകുന്നു, ഇതിനു മുമ്പ് ഇറാഖ് യുദ്ധം ഉണ്ടായിട്ടുണ്ട്. ഇത്രത്തോളം ഒരു ടെൻഷൻ നിറഞ്ഞ സ്ട്രെസ് ഉള്ള ഏരിയ ആവാൻ കാരണം എന്താ? ഈ വെസ്റ്റ് ഏഷ്യ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ്. കാരണം വേറെ ഒന്നുമല്ല, അവിടെ കുറച്ച് യുണീക്ക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഒന്നാമത് അവിടുത്തെ പോപ്പുലേഷൻ നിങ്ങൾ നോക്കിയാൽ ഇറാഖ്, ഇറാൻ പോലുള്ള രാജ്യങ്ങളിൽ കൂടുതൽ നിങ്ങൾക്ക് ഷിയ മുസ്ലിങ്ങളെയാണ് കാണാൻ കഴിയുക. യു വിൽ ഷിയാസ് മോർ ഇൻ നമ്പർ. ഓക്കെ, നമ്മൾ GCCയിലെ സ്റ്റേറ്റുകളൊക്കെ പിന്നീട് ഒരു ക്ലാസ്സിൽ ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് പഠിക്കും. അപ്പോൾ ഇത് ഷിയാക്കളാണ് എവിടെ കൂടുതൽ? ഇറാൻ, ഇറാഖിലൊക്കെ. ഓക്കെ, ഒരു സമയത്ത് സിറിയയിൽ ഭരിച്ചിരുന്ന ആൾ ഷിയയാണ്, പക്ഷേ അവിടെ പോപ്പുലേഷൻ സുന്നിയാണ്. ആ ഡൈനാമിക്സ് ഒന്നും നമ്മളിപ്പോൾ പോകുന്നില്ല, ജനറൽ ഒരു ഐഡിയ മാത്രം. ഇനി GCC രാജ്യങ്ങൾ നിങ്ങൾ എടുത്തു നോക്കി, മേജറായിട്ടുള്ള സൗദി അറേബ്യ ആണെങ്കിലും UAE ആണെങ്കിലും ഖത്തർ ആണെങ്കിലും അവിടെയൊക്കെ സുന്നികളാണ്. അപ്പോൾ ഇത് ഇസ്ലാമിലെ 2 സെക്റ്റുകളാണ്, സുന്നി ആൻഡ് ഷിയ. പ്രോഫറ്റ് മുഹമ്മദിൻ്റെ സക്സഷൻ ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് ഡിസ്പ്യൂട്ടുകളൊക്കെ കാരണമാണ് ഈ 2 സെക്റ്റുകൾ വരുന്നത്. അതിനേക്ക് നമുക്ക് പോകേണ്ട കാര്യമില്ല. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ഈ 2 സെക്റ്റുകളും ദേ ഹാവ് ഡിഫറെൻറ്റ് തിയോളജിക്കൽ ഐഡിയാസ്. ഓക്കെ, അപ്പോൾ ഇതൊരു യുണീക്ക് ആയിട്ടുള്ള കേസാണ്. അപ്പോൾ ഇവർ തമ്മിൽ ചില ടെൻഷൻ കാണും. ഇനി രണ്ടാമത്, ഈ ഏരിയ വളരെയധികം റിസോഴ്സ് റിച്ച് ആയിട്ടുള്ള സ്ഥലമാണ്. മിഡിൽ ഈസ്റ്റ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം നോർത്ത് ആഫ്രിക്കയിൽ കിടക്കുന്ന ഈജിപ്റ്റ്, അത് ഓയിൽ റിച്ച് ആണ്. ഈവൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ടർക്കി, ഇറ്റ് ഈസ് ആൾസോ ഹാവിങ് ഇറ്റ്സ് ഓൺ ജോഗ്രഫിക്കൽ റിസോഴ്സസ്.
നിങ്ങൾ നോക്കി, ഇറാഖിൽ ഓയിൽ ഒത്തിരി അധികം ഉണ്ട്, ഇറാനിൽ ഓയിലുണ്ട്. ഇറാനിൽ ഓയിൽ മാത്രമല്ല, അവർ വലിയൊരു പ്ലാസ്റ്റിക് എക്സ്പോർട്ടർ കൂടാണ്. സൗദി അറേബ്യ നിങ്ങൾക്കറിയാം, വേൾഡിൽ ഓയിൽ ഉള്ള സ്ഥലങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് സൗദി അറേബ്യ. നമ്പർ 1 ഒന്നും അല്ല കേട്ടോ. നമ്പർ 1 ഓയിൽ പ്രൊഡ്യൂസർ സൗദി അറേബ്യ ഒന്നും അല്ല. നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ പഠിക്കും. കുവൈറ്റിൽ ഓയിലുണ്ട്, ബഹ്റൈനിൽ ഓയിലുണ്ട്, UAE ഓയിലുണ്ട്. അതുപോലെ തന്നെ ഖത്തർ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ചെറിയ ഓയിലും അതിനെക്കാട്ടി കൂടുതൽ നാച്ചുറൽ ഗ്യാസ് ഉണ്ട്, ലിക്വിഡ് നാച്ചുറൽ ഗ്യാസ്, ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ്, LNG. ഓക്കെ, അപ്പം ഇത് വളരെ റിസോഴ്സ് റിച്ച് ആയുള്ള സ്ഥലമാണ്. റിസോഴ്സുകളുള്ള സ്ഥലത്ത് വലിയ വലിയ ശക്തികൾക്ക് എപ്പോഴും ഒരു കണ്ണുണ്ടാവും. റിസോഴ്സ് ഉള്ള സ്ഥലങ്ങൾ പിടിച്ചെടുക്കാൻ എല്ലാവരും ശ്രമിക്കുകയും ചെയ്യും. ദിസ് ഇസ് എ റിയാലിറ്റി. ഓക്കെ, അപ്പം നിങ്ങളത് മനസ്സിലാക്കണം. ഇനി നമ്മൾ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ പറഞ്ഞു ഇവിടുത്തെ ഒരു യുണീക്നെസ് എന്താ, ഷിയ സുന്നി ഡെമോഗ്രഫി ഡിവൈഡ്. അതുപോലെ തന്നെ ഈ സ്ഥലം റിസോഴ്സ് റിച്ചുമാണ്. ഇനി എന്താണ് വേറൊരു ഫാക്ടർ, ഈ രാജ്യത്ത് പല ആൾക്കാർക്കും കണ്ണുണ്ട്, പല ശക്തികൾ ഇവിടെ പ്രസന്റുമാണ്. ഇവിടെ US ഉണ്ട്, ഇവിടെ ചൈനയുണ്ട്, ഇവിടെ അത് റഷ്യയുണ്ട്. ഇവരെല്ലാം അവരുടെ ഇൻഫ്ലുവൻസ് ഈ സ്ഥലങ്ങളിൽ കൂട്ടാൻ ശ്രമിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യ ഇവിടെ ഉണ്ട്. ഇന്ത്യ മോശമല്ല. മിഡിൽ ഈസ്റ്റിൻ്റെ ഒരു ട്രഡീഷണൽ പാർട്ട്ണറായിട്ട് അവരെപ്പോഴും കാണുന്നത് അമേരിക്കയാണ്. ഇന്ത്യയും ഇറ്റ് ഈസ് ഓൾസോ ഹ്യൂജ്ലി കണക്റ്റഡ് ടു UAE ആൻഡ് സൗദി അറേബ്യ. അതുപോലെ എല്ലാ രാജ്യങ്ങളും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും ഉള്ള ഡയസ്പോറ പോപ്പുലേഷൻ ഇന്ത്യക്കാരാണ്. ഇന്ത്യക്കാർ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലായിടത്തും മലയാളിയെ കാണാമെന്ന് പറഞ്ഞു, എസ്പെഷ്യലി കേരളൈറ്റ്സ്. അപ്പോൾ ഇതും ഒരു ഫാക്ടറാണ്. അപ്പോൾ മിഡിൽ ഈസ്റ്റ് ഇത്രത്തോളം കാര്യങ്ങൾ ഉണ്ടാവാൻ കാരണം എന്താ, ദർ ഇസ് ഷിയ സുന്നി ഡിവൈഡ്, ദർ ഇസ് ഹ്യൂജ് റിസോഴ്സസ് പ്രസന്റ്, ഓൾസോ ദർ ആർ എക്സ്റ്റേണൽ പവേഴ്സ് ഹു ആർ ഇൻഫ്ലുവൻസിങ് ദ റീജിയൻ. ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ കഥ അമേരിക്ക റിലേറ്റഡ് ആണ്. അമേരിക്ക എന്തിന് ഈ യുദ്ധത്തിന് പുറപ്പെട്ടു, അമേരിക്കയ്ക്ക് എന്താണ് മിഡിൽ ഈസ്റ്റ് കാര്യം. അപ്പോൾ ആ എൻറ്റയറിറ്റി പഠിക്കണമെങ്കിൽ ആദ്യം അമേരിക്കയുടെ ചരിത്രം നിങ്ങൾ പഠിക്കണം. അപ്പോൾ അമേരിക്കയുടെ ചരിത്രം ഒരു ബ്രീഫായിട്ട് ഞാൻ പറയാം, ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും നമ്മൾ പഠിക്കില്ല. അപ്പോൾ അമേരിക്കയുടെ തുടക്കം എങ്ങനെയാണ്, 1607 ജെയിംസ് ടൗൺ എന്ന് പറയുന്ന ഒരു കോളനി ബ്രിട്ടൻ, ഒരു ടൗൺഷിപ്പ് ബ്രിട്ടൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു നോർത്ത് അമേരിക്ക. നിങ്ങൾക്കറിയാം നോർത്ത് അമേരിക്ക എന്ന് പറഞ്ഞ ഭൂഖണ്ഡം ആദ്യകാലങ്ങളിൽ യൂറോപ്പിനൊന്നും അറിയില്ലായിരുന്നു. ക്രിസ്റ്റഫർ കൊളംബസ് നോർത്ത് അമേരിക്ക കണ്ടുപിടിക്കുന്നു. ഓക്കെ, അതിനുശേഷം കുറേ വർഷങ്ങൾക്ക് ശേഷം 1607 എന്ത് ചെയ്യുന്നത്, ജെയിംസ് ടൗൺ എന്ന് പറഞ്ഞ ചെറിയൊരു എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഇന്നത്തെ അമേരിക്കൻ കോണ്ടിനെൻറ്റിൻ്റെ ഈസ്റ്റേൺ കോസ്റ്റിൽ ബ്രിട്ടൻ സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, 1607 1613 ആയപ്പോഴത്തേക്കും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 13ഓളം കോളനികളെ ആര് സെറ്റിൽ ചെയ്തു, ബ്രിട്ടൻ ഈ നോർത്ത് അമേരിക്കയിൽ സെറ്റിൽ ചെയ്തു. ഓക്കെ, ഈ ഒരു ഏരിയ നിങ്ങൾക്ക് കാണാം. അപ്പം ഇന്നത്തെ അമേരിക്ക എവിടാന്ന് അറിയാത്ത ആൾക്കാർ വരെ ഉണ്ടാവും, അവർക്ക് വേണ്ടി കൂടാണ് ഞാനിത് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഏരിയ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ ഈ ഒരു ഈസ്റ്റേൺ കോസ്റ്റിലാണ് എന്ത്, ഈ 13 കോളനികളെ ബ്രിട്ടൻ സെറ്റിൽ ചെയ്തത്. ഓക്കെ, ക്ലിയർ? അപ്പോൾ ഇത് മനസ്സിലാക്കുക, അമേരിക്കയുടെ ഒരു പൊസിഷനും മനസ്സിലാക്കുക. അതിൻ്റെ ചുറ്റും സമുദ്രമാണ്, ഇവിടെ പസഫിക് ഓഷൻ, ഇവിടെയും പസഫിക് ഓഷൻ. അപ്പോൾ ഇറ്റ് ഈസ് സറൗണ്ടഡ് ബൈ വാട്ടേഴ്സ്. ഓക്കെ, അപ്പോൾ അതൊരു ഐസൊലേറ്റഡ് ആയിട്ട് കിടക്കാൻ പറ്റുന്ന ഒരു രാജ്യമാണ്. അതിനെ പെട്ടെന്ന് ഭേദിക്കാനും പറ്റില്ല. പണ്ട് കാലത്ത് നിങ്ങൾ നോക്കിക്കേ, ഈ വാട്ടർ അതിനൊരു വലിയൊരു ഡിഫെൻസീവ് ഷീൽഡായിട്ട് വർക്ക് ചെയ്യും. കാരണം യൂറോപ്പിലെ രാജ്യങ്ങളെല്ലാം ഒരുമിച്ചാണ്, അവർ തമ്മിൽ തല്ലിക്കൊണ്ടിരിക്കും. അമേരിക്ക ഇത് വലുതായിട്ട് ബാധിക്കില്ല. അപ്പോൾ അമേരിക്ക ഈസ് ഐസൊലേറ്റഡ് ബൈ ജോഗ്രഫി, ചുറ്റും വെള്ളം. ഓക്കെ, അപ്പോൾ അമേരിക്കയുടെ ലൊക്കേഷൻ പറഞ്ഞു. അപ്പോൾ ആദ്യകാലത്ത് എന്ത് ചെയ്തു, 13 കോളനികളെ സെറ്റിൽ ചെയ്തു. 13 സെറ്റിൽമെൻറ്റ്സ് ഉണ്ടായിരുന്നു. നിങ്ങൾ നോക്കിയാൽ ന്യൂ ഹാംഷെയർ ആയിക്കോട്ടെ, മാസച്യൂസറ്റ്സ് ആയിക്കോട്ടെ, ന്യൂയോർക്ക്, റോഡ് ഐലൻഡ്, കണക്ടിക്കറ്റ്, പെൻസിൽവാനിയ, ന്യൂജേഴ്സി, ഡെലവെയർ, മേരിലാൻഡ്, വിർജീനിയ, നോർത്ത് കരോലിന, സൗത്ത് കരോലിന, ജോർജിയ. ആദ്യകാലത്ത് 13 അമേരിക്കൻ കോളനികളെ ബ്രിട്ടീഷ് അവിടെ സെറ്റിൽ ചെയ്തു. അത് അമേരിക്കയിൽ ആരാ വന്ന് താമസിക്കുന്നത്, ബ്രിട്ടീഷ് പീപ്പിൾ ആൻഡ് സം അതർ യൂറോപ്യൻസ്. ബ്രിട്ടനിലുള്ള ആൾക്കാരാണ് ഈ 13 കോളനികൾ ഉണ്ടാക്കിയത്. എവിടെ, അമേരിക്കയിൽ 13 കോളനികൾ ഉണ്ടാക്കിയത്. ഓക്കെ, പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം ഏതൊക്കെ ടൈപ്പ് ആൾക്കാരാണ് ഈ അമേരിക്കൻ കോളനികളിൽ വന്ന് വസിച്ചെന്നുള്ളത്. ആരൊക്കെയായിരിക്കും, ഒന്ന് റിലീജിയസ് ഫ്രീഡം ആഗ്രഹിക്കുന്നവർ. കാരണം ബ്രിട്ടനിൽ നിങ്ങൾക്ക് നോക്കാം, ബ്രിട്ടൻ ആണെങ്കിലും എക്സ്പെഷ്യലി ബ്രിട്ടനെക്കാട്ടി ഉപരി ബാക്കി യൂറോപ്യൻ ഏരിയയിലാണെങ്കിലും മതം വളരെ സ്ട്രോങ് ആയിരുന്നു 1600s. ചർച്ച് വാസ് വെരി സ്ട്രോങ്. ചില ആൾക്കാർ റാഷണലിസ്റ്റുകളാണ്, സയൻറ്റിഫിക് ടെമ്പറുള്ള ആൾക്കാരുണ്ട്, മതത്തെ ചോദ്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, ഏത്തിസ്റ്റുകളുണ്ട്. ഇങ്ങനെയുള്ള പലരും എന്ത് ചെയ്യും, ഓബ്വിയസ്ലി മാറി എവിടേക്ക് എത്തും, നമ്മുടെ നോർത്ത് അമേരിക്കയിലുള്ള ഈ 13 കോളനികളിലേക്ക് എത്തും. പിന്നെ കുറേയധികം ക്രിമിനൽസിനെയും ഒരു ഡീപ്പോർട്ടേഷൻ ഫെസിലിറ്റി പോലെ ഇവിടേക്ക് തട്ടിയിരുന്നു. അപ്പോൾ ഫ്രീഡം ആഗ്രഹിക്കുന്നവർ, പുതിയ ട്രേഡ് ആഗ്രഹിക്കുന്നവർ, പുതിയ സ്ഥലം എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ, റാഷണൽ മൈൻഡ് ഉള്ളവർ, അങ്ങനെ പല ആൾക്കാരുമാണ് ഈ 13 കോളനി താമസിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു ഈ 13 കോളനി ബ്രിട്ടൻ നോർത്ത് അമേരിക്കയുടെ ഈസ്റ്റേൺ കോസ്റ്റ് സെറ്റിൽ ചെയ്ത് എത്ര വർഷം മുമ്പാണ്, അല്ലെങ്കിൽ 1600 പീരീഡിലാണ്, 1600കളുടെ തുടക്കത്തിലാണ്.
പക്ഷേ നമ്മൾ ഫാസ്റ്റ് ഫോർവേഡ് ചെയ്ത് പോവുക. നിങ്ങൾ മനസ്സിലാക്കണം, ഈ 13 കോളനിയും ആരുടെ അധീനതയിൽ തന്നെ, ബ്രിട്ടീഷ് ക്വീൻ അല്ലെങ്കിൽ കിങ്ങിൻ്റെ അധീനതയിൽ തന്നെ, ബ്രിട്ടീഷ് ക്രൗണിൻ്റെ അധീനതയിൽ തന്നെ. പക്ഷെ 100 വർഷം നിങ്ങൾ വേറൊരു സ്ഥലത്ത് താമസിച്ചു, നിങ്ങളുടെ അടുത്ത ജനറേഷൻ വരുന്നു. അവർ നിങ്ങൾ പണ്ട് എവിടുന്ന് വന്നു എന്നുള്ളതൊന്നും വലുതായിട്ട് കാര്യമാക്കത്തില്ല. അപ്പം ഇന്ന് കാണുന്ന അമേരിക്ക ഡെവലപ്പ് ചെയ്യിപ്പിച്ചത് ആരാ? 1600 തൊട്ട് അവിടെ താമസിക്കുന്ന ആൾക്കാരും അവരുടെ പിന്തുടർച്ചക്കാരും. അപ്പോൾ അവർക്ക് ഈ മദർലാൻഡ് അല്ലെങ്കിൽ അവരുടെ ഒറിജിനൽ മദർലാൻഡ് ആയ ബ്രിട്ടനോടുള്ള സ്നേഹം കാലക്രമേണ കുറയും. അത് നോർമലാണ്, ഇറ്റ് ഈസ് വെരി നോർമൽ. അപ്പോൾ അവരുടെ അധ്വാനം കൊണ്ട് അവരാണ് എന്ത് ചെയ്യുന്നത്, ഈ അമേരിക്കൻ കോളനീസ് ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരുന്നത്. ബ്രിട്ടൻ ആ സമയത്ത് മൊത്തം എന്താ ചെയ്യുന്നത്? ബ്രിട്ടൻ യൂറോപ്പിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുക, യൂറോപ്യൻ ശക്തികളെല്ലാം ഇവിടെ കിടന്ന് അടിക്കുകയാണ്. ഇവിടെ ഈ കോളനികൾ നല്ല രീതിയിൽ അമേരിക്കയിൽ ഡെവലപ്പ് ചെയ്യുന്നു. അപ്പോൾ ബ്രിട്ടൻ ഈ ആദ്യകാലത്ത് ഈ അമേരിക്കൻ കോളനീസിൻ്റെ കാര്യത്തിൽ വലിയ കാര്യമായിട്ട് ഇടപെടില്ലായിരുന്നു. പക്ഷെ ഒരു പീരീഡ് കഴിഞ്ഞ് ബ്രിട്ടൻ എന്ത് ചെയ്തു തുടങ്ങി? അമേരിക്കൻ കോളനീസിൻ്റെ ഇന്റേണൽ അഫയേഴ്സിൽ ഇടപെട്ട് തുടങ്ങി. കാരണം ബ്രിട്ടന് കാശ് വേണം. പണ്ട് വലുതായിട്ടൊന്നും ഈ ഏരിയ ബ്രിട്ടൻ ടാക്സ് ചെയ്യില്ലായിരുന്നു. അവർക്ക് തോന്നുന്ന പോലെ അവർ ചെയ്തു പോയിരുന്നു. ബ്രിട്ടനെ അവർ അംഗീകരിച്ചിരുന്നു. പക്ഷേ ബ്രിട്ടൻ വലുതായിട്ട് അവരുടെ ഇന്റേണൽ കാര്യങ്ങളിൽ ഇടപെട്ടില്ല. ഞാനൊരു വേൾഡ് ഹിസ്റ്ററി ക്ലാസ് അല്ല എടുക്കുന്നത്, നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞിരുന്നു എന്നേ ഉള്ളൂ. കുറച്ച് കഴിയുമ്പോൾ ഈ അമേരിക്കൻസിന് ഇമോഷണൽ കണക്ട് 100 വർഷമായില്ലേ, 100 വർഷമൊക്കെ കഴിയുമ്പോൾ 100-150 വർഷം കഴിയുമ്പോൾ മദർലാൻഡുമായിട്ടുള്ള കണക്ഷൻ പുതിയ ജനറേഷന് ഇല്ല. അതുപോലെ ആവശ്യമില്ലാത്ത ടാക്സ് ഒക്കെ ബ്രിട്ടൻ ഇവരോട് ചോദിച്ചപ്പോൾ ഇവർ കൊടുക്കില്ലെന്ന് പറഞ്ഞു. അതൊരു ഫേമസ് സ്ലോഗനുണ്ട്, നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെൻറ്റേഷൻ. അങ്ങനെ എന്ത് പറ്റി? 160-150 വർഷം കഴിയുമ്പോൾ അമേരിക്കയിലുള്ള ഈ കോളനീസിലുള്ള ആൾക്കാരും ബാക്കി അമേരിക്കയിൽ ജനിച്ചു വളർന്ന ആൾക്കാരും എന്ത് ചെയ്തു? ബ്രിട്ടനെ എതിർത്തു. ദേ സ്റ്റാർട്ടഡ് ഫൈറ്റിംഗ് വിത്ത് ബ്രിട്ടൻ. ഇതിനെയാണ് നമ്മൾ അമേരിക്കൻ റെവല്യൂഷൻ എന്ന് പറയുന്നത്. 1776 തൊട്ട് 1783 വരെയാണ് അമേരിക്കൻ റെവല്യൂഷൻ നടന്നത്. അന്ന് ബ്രിട്ടനെതിരെ അമേരിക്കയിൽ തന്നെ ജനിച്ചു വളർന്ന ആൾക്കാർ, കാരണം അവരുടെ ആൻസിസ്റ്റേഴ്സ് ഒക്കെ നേരത്തെ മരിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്തു? ബ്രിട്ടനെതിരെ ഫൈറ്റ് ചെയ്തു. ബ്രിട്ടനെ അവർ തോപ്പിച്ചു. ദേ ക്രിയേറ്റഡ് ദെയർ ഓൺ കൺട്രി കോൾഡ് ആസ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കൻ. ഓക്കെ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. അപ്പോൾ ട്രീറ്റി ഓഫ് പാരീസിലൂടെ ഇൻഡിപെൻഡൻസ് ഓഫ് അമേരിക്ക വാസ് ഡിക്ലെയർഡ്. അപ്പോൾ 1607 ആദ്യം ജെയിംസ് ടൗൺ സ്ഥാപിച്ചത് ഇന്ന് ഒരു 170 ഓളം വർഷത്തിന് ശേഷം, കറക്റ്റ് കഴിഞ്ഞാൽ 176 വർഷത്തിന് ശേഷം എന്ത് ചെയ്തു? പുതിയ ഒരു രാജ്യമായിട്ട് അമേരിക്ക മാറി. ബ്രിട്ടനിനെ ഇവിടുന്ന് അവർ പുറത്താക്കി. ഇതിനുശേഷം അമേരിക്ക എന്താ ചെയ്യുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അമേരിക്ക ഇൻഡിപെൻഡൻ്റ് ആയതിനു ശേഷം ഇറ്റ് സ്റ്റാർട്ടഡ് എക്സ്പാൻഡിങ് മോർ. കാരണം ആദ്യ കാലത്ത് അമേരിക്ക എവിടെ മാത്രമേ ഉള്ളൂ? അമേരിക്ക USA അല്ലെങ്കിൽ ഇന്ന് കാണുന്ന നോർത്ത് അമേരിക്കൻ ഭൂഖണ്ഡത്തിൻ്റെ ഈസ്റ്റേൺ കോസ്റ്റിൽ മാത്രമേ ഉള്ളൂ, കോസ്റ്റൽ ഏരിയ. പക്ഷെ അവരെന്ത് ചെയ്തു? കുറച്ച് കഴിയുമ്പോൾ അവർ വെസ്റ്റിലേക്ക് എക്സ്പാൻഡ് ചെയ്തു തുടങ്ങി. ഓക്കെ, ആദ്യം ഈ ഭാഗത്ത് മാത്രമേ ഉള്ളൂ. അവർ വെസ്റ്റിലേക്ക് എക്സ്പാൻഡ് ചെയ്തു തുടങ്ങി. അവരൊരു രാജ്യമായതിനു ശേഷം പല കോളനികളും എക്സ്പാൻഡ് ചെയ്തു. പക്ഷെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ വെസ്റ്റിൽ ആരാ? പാവപ്പെട്ട റെഡ് ഇന്ത്യൻസ് ആയിരുന്നു. ഈ റെഡ് ഇന്ത്യൻസിനെ കുരുതി കൊടുത്താണ് എന്ത് ചെയ്യുന്നത്? അമേരിക്കൻ സ്റ്റേറ്റ് വലുതാവുന്നു. ഓക്കെ, കുറേ അധികം റെഡ് ഇന്ത്യൻസിനെ ഈ അമേരിക്കക്കാർ നിഷ്ഠൂരമായിട്ട് ഈ കോളനിയിലുള്ളവർ കൊന്നു കളഞ്ഞു. അപ്പം അവരുടെ ചോരയിലെ മണം എപ്പോഴും എന്തിലുണ്ടാവും? അമേരിക്ക എന്ന് പറഞ്ഞ സ്റ്റേറ്റിലുണ്ടാവും. ഓക്കെ, ഒരു കാര്യം എപ്പോഴും എല്ലാവരും പറയും, അമേരിക്കൻസ് മൈഗ്രേഷനെതിരെ പറയാൻ പാടില്ല, അവർ മൈഗ്രൻസ് ആണ്, അവർ തന്നെ മൈഗ്രൻസ് ആണ്, റെഡ് ഇന്ത്യൻസ് ആണ് ആ സ്ഥലത്തിൻ്റെ ഒറിജിനൽ അവകാശികൾ. അതൊക്കെ ശരിയാണ്. പക്ഷേ ഇന്ന് നമ്മൾ കാണുന്ന അമേരിക്കയില്ലേ, അമേരിക്കൻ ഡ്രീം, വളരെ ഡെവലപ്ഡ് ആയിട്ടുള്ള അമേരിക്ക, അത് ക്രിയേറ്റ് ചെയ്തത് ഈ യൂറോപ്യൻസ്, അല്ലാതെ റെഡ് ഇന്ത്യൻസ് അല്ല. അപ്പോൾ ആ തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇന്നത്തെ അമേരിക്ക ക്രിയേറ്റ് ചെയ്തത് യൂറോപ്യൻസാണ്. പക്ഷേ അവരത് എങ്ങനെ ക്രിയേറ്റ് ചെയ്തെന്ന് നോക്കിയാൽ അതിൽ കുറേ തെറ്റുകളുണ്ട്. ഒറിജിനലായിട്ട് അവിടെ താമസിക്കുന്ന റെഡ് ഇന്ത്യൻസിനെ അവർ കൊന്നുകളി. അപ്പം ഞാൻ പറഞ്ഞു 1607 ആദ്യം ജെയിംസ് ടൗൺ വരുന്നു, പിന്നെ ഒരു 13 കോളനി വരുന്നു. 100-170 വർഷം കഴിഞ്ഞ് അവർ ബ്രിട്ടനെതിരെ ഫൈറ്റ് ചെയ്യുന്നു. ബ്രിട്ടനെ അവർ പുറത്താക്കുന്നു. അവർ സ്വന്തമായിട്ട് രാജ്യം ഉണ്ടാക്കുന്നു. രാജ്യം ഉണ്ടാക്കിയതിന് ശേഷം അവരെന്ത് ചെയ്യുന്നു? അവർ വെസ്റ്റിലേക്ക് എക്സ്പാൻഡ് ചെയ്യുന്നു. ഇതിനെയാണ് അമേരിക്കക്കാരുടെ ഫ്രോണ്ടിയർ മെൻറ്റാലിറ്റി എന്ന് പറഞ്ഞാൽ. അവർക്ക് എപ്പോഴും കൂടുതൽ സ്ഥലം പിടിച്ചെടുക്കണം, കൂടുതൽ സ്ഥലം കൺട്രോൾ ചെയ്യണം എന്നുള്ളൊരു ടെൻഡൻസി ഉണ്ട്. ഓക്കെ, അപ്പം ദേ ഹാഡ് ഐഡിയ ഓഫ് ഫ്രോണ്ടിയർ മെൻറ്റാലിറ്റി. അപ്പം അവർക്കൊരു ഇൻഡിപെൻഡൻസിന് ശേഷം അവരെന്ത് ചെയ്തു? കൂടുതൽ വെസ്റ്റിലേക്ക് പിന്നെയും എക്സ്പാൻഡ് ചെയ്തു. അവർ റെഡ് ഇന്ത്യൻസിനെ കുരുതി കൊടുത്താണ് എക്സ്പാൻഡ് ചെയ്തത്. ആ ടെൻഡൻസി ഇപ്പോഴും അമേരിക്കക്കാർക്ക് ഉണ്ടെന്നാണ് പറയുന്നത്. ഒന്ന്, അവർ ക്യാപിറ്റലിസ്റ്റുകളാണ്. ഓക്കെ, ക്യാപിറ്റലിസമാണ് അവരുടെ മേജർ ഐഡിയ. അതുപോലെ ദേ ഹാവ് എൻ എക്സ്പാൻഡിങ് ടെൻഡൻസി. അപ്പോൾ ഈ സ്വഭാവമാണ് അവർ ഇന്നും കാണിക്കുന്നതെന്ന് പറയുന്ന പലരും ഉണ്ട്. ദേ ഹാവ് ദിസ് ഫ്രോണ്ടിയർ മെൻറ്റാലിറ്റി. ഓക്കെ, ക്ലിയർ. ഇനി പിന്നെ നമ്മൾ ഫാസ്റ്റ് ഫോർവേഡ് ചെയ്ത 1860 ആയപ്പോൾ അമേരിക്കയിലെ നോർത്തേൺ കോളനീസും സദേൺ കോളനീസും തമ്മിൽ ഫൈറ്റ് ചെയ്തു. ഇതിനെയാണ് നമ്മൾ അമേരിക്കൻ സിവിൽ വാർ എന്ന് പറയുന്നത്. നോർത്തിലെ രാജ്യങ്ങൾ, സ്റ്റേറ്റുകൾ കുറച്ചധികം ഇൻഡസ്ട്രിയലൈസ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റ് ആയിരുന്നു. സൗത്തിലുള്ള ആൾക്കാർ അഗ്രികൾച്ചറും സ്ലേവറിയൊക്കെ താല്പര്യപ്പെടുന്ന ആൾക്കാരാണ്. കാരണം അഗ്രികൾച്ചർ പോകണമെങ്കിൽ സ്ലേവ്സ് വേണ്ടേ.
നോർത്തിന്റെ ഉദ്ദേശം വേറെ, സൗത്തിന്റെ ഉദ്ദേശം വേറെ, ഇവർ തമ്മിൽ ക്ലാഷ് ആയി. ഇത് അഗെയിൻ വേൾഡ് ഹിസ്റ്ററിയുടെ ടോപ്പിക്കാണ്. എന്തായാലും ഇവർ തമ്മിലടിച്ചു. പക്ഷേ അവസാനം എന്ത് ചെയ്തു? നോർത്തേൺ സ്റ്റേറ്റ്സ് ആണ് കൂടുതൽ വിജയിച്ചത്. അതിനുശേഷം ഈ സിവിൽ വാറിന് ശേഷം അമേരിക്ക പിന്നെയും കുറച്ചുകൂടെ ഉറച്ചു. ഒരു കോൺഫെഡറേഷൻ, അത് ഒരു ഫെഡറേഷൻ ആയിട്ട് അത് കൂടുതൽ സ്ട്രോങ് ആയി. ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചൊരു മേജർ ആളാണ് നമ്മുടെ എബ്രഹാം ലിങ്കൺ. പക്ഷേ എബ്രഹാം ലിങ്കണിനെ കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്തു? അവിടെ തന്നെ വെച്ച ആൾക്കാർ കൊന്നു കളയുന്നുണ്ട്. കുറച്ച് ആൾക്കാർ ചേർന്ന്, എസ്പെഷ്യലി ഒരു വ്യക്തി അദ്ദേഹത്തെ കൊന്നു കളയുന്നു. അപ്പം നിങ്ങൾക്കറിയാം, സ്ലേവറിയും കുറേയൊക്കെ അമേരിക്കയിൽ നിന്ന് കുറഞ്ഞു വരുന്നു ഈ പീരീഡ് ആകുമ്പോൾ. അപ്പോൾ ഈ ഒരു അമേരിക്കയുടെ ഒരു 100-200 വർഷം നോക്കുമ്പോൾ അതിനകത്ത് ഒത്തിരി ചോരയുണ്ട്. അമേരിക്കക്കാർ തന്നെ യുദ്ധം ചെയ്യുന്നു, അമേരിക്ക ബ്രിട്ടനെതിരെ യുദ്ധം ചെയ്യുന്നു, അമേരിക്ക റെഡ് ഇന്ത്യൻസിനെ കൊല്ലുന്നു. അപ്പോൾ യുദ്ധവും ചോരയും ഈ ഒരു ഹിസ്റ്ററിക്കകത്ത് വളരെയധികം ഉണ്ട്. അതും ഷോർട്ട് പീരീഡേ ആയിട്ടുള്ളൂ ഈ രാജ്യം വന്നിട്ട്. ചൈനയ്ക്കും ഇന്ത്യക്കും ഇറാനും ഒക്കെ ആയിരക്കണക്കിന് വർഷങ്ങളുടെ ചരിത്രം. വി ആർ ഓൾ സിവിലൈസേഷൻ സ്റ്റേറ്റ്. പക്ഷേ ഇതൊരു പുതിയ സ്റ്റേറ്റാണ് വിത്ത് ദിസ് ഫ്രോണ്ടിയർ മെൻറ്റാലിറ്റി. എക്സ്പാൻഡ് ചെയ്യണം, പവർ വരുത്തണം, കാശുണ്ടാക്കണം, അമേരിക്കൻ ഡ്രീം ക്രിയേറ്റ് ചെയ്യണം. ഇതാണ് ഇവർ ഒന്നുമില്ലാത്ത ഒരു കോണ്ടിനെന്റിൽ നിന്നാണ് അമേരിക്ക എന്ന് പറയുന്ന ഈ ഡെവലപ്ഡ് രാജ്യത്തെ ഉണ്ടാക്കിയത്. അപ്പോൾ അവർക്ക് എപ്പോഴും ആ മൈൻഡ് സെറ്റ് ഉണ്ട്, ഡെവലപ്പ് മോർ. അതുപോലെ തന്നെ കൂടുതൽ സ്ഥലം കൺട്രോൾ ചെയ്യുക, കൺട്രോൾ ആൻഡ് ഡെവലപ്മെൻറ്റ്. ഇത് ഇവരുടെ മൈൻഡ് സെറ്റിലുള്ളതാണ്. അന്ന് അമേരിക്കയിലുള്ള മൈൻഡ് സെറ്റാണ് ഇപ്പോഴും. ക്ലിയർ? അപ്പം ഇത് മനസ്സിലാക്കുക. ഇതിന് ശേഷം എന്ത് പറ്റി? ഈ അമേരിക്ക 1860 ശേഷവും സ്വന്തമായിട്ട് അവിടെയുള്ള ആൾക്കാർ ഇൻഡസ്ട്രിയലൈസ് ചെയ്തു, അവിടെ ഡെവലപ്മെൻറ്റ് കൊണ്ടുവരുന്നു, അവർ ട്രേഡ് ചെയ്യുന്നു. അമേരിക്കയുടെ പ്രത്യേകത ഞാൻ പറയാം. അമേരിക്കയുടെ ചുറ്റും വെള്ളമാണ്, ഞാൻ കാണിച്ചു. യൂറോപ്പ് ലാൻഡ് ലോക്ക്ഡ് ആണ്. യൂറോപ്പ് ആൾക്കാർ തമ്മിൽ അടി, ലാൻഡ് ലോക്ക്ഡ് എന്നല്ല, അവർ അടുത്തടുത്ത് രാജ്യങ്ങളുണ്ട്, അവർ തമ്മിൽ അടിക്കും. അമേരിക്കയുടെ അടുത്ത് വേറെ ഒരു രാജ്യമില്ല മേജറായിട്ട്. അതിൻ്റെ അടുത്ത് കടൽ കഴിഞ്ഞ് വേണം യൂറോപ്പിലേക്കോ ഇപ്പുറത്തെ സൈഡിലേക്ക് ഏഷ്യയിലേക്കോ എത്താൻ. അപ്പം അമേരിക്കയ്ക്ക് ഈ ഐസൊലേഷൻ ഒരു വരവായി. കാരണം അമേരിക്ക അടിക്കാൻ ആരുമില്ല. അമേരിക്ക സ്വന്തം ഗ്രോത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്തു. ഇതിന് ശേഷം എന്ത് പറ്റി സ്റ്റുഡൻസ്? ഫസ്റ്റ് വേൾഡ് വാർ നടക്കുന്നു 1914 തൊട്ട് 1918 വരെ. അതിലും യൂറോപ്യൻ സ്റ്റേറ്റ്സും ചില ഏഷ്യൻ സ്റ്റേറ്റ്സും എല്ലാം കൂടെ ചേർന്ന് തമ്മിലടിക്കുന്നു. അമേരിക്ക ഈ യുദ്ധത്തിൽ കയറിയത് എപ്പോഴാണ്? 1914 തൊട്ട് 1918 വരെയാണ് യുദ്ധം. അമേരിക്ക യുദ്ധത്തിൽ കയറിയത് 1917 മാത്രമാണ്. അത് അമേരിക്ക 1 വർഷം യുദ്ധം ചെയ്തോളൂ, ബാക്കി രാജ്യങ്ങൾ 4 വർഷം യുദ്ധം ചെയ്തു. അപ്പം അമേരിക്കയ്ക്ക് കാര്യമായിട്ടുള്ള നഷ്ടം ഉണ്ടായിട്ടില്ല. ബാക്കി ജയിച്ച രാജ്യമാണെങ്കിലും തോറ്റ രാജ്യമാണെങ്കിലും വേൾഡ് വാർ ഫൈറ്റ് ചെയ്ത എല്ലാ രാജ്യങ്ങൾക്കും നഷ്ടമുണ്ടായി. ഇവിടെയും അമേരിക്കയ്ക്ക് ബെനിഫിറ്റ് വരും. അമേരിക്ക എന്ത് ചെയ്തു? ലോകത്തിൻ്റെ ബാങ്കറായി മാറി. പൊളിഞ്ഞിരിക്കുന്ന യൂറോപ്പിനെയും ബാക്കി രാജ്യങ്ങൾക്കെയും രക്ഷപ്പെടുത്തിയെടുക്കാൻ ഫണ്ടിങ് ചെയ്യുന്നത് ആരായിരിക്കും? അമേരിക്ക. കാരണം അമേരിക്കയുടെ കയ്യിൽ ബിസിനസ് ചെയ്തും ഡെവലപ്പ് ചെയ്തും ഉണ്ടാക്കിയ പൈസയുണ്ട്. അമേരിക്ക വേൾഡ് വാറിൽ വലിയ രീതിയിൽ ഇടപെട്ടിട്ടില്ല. അപ്പം അമേരിക്ക ഫസ്റ്റ് വേൾഡ് വാർ കഴിഞ്ഞ് കൊണ്ടുവന്ന പ്ലാനാണ് ഡേവിസൺ പ്ലാൻ. സാധാരണ നിങ്ങൾ ഒരു യുദ്ധം നടന്നാൽ എങ്ങനെയാണ്? തോറ്റ രാജ്യം ജയിച്ച രാജ്യത്തിന് കോമ്പൻസേഷൻ കൊടുക്കണം. അമേരിക്ക എന്ത് ചെയ്തെന്ന് അറിയാമോ? അമേരിക്ക ജയിച്ച രാജ്യങ്ങളുടെ കൂടെയുള്ള രാജ്യം. അമേരിക്ക തോറ്റ രാജ്യത്തിനും പൈസ കൊടുത്തു, ജയിച്ച രാജ്യത്തിനും പൈസ കൊടുത്തു. 2 രാജ്യങ്ങളും അമേരിക്കയുടെ വിധേയത്വം കാണിക്കേണ്ടി വന്നു. ഇപ്പം ഇവർക്കൊരു ഡേവിസൺ പ്ലാൻ ഉണ്ട്. ഡേവിസൺ പ്ലാൻ എന്ത് ചെയ്തു? തോറ്റ ജർമ്മനിക്ക് ഒരു പൈസ കൊടുത്തു. എന്തിന്? ജർമ്മനി പൊട്ടിപ്പൊളിഞ്ഞിരിക്കുക. അപ്പോൾ ജർമ്മനിയെ റീബിൽഡ് ചെയ്യാൻ തോറ്റ രാജ്യ ജർമ്മനിക്ക് അമേരിക്ക പൈസ കൊടുക്കും. ജർമ്മനി എന്ത് ചെയ്യും? ഡെവലപ്മെൻ്റ് ഒക്കെ ചെയ്ത് കാശുണ്ടാക്കിയിട്ട് ആ കാശ് എന്ത് ചെയ്യണം? ജയിച്ച ഫ്രാൻസിന് കൊടുക്കണം. ഫ്രാൻസ് അതിൽ നിന്ന് ഒരു അംശം എടുത്ത് ആർക്ക് കൊടുക്കണം? അമേരിക്കയ്ക്ക് കൊടുക്കണം. അപ്പോൾ അമേരിക്ക 2 പേർക്കും പൈസ കൊടുക്കുന്നുണ്ട്, തിരിച്ച് റിട്ടേണും മേടിക്കുന്നുണ്ട്. യൂറോപ്പിന് പണ്ടത്തെ ഫിനാൻഷ്യൽ കേപ്പബിലിറ്റി ഇല്ല, കുറഞ്ഞു യുദ്ധം ചെയ്ത്. അമേരിക്ക യുദ്ധത്തിൽ കുറച്ച് നേരെ ഇടപെട്ടുള്ളൂ, അവൻ്റെ പൈസയുണ്ട്. അപ്പോൾ അവൻ യൂറോപ്പിനും ലെൻഡ് ചെയ്യുന്ന ഒരു പവറായി മാറി. ഇവിടെ അമേരിക്കയുടെ എക്കണോമിക് ഡോമിനൻസ് തുടങ്ങി. ഇനിയും നമ്മൾ 1914 തൊട്ട് 18 വരെ വേൾഡ് വാർ 1 ഒക്കെ കഴിഞ്ഞു. അമേരിക്ക എക്കണോമിക് പവറായി വരുന്നു, അവന് മിലിറ്ററി പവർ ഉണ്ടെന്ന് അവൻ തെളിയിച്ചു. അതിനുശേഷം എന്താ പറ്റുന്നത്? വാട്ട് ഇസ് ഹാപ്പനിങ്? ഇതിന് ശേഷം അടുത്ത യുദ്ധം നടക്കുകയാണ്. അടുത്ത യുദ്ധം എപ്പോഴാണ്? 1939 തൊട്ട് 45 വരെ വേൾഡ് വാർ 2. ഇതിനകത്താണ് ഹിറ്റ്ലറൊക്കെ വരുന്നത്, ഹിറ്റ്ലറും മുസോളിനി. ഇതിനകത്തും അമേരിക്ക സൈഡഡ് ആയിട്ടുള്ള പവർ, അതായത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അലൈഡ് പവേഴ്സാണ് ജയിക്കുന്നത്. ആക്സിസ് പവേഴ്സിനെ അവർ തോപ്പിച്ച് കളയും. ഇതിനിടയ്ക്ക് നിങ്ങൾക്ക് അറിയാം, ജപ്പാൻ പോയി പേൾ ഹാർബറിൽ അമേരിക്കയെ അറ്റാക്ക് ചെയ്യുന്നു. തിരിച്ച് അമേരിക്ക ചെയ്യുന്നത് എന്താ? അമേരിക്ക ഹിറോഷിമ നാഗസാക്കിയെ ബോംബ് ചെയ്ത് ഡിസ്ട്രോയ് ചെയ്ത് കളയുന്നു. നിങ്ങൾ ഒരു ലോജിക്കലായിട്ട് ചിന്തിച്ചാൽ ഒരു തരത്തിലും ഇതിനെ ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റില്ല. അമേരിക്ക പറയുന്നത് എന്താ? യുദ്ധം തീർക്കാൻ വേറെ ഒരു വഴിയില്ലായിരുന്നു. ഇന്ന് പറഞ്ഞ് നിങ്ങൾ സിവിലിയൻസിനെയാണോ കൊല്ലുന്നത്? സിവിലിയൻസിൻ്റെ മേളിലാണ്, യുദ്ധം ചെയ്യാത്ത സാധാരണ മനുഷ്യരുടെ മേളിലാണ് അമേരിക്ക ന്യൂക്ലിയർ പവർ പ്രയോഗിച്ചത്. ഇറ്റ് യൂസ് ന്യൂക്ലിയർ പവർ ഓൺ സിവിലിയൻസ്. ഓക്കെ, യുദ്ധം തീർന്നു, ബട്ട് ലിറ്റിൽ ബോയ് എന്ന് പറഞ്ഞ ബോംബ് ഹിറോഷിമയിലും ഫാറ്റ്മാൻ എന്ന് പറഞ്ഞ ബോംബ് നാഗസാക്കിയിൽ ഇട്ടു. ഇവിടെ എന്താ അമേരിക്ക കാണിക്കാൻ ശ്രമിച്ചെന്നറിയാം? ഞാനാണ് എക്കണോമിക് പവർ എന്ന് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി, ഞാൻ തന്നെയാണ് ലോകത്തിലെ മിലിറ്ററി പവർ എന്നും നിങ്ങൾ മനസ്സിലാകും. ഇതാണ് അമേരിക്ക അവിടെ ചെയ്യാൻ ശ്രമിച്ചത്. അപ്പോൾ അമേരിക്ക വേൾഡ് വാർ 1 ശേഷം ഒരു എക്കണോമിക് പവറാണ്, മിലിറ്ററി പവറാണ്. 2 കറഞ്ഞ് പിന്നെയും അവൻ എന്തായി?
ഇറ്റ് ബിക്കേം എ ഡോമിനൻറ്റ് എക്കണോമിക് പവർ. ഇപ്പോൾ വേൾഡ് വാർ 2 കഴിഞ്ഞും അമേരിക്കയ്ക്ക് പ്ലാൻ ഉണ്ട്. അമേരിക്കയുടെ പ്ലാനിന് നമ്മൾ വിളിക്കുന്ന പേരെന്താ? അതിനെ വിളിക്കുന്ന പ്ലാനാണ് മാർഷൽ പ്ലാൻ. അപ്പം വേൾഡ് വാർ 1 കഴിഞ്ഞ് അമേരിക്കയ്ക്ക് ലെൻഡ് ചെയ്യാനൊരു ഡേവിസൺ പ്ലാൻ ഉണ്ടെങ്കിൽ വേൾഡ് വാർ 2 കഴിഞ്ഞ് യൂറോപ്പിന് ഫണ്ട് ചെയ്യാൻ വേണ്ടി അമേരിക്ക തുടങ്ങി വെച്ച പ്രോഗ്രാമാണ് മാർഷൽ പ്ലാൻ. ഓക്കെ, അപ്പോൾ യൂറോപ്പിന് ഫണ്ട് ചെയ്യുന്ന അമേരിക്ക പണ്ടേ തുടങ്ങി. ഫസ്റ്റ് വേൾഡ് വാറിന് ഫണ്ട് ചെയ്ത് യൂറോപ്പിന്, സെക്കൻഡ് വേൾഡ് വാറിന് ഫണ്ട് ചെയ്തു. അപ്പോൾ യൂറോപ്പിൻ്റെ റീകൺസ്ട്രക്ഷൻ ഫണ്ട് ചെയ്യുന്ന ആരാ? USA. അപ്പോൾ US ബിക്കം എ ഡോമിനൻറ്റ് എക്കണോമിക് പവർ. നഗസാക്കിയും ഹിറോഷിമയും ബോംബ് ചെയ്തതോടെ അത് എന്തുമായി മാറി? ഇറ്റ് ബിക്കേം എ ഡോമിനൻറ്റ് മിലിറ്ററി പവർ. എല്ലാവരും കണ്ടു ഞാനാണ് രാജാവ്. ഇനി നമുക്ക് അമേരിക്കയുടെ എക്കണോമിക് പവറിനെ കുറിച്ച് കൂടുതൽ പഠിക്കാം. അമേരിക്കയുടെ എക്കണോമിക് പവർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിനാദ്യത്തെ എക്സാമ്പിളാണ് ബ്രെട്ടൺ വുഡ് സിസ്റ്റം. ബ്രെട്ടൺ വുഡ് സിസ്റ്റം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ വേൾഡ് വാർ 2 കഴിഞ്ഞിട്ട് അമേരിക്ക തന്നെയാണല്ലോ ബോസ്. അപ്പോൾ അമേരിക്കയുടെ ഇടപെടൽ കൊണ്ട് ബ്രെട്ടൺ വുഡ് സിസ്റ്റം ഡെവലപ്പ് ചെയ്തു. ബ്രെട്ടൺ വുഡ് സിസ്റ്റം. ഓക്കെ, അതിനു മുമ്പ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പെട്രോ ഡോളർ സിസ്റ്റം. അമേരിക്കയുടെ ഡോമിനൻസ് ലോകത്തിൽ ഫുൾ ഉണ്ടാവാനുള്ള ഒരു വലിയ കാര്യം പെട്രോ ഡോളർ സിസ്റ്റമാണ്. അപ്പോൾ പെട്രോ ഡോളറിൻ്റെ കഥയാണ് നമ്മുടെ ഇന്നത്തെ ഡിസ്കഷനിൽ ഭൂരിഭാഗം വരാൻ പോകുന്നത്. പെട്രോ ഡോളറിൻ്റെ തുടക്കം ബ്രെട്ടൺ വുഡ് സിസ്റ്റത്തിൽ നിന്ന് 1944 അമേരിക്ക ബ്രെട്ടൺ വുഡ് സിസ്റ്റം കൊണ്ടുവരുന്നു. എന്താണ് ഈ ബ്രെട്ടൺ വുഡ് സിസ്റ്റം എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, യു വിൽ ലുക്ക് ഇൻ ടു വാട്ട് ഈസ് യുവർ ബ്രെട്ടൺ വുഡ്. ബ്രെട്ടൺ വുഡ് എന്ന് പറഞ്ഞാൽ സിമ്പിളാണ് സ്റ്റുഡൻസ്. അമേരിക്കൻ കറൻസി വാസ് പെഗ്ഡ് ടു ഗോൾഡ്. അതായത് ഗോൾഡുമായിട്ടാണ് അമേരിക്കൻ കറൻസി ലിങ്ക് ചെയ്യുന്നത്. സിമ്പിളായിട്ട് പറഞ്ഞാൽ അമേരിക്കയുടെ കയ്യിൽ എത്രത്തോളം ഗോൾഡ് ഉണ്ട്, ഫിസിക്കൽ ഗോൾഡ് ഉണ്ട്, അതിന് അനുപാതമായിട്ടായിരിക്കും അമേരിക്ക എന്ത് ചെയ്യുന്നത്? കറൻസി പ്രിന്റ് ചെയ്യുന്നത്. നിങ്ങൾ ഇത്ര ചിന്തിച്ചാൽ മതി. ഇപ്പോൾ ഒരു രാജ്യത്തിന് കാശ് കുറവുണ്ടെങ്കിൽ കുറേയധികം കാശ് അങ്ങ് അച്ചടിച്ചാൽ പോരെ. പക്ഷെ അങ്ങനെയല്ല ഇൻ്റർനാഷണൽ സിസ്റ്റം ഫങ്ഷൻ ചെയ്യുന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ കയ്യിൽ കുറേ റിസർവ് ഉണ്ടോ, ആ റിസർവ്സിൻ്റെ കണക്കനുസരിച്ചേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നോട്ട് പ്രിന്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ദർ നീഡ്സ് ടു ബി ആൻ അണ്ടർലൈങ് റിസർവ് ഓർ അസെറ്റ്. ഇപ്പോൾ ഇന്ത്യയുടെ കൈ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കൈ കുറച്ച് ഗോൾഡ് ഉണ്ടാവും, നമ്മുടെ കൈ കുറച്ച് ഡോളർ ഉണ്ടാവും, നമ്മുടെ കൈ ചിലപ്പോൾ കുറച്ച് UN ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ കണക്കനുസരിച്ചാണ് നമ്മൾ നോട്ട് പ്രിന്റ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ കയ്യിലുള്ള അണ്ടർലൈങ് അസറ്റിൻ്റെ എമൗണ്ട് അനുസരിച്ച് നമുക്ക് നോട്ട് പ്രിന്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അമേരിക്കൻ നോട്ട് എന്തുമായിട്ടാണ് ലിങ്ക് ആവുന്നത്? ഗോൾഡുമായിട്ടാണ് ലിങ്ക് ചെയ്യുന്നത്. ഇതിനെയാണ് നമ്മൾ ബ്രെട്ടൺ വുഡ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇതിൻ്റെ തുടക്കം, അതായത് അമേരിക്കയുടെ കയ്യിലുള്ള ഗോൾഡും അതിൻ്റെ കറൻസിയും ലിങ്ക്ഡ് ആണ്. കയ്യിലുള്ള ഗോൾഡും അതിൻ്റെ വാല്യൂവിൻ്റെ അനുപാതമായിട്ട് അമേരിക്കയ്ക്ക് നോട്ട് അച്ചടിക്കാനും പറ്റും. അപ്പോൾ ബ്രെട്ടൺ വുഡ് സിസ്റ്റം ഇങ്ങനെയല്ല. ഞാൻ പറയാം, ഇവിടെ നിങ്ങൾക്ക് അതിൻ്റെ കറക്റ്റ് കണക്ക് കാണാം, പക്ഷേ അത് നിങ്ങൾക്ക് നോക്കണ്ട. ഇപ്പോൾ 1 ounce ഗോൾഡ് ഈസ് ഈക്വൽ ടു $35. അപ്പം ഇത്രയും ഗോൾഡ് ഉണ്ടെങ്കിലേ US-ന് എന്ത് ചെയ്യാൻ പറ്റൂ? $35 പ്രിന്റ് ചെയ്യാൻ പറ്റും. ഇനി ഞാൻ പറഞ്ഞു US ഡോളറും കണക്റ്റഡ്. ബാക്കി ലോകത്തുള്ള പ്രധാന കറൻസികളെല്ലാം US-ന്റെ ഡോളറുമായിട്ട് ലിങ്ക്ഡ് ആണ്. അപ്പോൾ അവിടെ തന്നെ ഡോളറിന് വലിയ പവറാണ്. ഞാൻ പറഞ്ഞു ഡോളർ എന്തുമായിട്ടാണ് ലിങ്ക് ചെയ്തേക്കുന്നത്? ഗോൾഡുമായിട്ട്. ബാക്കി ലോകത്തുള്ള പ്രധാന കറൻസികൾ, അത് ബ്രിട്ടൻ്റെ പൗണ്ട് ആണെങ്കിലും ജർമ്മനിയുടെ മാർക്സ് ആണെങ്കിലും ഇറ്റാലിയൻ ലിറ ആണെങ്കിലും ജപ്പാനീസ് യെൻ ആണെങ്കിലും, ഇവ ലിങ്ക് ചെയ്തിരിക്കുന്നത് അമേരിക്കൻ ഡോളറിലൂടെ. അപ്പം ഡോളറിനോടെ ഗോൾഡ് ലിങ്ക് ചെയ്തിരിക്കുന്നു, ബാക്കി എല്ലാ കറൻസികളും ഡോളറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ മേജർ പവർ ആയി മാറി? ഡോളറായി. ഡോളർ ബിക്കെയിം ദ റിസർവ് കറൻസി. ഓക്കെ, അതായത് ഇവിടെ നിങ്ങൾ നോക്കിയാൽ മതി, $35 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ $1 എന്ന് പറഞ്ഞാൽ 2 പൗണ്ട് ആണ്, $1 എന്ന് പറഞ്ഞാൽ 4.2 മാർക്സ് ആണ്, $1 എന്ന് പറഞ്ഞാൽ 625 ലിറയാണ്, $1 എന്ന് പറഞ്ഞാൽ 360 yen ആണ്. അപ്പം ഏതായി ബേസിക് കറൻസി? അപ്പം യൂറോപ്പിൽ അവൻ്റെ കയ്യിലുള്ള ഡോളറിൻ്റെ കണക്കനുസരിച്ച് അവൻ എന്ത് പ്രിന്റ് ചെയ്യാൻ പറ്റുള്ളൂ? പൗണ്ട് ഇറക്കാൻ പറ്റുള്ളൂ. നമ്മുടെ ജർമ്മനിയുടെ കയ്യിൽ എന്തോരം ഗോൾഡും ഡോളറും ഉണ്ട്, അതനുസരിച്ച് ആ എമൗണ്ടിനൂടെ നോക്കിയിട്ടേ അവൻ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അവൻ്റെ മാർക്ക് പ്രിന്റ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അത് ഇഷ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ വേൾഡിൻ്റെ അണ്ടർലൈങ് കറൻസി അതെന്തായി മാറി? ഡോളറായി മാറി. ഡോളറിന് ഒറ്റ കാര്യം നോക്കിയാൽ മതി, ഗോൾഡ്. അപ്പോൾ അമേരിക്ക കയ്യിൽ ഇത്രത്തോളം ഗോൾഡ് റിസർവ് ഉണ്ടെങ്കിൽ അതനുസരിച്ചുള്ള ഡോളർ അവൻ അടിക്കാം. ബാക്കി രാജ്യങ്ങളുടെ അണ്ടർലൈങ് അസറ്റ് എന്താ? ഈ ഡോളറാണ്. അവരുടെ കയ്യിൽ എന്തോരം ഡോളർ ഉണ്ട്, അതനുസരിച്ച് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? നോട്ട് ഇഷ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിനെയാണ് നമ്മൾ ബ്രെട്ടൺ വുഡ് സിസ്റ്റം എന്ന് പറയുന്നത്. മനസ്സിലായി? അപ്പോൾ ഡോളറിൻ്റെ ഇമ്പോർട്ടൻസ് ഇവിടെ തുടങ്ങി. അപ്പോൾ വേൾഡിൽ ഇമ്പോർട്ടൻറ്റ് കറൻസീസ് ആർ പെഗ് ടു യുവർ ഡോളർ. ഇവിടെ ഡോളറിൻ്റെ കരുത്ത് തുടങ്ങി. ഇനി നമുക്ക് മുമ്പോട്ട് പോവാം. ഇനി അടുത്ത സിസ്റ്റം ഞാൻ പറഞ്ഞുതരാം, പെട്രോ ഡോളറിൽ. പക്ഷേ ഈ ബ്രെട്ടൺ വുഡ് സിസ്റ്റം കുറച്ച് കഴിയുമ്പോൾ പൊളിഞ്ഞു. ഇതിനെയാണ് നമ്മൾ വിളിക്കുന്നത് എന്ത്? നിക്സൺ ഷോക്ക് എന്ന് പറയുന്നത്. അത് അമേരിക്ക തന്നെ പെട്രോ ഡോളർ സിസ്റ്റത്തിനകത്തുള്ള ഈ ബ്രെട്ടൺ വുഡ് സിസ്റ്റത്തിന്
തുടക്കത്തിലെ ബ്രെട്ടൺ വുഡ് സിസ്റ്റത്തിനെ കട്ട് ചെയ്ത് കളഞ്ഞു. ഇതിനെയാണ് നമ്മൾ പറയുന്നത് നിക്സൺ ഷോക്ക്. നിക്സൺ ഷോക്ക് വേറെ ഒന്നുമല്ല, ഈ ബ്രെട്ടൺ വുഡ് സിസ്റ്റത്തെ അമേരിക്ക ഡിസ്മാൻഡിൽ ചെയ്ത് കളഞ്ഞു. അപ്പം നിങ്ങൾ വിചാരിക്കും എന്തിനാണ് ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തെ അമേരിക്ക ഡിസ്മാൻഡിൽ ചെയ്യുന്നത്? അതായത് ഗോൾഡും അമേരിക്കൻ ഡോളേഴ്സും പെഗ്ഡാണ്. അമേരിക്കയുടെ കയ്യിലുള്ള ഗോൾഡ് അനുസരിച്ച് അതിനെന്ത് ചെയ്യാം, ഡോളർ പ്രിന്റ് ചെയ്യാം. ബാക്കി രാജ്യങ്ങളുടെ ബേസിക് ആയിട്ടുള്ള റിസർവ് കറൻസി ആയിട്ട് അണ്ടർലൈങ് അസറ്റായിട്ട് ഉപയോഗിക്കുന്ന ഡോളറിനെയാണ്. പക്ഷെ ഇതിന് കാരണം വേറെ ഒന്നുമല്ല, ഇതിന് നമ്മൾ പറയുന്ന ഒരു പേരുണ്ട്, ട്രിഫിൻസ് ഡിലേമ. ട്രിഫിൻസ് ഡിലേമ വേറെ ഒന്നുമല്ല സ്റ്റുഡൻസ്, യൂറോപ്പിൽ വാറിന് ശേഷം സാമ്പത്തികമായിട്ട് അവർ വളരെ തകർന്നിരിക്കുകയാണ്. അവർക്ക് ഒത്തിരി അധികം പൈസ ആവശ്യമുണ്ട്. എന്തിനു വേണ്ടി? ഡെവലപ്മെൻറ്റിന് വേണ്ടി. ഈ ഡെവലപ്മെൻറ്റിന് വേണ്ടി അവർ ഉപയോഗിക്കുന്ന പൈസ ഏതായിരിക്കും? ഡോളറായിരിക്കും. അതുമാത്രമല്ല, അവർക്ക് അവരുടെ കറൻസി പ്രിന്റ് ചെയ്യണമെങ്കിൽ തന്നെ ഡോളറിൻ്റെ ഒരു റിസർവ് വേണം. കാരണം അണ്ടർലൈങ് അസറ്റായിട്ട് വരുന്നത് എന്താ? ഡോളറാണ്. അപ്പം അതുകൊണ്ട് ഡോളറിൻ്റെ ഡിമാൻഡ് ഓൾ ഓവർ വളരെ കൂടി. ഡോളർ വേണ്ടേ? അപ്പോൾ പ്രശ്നം വെച്ചാൽ യൂറോപ്പ് ഒത്തിരി അധികം ഡോളർ ഡിമാൻഡ് ചെയ്യുന്നു. അമേരിക്കയ്ക്ക് ഈ ഡോളർ കൊടുക്കാൻ പറ്റുന്നില്ല. കാരണം അമേരിക്കയുടെ കയ്യിൽ കുറേ ഗോൾഡ് ഉണ്ടെങ്കിലല്ലേ ഡോളർ അടിക്കാൻ പറ്റൂ. അപ്പോൾ അമേരിക്കയ്ക്ക് ഗോൾഡ് അത്രത്തോളം സ്വരൂപിക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. അമേരിക്ക ഇടയ്ക്ക് ചെറിയ ഉടായ്പ് കാണിച്ചു തുടങ്ങി. എന്ത്? അവൻ്റെ കയ്യിൽ ഉള്ള ഗോൾഡ് റിസർവിനെ കമ്പയർ ചെയ്ത് ഒത്തിരി അധികം അവൻ ഡോളർ പ്രിന്റ് ചെയ്ത് തുടങ്ങി. അതായത് അമേരിക്കയുടെ കയ്യിൽ ഡോളറിന് കൺട്രോൾ ചെയ്യുന്ന, ഡോളറിനെ പെഗ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗോൾഡ് അത്രയ്ക്ക് ഇല്ല. ഇപ്പോൾ 1000 ടൺ ഗോൾഡ് ഉണ്ടെങ്കിൽ ഇത്രയും ഡോളർ അടിക്കാം. പക്ഷെ അമേരിക്ക എന്ത് ചെയ്തു? 500 ടണ്ണ് വെച്ചിട്ട് തന്നെ കുറേ എക്സ്ട്രാ ഡോളർ അടിച്ചു. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ പറ്റിക്കുന്ന പരിപാടിയല്ലേ. അപ്പോൾ ഡോളറിൻ്റെ ഡിമാൻഡ് വളരെ കൂടി, ഗോൾഡിൻ്റെ അവൈലബിലിറ്റി കുറവാണ്. കാരണം ഗോൾഡ് ഒരു ലിമിറ്റഡ് റിസോഴ്സാണ്. അപ്പോൾ അമേരിക്ക എത്ര കടന്ന് നോക്കിയിട്ടും ആവശ്യത്തിന് ഗോൾഡ് സ്റ്റോക്ക് ചെയ്യാൻ ഇല്ല. അപ്പോൾ ഗോൾഡിൻ്റെ ബാക്കിംഗ് ഇല്ലാതെ വെറുതെ ഡോളർ അടിച്ചു കഴിഞ്ഞാൽ അതൊരു ഫ്രോഡല്ലേ. അപ്പോൾ അമേരിക്കയ്ക്ക് അങ്ങനെ ഒരു പ്രശ്നം വന്നു. യൂറോപ്പ് ഒത്തിരി അധികം ഡോളർ ഡിമാൻഡ് ചെയ്തു. അപ്പോൾ ഡോളറിൻ്റെ നീഡ് ഫുൾഫിൽ ചെയ്യണമെങ്കിൽ അമേരിക്കയുടെ കയ്യിൽ ഗോൾഡ് വേണം. കാരണം ഗോൾഡും ഡോളറും ആയിട്ടാണ് പെഗ്ഡ്. അപ്പോൾ ഗോൾഡ് കിട്ടാനില്ല. ഇതൊന്നാമത്തെ പ്രശ്നം. അത് മാത്രമല്ല, അമേരിക്ക ഒത്തിരി അധികം എന്ത് ചെയ്തു? ഡെവലപ്പ് ചെയ്തു. അപ്പോൾ ആൾക്കാർക്ക് സ്പെൻഡ് ചെയ്യാൻ കൂടുതൽ ഡോളർ വേണം. ഇതിനും എന്ത് വേണം? ഗോൾഡ് വേണം. ഗോൾഡ് കയ്യിലുണ്ടെങ്കിൽ അതനുസരിച്ച് ഡോളർ പ്രിന്റ് ചെയ്യാൻ പറ്റും. അമേരിക്കയുടെ കയ്യിൽ അത്രയും ഡോളർ ഇല്ല, ഗോൾഡ് ഇല്ല. അതുപോലെ യൂറോപ്പിലുള്ള രാജ്യങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലായി അമേരിക്കയുടെ കയ്യിൽ ഉള്ള ലെവൽ ഗോൾഡിനെക്കാട്ടി കൂടുതൽ അവർ ഡോളർ പ്രിന്റ് ചെയ്തു. മനസ്സിലായി? അപ്പോൾ അതൊരു ചെറിയ തട്ടിപ്പാണ്. അതായത് ഗോൾഡ് ഇത്രയ്ക്കുണ്ടെങ്കിൽ ഇത്രയും ഡോളർ പ്രിന്റ് ചെയ്യാം. പക്ഷെ ഇവരെന്താ ചെയ്തത്? കുറച്ച് ഗോൾഡ് കയ്യിലുണ്ടെങ്കിലും വെറുതെ ഡോളർ പ്രിന്റ് ചെയ്ത് തുടങ്ങി. ഇത് യൂറോപ്പുകാർക്ക് മനസ്സിലായപ്പോൾ അവരെന്ത് ചെയ്തു? അവരുടെ കയ്യിലിരിക്കുന്ന ഡോളർ എല്ലാം കൊടുത്തിട്ട് അവർ ഗോൾഡ് സ്വരൂപിച്ചു തുടങ്ങി. ഓക്കെ, ക്ലിയർ? അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കാരണമാണ് നമ്മുടെ നിക്സൺ പെട്ടെന്ന് എന്ത് ചെയ്തത്? ബ്രെട്ടൺ വുഡ് സിസ്റ്റത്തെ ഡിസ്മാൻഡിൽ ചെയ്തത്. സിമ്പിളായിട്ട് ചോദിച്ചാൽ ഡോളറിൻ്റെ ഡിമാൻഡ് വളരെയധികം കൂടി. അപ്പോൾ ഡോളർ പ്രിന്റ് ചെയ്യാൻ വേണ്ട ഗോൾഡ്, അപ്പോൾ ഗോൾഡിൻ്റെ വാല്യൂ അനുസരിച്ചേ ഡോളർ പ്രിന്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ കുറേ ഗോൾഡ് ഉണ്ടെങ്കിൽ കുറേ ഡോളർ പ്രിന്റ് ചെയ്യാൻ പറ്റും. അത്രയും ഗോൾഡ് അമേരിക്കയുടെ കയ്യിൽ കിട്ടുന്നില്ല അവർക്ക്. അപ്പോൾ ഈ സിസ്റ്റത്തെ കൊളാപ്സ് ചെയ്യിച്ചു കളഞ്ഞു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, ഓ ശരിയാണ്, പെട്രോ ഡോളറിൻ്റെ ആദ്യത്തെ ആസ്പെക്റ്റുകളാണ് നമ്മൾ പഠിച്ചത്. അത് നമ്മൾ വിചാരിക്കും ശരി, ഇനി അതോടെ അമേരിക്ക തീർന്നു. കാരണം ഇനിയിപ്പോൾ ഗോൾഡുമായിട്ട് പെഗ് ചെയ്ത് ഡോളർ അടിക്കാൻ പറ്റുന്നില്ല, ഡോളറിൻ്റെ കാര്യം തീരുമാനമായെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ അങ്ങനെയല്ല. അതിനുശേഷമാണ് 1973 USA സൗദിയുമായിട്ടൊരു എഗ്രിമെൻറ്റ് വരുന്നത്. ഇത് എന്താണ് ഈ എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ, ഇവിടെയാണ് പെട്രോ ഡോളർ സിസ്റ്റത്തിൻ്റെ ഒരു ഐഡിയ നമുക്ക് മനസ്സിലാവുന്നത്. ഇതനുസരിച്ച് അമേരിക്ക സൗദിയോടെയും ബാക്കി ഓയിൽ എക്സ്പോർട്ടിംഗ് രാജ്യങ്ങളോടെ ഒരു കാര്യം പറയുന്നു, ഇനി മുതൽ നിങ്ങൾ ഓയിൽ വിൽക്കുമ്പോൾ നിങ്ങൾ അമേരിക്കൻ കറൻസിയിലായിരിക്കണം ഓയിൽ വിൽക്കുന്നത്. സിമ്പിളായിട്ട് പറഞ്ഞാൽ സൗദിയുടെ കയ്യിൽ നിന്ന് ഇന്ത്യയോ റഷ്യയോ ആരോ ആയിക്കോട്ടെ, അവർ ഓയിൽ മേടിക്കണമെങ്കിൽ ഡോളറിൽ തന്നെ പേ ചെയ്യണം. അപ്പം നിങ്ങൾ മനസ്സിലാക്കണം, ഗോൾഡ് എന്ന് പറഞ്ഞ സിസ്റ്റം അവർ കട്ട് ചെയ്തു, പക്ഷേ ഓയിലും ഡോളറുമായിട്ട് അവർ കണക്ട് ചെയ്തു. ഇതാണ് പെട്രോ ഡോളർ സിസ്റ്റത്തിൻ്റെ ബേസ്. അപ്പോൾ ഇനി മുതൽ GCCയിലുള്ള ആ ഏരിയയിലുള്ള ഓയിൽ എക്സ്പോർട്ടിംഗ് കൺട്രികളുടെ കയ്യിൽ നിന്ന് ആരെങ്കിലും ഓയിൽ മേടിക്കണമെങ്കിൽ അവരെന്ത് കൊടുക്കേണ്ടി വരും? ഡോളർ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഓയിൽ മേടിക്കണമെങ്കിൽ ഡോളർ വേണം. അപ്പോൾ ഡോളറിൻ്റെ എഗെയിൻ ഡോളർ ബിക്കെയിം സ്ട്രോങ്. ഇനിയും ഈ ഡോളറിൻ്റെ ഒരു സൈക്കിൾ ഇവരിവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. വേറെ ഒന്നുമല്ല, ഓയിൽ എക്സ്പോർട്ടിംഗ് രാജ്യങ്ങൾ ബാക്കി രാജ്യങ്ങൾക്ക് ഓയിൽ എക്സ്പോർട്ട് ചെയ്യുന്നു. അതിന് പകരം അവർക്ക് എന്താ കിട്ടുന്നത്? അവർക്ക് ഡോളറാണ് കിട്ടുന്നത്. ഈ ഡോളർ അവർ എന്ത് ചെയ്യും? ഈ ഡോളർ അവർ സ്റ്റോക്കുകളിലും ഇൻഫ്രാസ്ട്രക്ചറിലും ഗ്ലോബൽ അസറ്റ്സിലും ഇൻവെസ്റ്റ് ചെയ്യും. ഇതിൽ ചില സ്റ്റോക്കുകൾ അമേരിക്കൻ സ്റ്റോക്ക് ആയിരിക്കും, ചില ഇൻഫ്രാസ്ട്രക്ചർ അമേരിക്കൻ ഇൻഫ്രാസ്ട്രക്ചർ ആയിരിക്കും, ചില അമേരിക്കൻ അസറ്റ്സിലും അവർ ഇൻവെസ്റ്റ് ചെയ്യും. അവിടെ മാത്രമല്ല വേറെ പലയിടത്തും ഇൻവെസ്റ്റ് ചെയ്യും, പക്ഷേ കൂടുതലും അമേരിക്ക തന്നെ. അപ്പം
ഈ അറബ് രാജ്യങ്ങൾ ഓയിൽ വിൽക്കുന്നു, അവർക്ക് ഡോളർ കിട്ടുന്നു. ആ ഡോളർ അവർ എവിടെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്? കുറച്ചൊക്കെ അമേരിക്കയിൽ തന്നെ. ബാക്കി അവരെന്ത് ചെയ്യും? അമേരിക്കയുടെ ട്രഷറി ബില്ലുകളും ബോണ്ടുകളും അവർ മേടിക്കും. ട്രഷറി ബില്ല് അല്ലെങ്കിൽ ബോണ്ട് എന്താ? ഒരു ഗവൺമെൻറ്റിന് ഇപ്പോൾ കുറച്ച് പൈസ വേണം, അവരെന്ത് ചെയ്യും? ഒരു ബോണ്ട് ഇറക്കും. എന്നിട്ട് നിങ്ങൾക്ക് ആ ബോണ്ട് പർച്ചേസ് ചെയ്യാം. പർച്ചേസ് ചെയ്യുമ്പോൾ ഗവൺമെൻറ് എന്ത് ചെയ്യും? നിങ്ങൾക്ക് ചെറിയൊരു ഇൻട്രസ്റ്റ് തരും. ഇതിനെയാണ് ബോണ്ട്. അപ്പോൾ ഗവൺമെൻറ്റുകൾക്ക് എപ്പോഴും കാശ് വേണമെങ്കിൽ അവരെന്ത് ചെയ്യും? ഇതുപോലെ ബോണ്ട് ഇഷ്യൂ ചെയ്യും. അപ്പോൾ നിങ്ങൾ കാശ് കൊടുത്തിട്ട് ആ ബോണ്ട് മേടിക്കും, ചെറിയൊരു ഇൻട്രസ്റ്റ് ആ ഗവൺമെൻറ് നിങ്ങൾക്ക് തരും. ഇതേ സിസ്റ്റം അമേരിക്കയുടെ. അപ്പോൾ അമേരിക്കയുടെ ബോണ്ട് ആരാ മേടിക്കുന്നത്? ഈ പറയുന്ന അറബ് രാജ്യങ്ങൾ. അപ്പം അമേരിക്കയുടെ ഡോളർ കറങ്ങി കറങ്ങി തിരിച്ച് അമേരിക്കയിലേക്ക് തന്നെ എത്തുന്ന ഒരവസ്ഥയാണ് ഈ പെട്രോ ഡോളർ സൈക്കിൾ. അതായത് ഗൾഫ് രാജ്യങ്ങൾ അവരുടെ ഓയിൽ ഡോളറിൽ വിൽക്കുന്നു, അവർക്ക് ഒത്തിരിയധികം ഡോളർ കിട്ടുന്നു. ഡോളർ അവരെടുത്ത് പല അസറ്റ്സിലും ഇൻവെസ്റ്റ് ചെയ്യുന്നു, കുറേയൊക്കെ അമേരിക്കയിൽ തന്നെ പോകുന്നു. ബാക്കി കുറച്ച് പൈസ അവർ അമേരിക്കയുടെ ട്രഷറി ബോണ്ടുകൾ മേടിക്കാൻ ചിലവാക്കുന്നു. അപ്പോൾ പുറത്തോട്ട് പോയ ഡോളർ തിരിച്ച് കറങ്ങി കറങ്ങി അമേരിക്കയിലേക്ക് തന്നെ എത്തുന്നു. ഇതിനെയാണ് നമ്മൾ പെട്രോ ഡോളർ സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് ഓയിൽ വിറ്റ് അറബ് സ്റ്റേറ്റുകളും ഓയിൽ പ്രൊഡ്യൂസിങ് സ്റ്റേറ്റ്സും അവർക്ക് കിട്ടുന്ന ഡോളറുകൾ അമേരിക്കയിലേക്ക് തന്നെ നിക്ഷേപിക്കുന്നു, അല്ലെങ്കിൽ അമേരിക്കയുടെ തന്നെ ട്രഷറി ബോണ്ടുകൾ മേടിക്കുന്നു. എന്തായാലും ഡോളർ തിരിച്ച് അമേരിക്കയിലേക്ക് എത്തും. അപ്പോൾ എപ്പോഴും അമേരിക്കയുടെ കൈ ഡോളർ വന്നുകൊണ്ടിരിക്കും. അണ്ടർസ്റ്റുഡ്? ഇതിനെയാണ് നമ്മൾ പെട്രോ ഡോളർ സിസ്റ്റം എന്ന് പറയുന്നത്. ഓയിൽ ഈസ് സോൾഡ് ആൻഡ് ഇറ്റ് ഈസ് പെയ്ഡ് ഇൻ US dollars. US dollars ആർ റീഇൻവെസ്റ്റഡ് ഇൻ US ട്രഷറീസ്. ഇതിനെയാണ് നമ്മൾ പെട്രോ ഡോളർ സിസ്റ്റം. ലാസ്റ്റ് ഒരു തവണ കൂടെ പറയാം. ഓയിൽ പ്രൊഡ്യൂസിങ് രാജ്യങ്ങൾ ഓയിൽ വിൽക്കുന്നു, ഓയിൽ ഡോളറിൽ മാത്രമേ വിൽക്കാൻ പറ്റൂ. അപ്പോൾ അവരുടെ കയ്യിൽ കുറേ അധികം ഡോളർ കിട്ടും. ആ ഡോളർ അവരെടുത്ത് അമേരിക്കൻ സിസ്റ്റത്തിലേക്ക് തന്നെ റീഇൻവെസ്റ്റ് ചെയ്യുന്നു. ഒന്നുകിൽ അമേരിക്കൻ സ്റ്റോക്സിലോ അസറ്റ്സിലോ ഇൻവെസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു വലിയ ഭൂരിഭാഗം അവരെവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നു? അമേരിക്കയുടെ ട്രഷറി ബോണ്ട് മേടിക്കാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അതിന് ചെറിയൊരു ഇൻട്രസ്റ്റ് അമേരിക്ക അവർക്ക് കൊടുക്കും. ക്ലിയർ? ദിസ് ഇസ് വാട്ട് ഇസ് കോൾഡ് ആസ് പെട്രോ ഡോളർ. അപ്പോൾ ഓയിലും അമേരിക്കയുടെ ഡോളറുമായിട്ട് ലിങ്ക് ആവുന്നു. ഗോൾഡ് പോകണമെങ്കിൽ പോട്ടെ, ഓയിൽ മേടിക്കണമെങ്കിൽ ഡോളർ വേണ്ട ഒരവസ്ഥയിലേക്ക് എത്തി. അപ്പോൾ ഡോളർ പിന്നെ എന്തായി? സ്ട്രോങ് ആയി. ഓക്കെ, ഇപ്പോൾ ഇവിടെ കാണാം, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഇഷ്യൂസ് ഡോളേഴ്സ്, പ്രൊവൈഡ് സേഫ് ഇൻവെസ്റ്റ്മെന്റ് മാർക്കറ്റ് ആൻഡ് കൺട്രോൾസ് ദ സൈക്കിൾ. ഓയിൽ റിച്ച് കൺട്രീസ് അക്സെപ്റ്റ്സ് ഡോളേഴ്സ് ഫോർ ഓയിൽ, ഇൻവെസ്റ്റ് റവന്യൂസ് ആൻഡ് എനേബിൾസ് ദ സിസ്റ്റം. ഓക്കെ, ഇതിനെല്ലാം നിയന്ത്രിക്കാൻ പിന്നെ സെൻട്രൽ ബാങ്കുകളും ഉണ്ടാവും. അപ്പോൾ ഇതാണ് പെട്രോ ഡോളർ സിസ്റ്റം. ജസ്റ്റ് എ സെക്കൻഡ്. ഇനി അമേരിക്ക ഒരു വലിയ സ്കാം നടത്തുന്നു എന്ന് ചിലർ പറയും. ഇതിനെയാണ് എന്ത് പറയുന്നത്? അമേരിക്കയുടെ ട്രഷറി സിസ്റ്റം ഒരു സ്കാം ആണെന്ന് പലരും പറയും. ഇതൊന്ന് ശ്രദ്ധിച്ച് കേട്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ സിസ്റ്റം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ അമേരിക്കയുടെ ഡെപ്റ്റ്, കടം, അതൊരു സ്കാം ആയിട്ട് അവർ ഉപയോഗിക്കുന്നു എന്നാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അതെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണം. അമേരിക്കയുടെ കയ്യിൽ നിന്ന് ഞാൻ പറഞ്ഞു, പല ആൾക്കാരും, പല ഇൻഡിവിജ്വൽ പേഴ്സൺസ് ആയിക്കോട്ടെ, ഓർഗനൈസേഷൻസ് ആയിക്കോട്ടെ, അമേരിക്കയുടെ ട്രഷറി ബില്ല് മേടിക്കും. ഇപ്പോൾ ട്രഷറി ബില്ല് മേടിക്കുമ്പോൾ അമേരിക്കയ്ക്ക് എന്ത് ചെയ്യണം? അമേരിക്കയ്ക്ക് അവർക്ക് അതിൻ്റെ ഇൻട്രസ്റ്റ് കൊടുക്കണം, അതിൻ്റെ പ്രിൻസിപ്പളും തിരിച്ചു കൊടുക്കണം. അപ്പം US ട്രഷറി ഇഷ്യൂസ് ന്യൂ സെക്യൂരിറ്റീസ്, T ബിൽസ് ആയിക്കോട്ടെ, നോട്ട്സ് ആയിക്കോട്ടെ, ബോൺസ് ആയിക്കോട്ടെ, ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് അമേരിക്ക കാശ് മേടിക്കും. തിരിച്ച് അവർക്ക് എന്ത് കൊടുക്കാമെന്ന് പറയും? ഒരു ചെറിയ ഒരു ഇൻട്രസ്റ്റ് കൊടുക്കാമെന്ന് പറയും. ഓക്കെ, ഇൻവെസ്റ്റേഴ്സ് പേ ദ US ഗവൺമെൻറ് വിത്ത് ക്യാഷ്. അതായത് അമേരിക്കയുടെ ട്രഷറി ബോണ്ട് മേടിക്കുമ്പോൾ എന്തായാലും ഇൻവെസ്റ്റ് ചെയ്യുന്നവർ ക്യാഷ് കൊടുക്കണം. അപ്പോൾ ഡോളർ തിരിച്ച് നമ്മൾ കൊടുത്തിട്ടാണ് ഈ ബോണ്ട് തരുന്നത്. ബോണ്ട് നമുക്ക് കുറച്ച് കാലം കഴിഞ്ഞ് അതിൻ്റെ ഇൻട്രസ്റ്റ് കിട്ടും. അപ്പോൾ എന്തുകൊണ്ട് US-ന്റെ നാഷണൽ ഡെപ്റ്റിനെ ഒരു പോൺസി സ്കീം എന്ന് ചിലർ വിളിക്കുന്നു? ഇതിൻ്റെ ഒരു കാരണം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞു, US ഗവൺമെൻറ്റിന് എപ്പോഴെങ്കിലും പൈസ വേണമെങ്കിൽ അവൻ എന്ത് ചെയ്യും? അവനൊരു ട്രഷറി ബോണ്ട്, അത് T ബിൽസ് ആയിക്കോട്ടെ, നോട്ട്സ് ആയിക്കോട്ടെ, ബോൺസ് ആയിക്കോട്ടെ, ഇഷ്യൂ ചെയ്യും. ഇൻവെസ്റ്റേഴ്സ് ആയിട്ടെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അമേരിക്കയ്ക്ക് ഡോളർ തന്നെ കൊടുക്കണം. ഡോളർ കൊടുക്കുമ്പോൾ അവൻ നമുക്ക് എന്ത് തരും? അവൻ്റെ ട്രഷറി ബില്ല് തരും. കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മളത് മെച്യൂർ ആകുമ്പോൾ അവൻ നമുക്ക് ഇൻട്രസ്റ്റും തരണം, അതുപോലെ പ്രിൻസിപ്പളും തിരിച്ചു തരണം. ഇനി അമേരിക്കയുടെ നാഷണൽ ഡെപ്റ്റ് എങ്ങനെയാണ് ഒരു പോൺസി സ്കീം ആവുന്നതെന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. അമേരിക്കൻ ഗവൺമെൻറ്റിന് എപ്പോഴെങ്കിലും പൈസ ആവശ്യമുണ്ടെങ്കിൽ അവൻ എന്ത് ചെയ്യും? അവൻ്റെ ട്രഷറി ബില്ലുകൾ ഇഷ്യൂ ചെയ്യും. അത് ബില്ലാവാം, ബോണ്ടാവാം, അവൻ്റെ ട്രഷറിയുടെ പല രീതിയിലുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ആവാം. അപ്പോൾ അവന് പൈസ വേണം, അവൻ ബോണ്ട് ഇഷ്യൂ ചെയ്യും. നമ്മൾ ഇൻവെസ്റ്റേഴ്സ് എന്ത് ചെയ്യും? അമേരിക്കൻ ഗവൺമെൻറ്റിന് ഡോളർ തന്നെ കൊടുക്കും. ഡോളർ തന്നെ കൊടുത്തിട്ടാണല്ലോ നമ്മൾ ഈ ട്രഷറി ബില്ല് മേടിക്കുന്നത്. അപ്പോൾ അമേരിക്കൻസ് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? അമേരിക്കൻ ഗവൺമെൻറ് നമുക്ക് ചെറിയൊരു ഇൻട്രസ്റ്റ് പേ ചെയ്യേണ്ടി വരും. വളരെ ചെറിയ ഇൻട്രസ്റ്റ് ആയിരിക്കും. പിന്നെ നമ്മുടെ എൻറ്റയർ ബോണ്ട് അല്ലെങ്കിൽ ബില്ല് മെച്യൂർ ആകുമ്പോൾ പ്രിൻസിപ്പളും തിരിച്ചു തരണം. ഇത് ഈ ഒരു ഐഡിയയിലാണ് നമ്മൾ കാശ് കൊടുത്ത് അമേരിക്കൻ ഗവൺമെൻറ് കയ്യിൽ നിന്ന് ഈ ബോണ്ട് മേടിക്കുന്നത്. പക്ഷെ എന്താ നടക്കുന്നത്?
പൈസയ്ക്ക് വേണ്ടി അമേരിക്കൻ ഗവൺമെന്റ് അവരുടെ ട്രഷറി സെക്യൂരിറ്റികൾ ഇഷ്യൂ ചെയ്യുന്നു, നമ്മൾ കാശ് കൊടുത്ത് ഇൻവെസ്റ്റേഴ്സ് പേ ദ US ഗവൺമെന്റ് വിത്ത് ക്യാഷ്. ഇനി കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മുടെ ബോണ്ട് മെച്യൂർ ആവുമല്ലോ. അപ്പോൾ അമേരിക്കയ്ക്ക് എന്ത് ചെയ്യണം? നമ്മുടെ പൈസ തിരിച്ചു തരണം. അപ്പോൾ ടു പേ ഓൾ ഡെപ്റ്റ് ഗവൺമെന്റ് യൂസസ് ദ ക്യാഷ് ടു പേ ദ ഇൻട്രസ്റ്റ് ആൻഡ് പ്രിൻസിപ്പൽ ഓൺ മെച്യൂറിംഗ് ഡെപ്റ്റ്. അപ്പം എന്തായാലും കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്ക് തിരിച്ച് പൈസ തരണം. പക്ഷെ അതിനുവേണ്ടി US ഗവൺമെന്റ് എന്താ ചെയ്യുന്നത്? അവൻ പുതിയ ബോണ്ട് അടിക്കും. ബോണ്ട് അടിച്ചു കഴിയുമ്പോൾ പുതിയ ആൾക്കാർ, പുതിയ ഇൻവെസ്റ്റേഴ്സ് വരത്തില്ലേ? പുതിയ ഇൻവെസ്റ്റേഴ്സിന്റെ കാശ് എടുത്തിട്ട് പഴയ ഇൻവെസ്റ്റേഴ്സിന്റെ കാശ് തിരിച്ചു കൊടുക്കും. അപ്പോൾ ഇതൊരു സിസ്റ്റമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, US കുറച്ച് ക്യാഷ് വേണം, അവൻ ട്രഷറി ബില്ല് അടിക്കുന്നു. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അവന് പൈസ കൊടുത്തിട്ട് അവൻ്റെ ട്രഷറി ബില്ല് മേടിക്കുന്നു. അവൻ ചെറിയൊരു ഇൻട്രസ്റ്റ് നമുക്ക് തരും. കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മുടെ ബില്ല് മെച്യൂർ ആവും. അപ്പോൾ ഫുൾ എമൗണ്ട് തിരിച്ചു തരണം. അമേരിക്ക എന്ത് ചെയ്യും? ആ പൈസ തിരിച്ചു വരാൻ വേണ്ടി പുതിയ ബോണ്ട് ഇഷ്യൂ ചെയ്യും. അപ്പോൾ വേറെ ആരെങ്കിലും അമേരിക്കയുടെ കയ്യിൽ നിന്ന് ബോണ്ട് മേടിക്കും, ആ കാശ് എടുത്ത് നമുക്ക് തരും. ഇനി കുറച്ച് നാൾ കഴിയുമ്പോൾ അവൻ്റെ ട്രഷറി ബില്ല് മെച്യൂർ ആവും. അപ്പോൾ അമേരിക്ക എന്ത് ചെയ്യും? അവൻ്റെ പൈസ കൊടുക്കാൻ വേണ്ടി കുറച്ചുകൂടെ ബോണ്ട് ഇറക്കും. അപ്പോൾ വേറെ ആരെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യും, ആ പൈസ എടുത്ത് ആ പറയുന്ന ക്രെഡിറ്ററിന് കൊടുക്കും. ഈ ഒരു സിസ്റ്റമാണ്. അപ്പോൾ പൈസയ്ക്ക് വേണ്ടി അമേരിക്ക ബോണ്ട് ഇറക്കുന്നു, അത് ആരെങ്കിലും മേടിക്കുന്നു. അത് മെച്യൂർ ആവുന്ന സമയം കൊണ്ട് അമേരിക്ക വേറെ ബോണ്ട് ഇഷ്യൂ ചെയ്യും, അത് വേറെ ആരെങ്കിലും മേടിക്കും, അവൻ്റെ കയ്യിലുള്ള പൈസ എടുത്ത് ഇവന് കൊടുക്കും. ഈ സിസ്റ്റമാണ് എന്ത്? US നാഷണൽ ഡെപ്റ്റിൻ്റെ സിസ്റ്റം. ഇതിൻ്റെ ഒരു കരുത്ത് എന്താണെന്ന് അറിയാം അമേരിക്ക ഇങ്ങനെ ചെയ്യാൻ? എപ്പോഴും അവൻ്റെ ട്രഷറി ബോണ്ട് ആരെങ്കിലും മേടിക്കുമോ എന്നുള്ളൊരു വിശ്വാസമാണ്. ഈ വിശ്വാസത്തിന് ഒരു കാരണം എന്താ? ഈ GCCയും പെട്രോ ഡോളറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന രാജ്യങ്ങളെല്ലാം എന്ത് ചെയ്യും? അവർ ഈ ഓയിൽ വിറ്റുണ്ടാക്കുന്ന കാശ് കുറേയൊക്കെ ഉറപ്പായിട്ടും ട്രഷറി ബോണ്ടിൽ നിക്ഷേപിക്കും എന്നുള്ളൊരു ഐഡിയ ആണ്. ഇനിയിപ്പോൾ ആരും ഈ ട്രഷറി ബോണ്ട് മേടിച്ചില്ലെങ്കിൽ US സിസ്റ്റം തന്നെ കൊളാപ്സ് ആവും. അവൻ ചെയ്യുന്നത് എന്താ? എനിക്ക് കാശ് വേണം, അതിനുവേണ്ടി ഞാൻ ബോണ്ട് ഇറക്കും. ബോണ്ട് ഇറക്കുമ്പോൾ നമ്മളെപ്പോലുള്ള ഇൻവെസ്റ്റേഴ്സ് പോയി ബോണ്ട് മേടിക്കും. നമുക്ക് കുറച്ച് ഇൻട്രസ്റ്റും കിട്ടും, നമ്മുടെ ബോണ്ട് മെച്യൂർ ആകുമ്പോൾ തിരിച്ചു തരണം. പക്ഷേ അമേരിക്ക എന്ത് ചെയ്യും? നമ്മുടെ ബോണ്ട് മെച്യൂർ ആകുമ്പോൾ എന്ത് ചെയ്യും? അവൻ കുറച്ച് വേറെ പുതിയ ബോണ്ട് കൂടെ അടിക്കും. അപ്പോൾ ആ ബോണ്ടിൽ ആരെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യും, അവരുടെ പൈസ എടുത്ത് നമുക്ക് തരും. ഈ സൈക്കിള് റിപ്പീറ്റ് ആയിക്കൊണ്ടേയിരിക്കും. പക്ഷേ ഈ സൈക്കിളിൻ്റെ ഡേഞ്ചർ എന്താ? എന്നെങ്കിലും അമേരിക്കൻ ബോണ്ട് മാർക്കറ്റിൽ ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യാതെ അമേരിക്കയുടെ ട്രഷറി ബില്ല് ആരും മേടിക്കാതിരുന്നു കഴിഞ്ഞാൽ അതോടെ ഈ സിസ്റ്റം കൊളാപ്സ് ചെയ്യും. കാരണം പഴയ ഡെപ്റ്റ് തീർക്കാൻ പുതിയ ഡെപ്റ്റ് ഇഷ്യൂ ചെയ്യുന്ന പരിപാടി ചെയ്തു. അത് അമേരിക്കയ്ക്ക് വലിയൊരു ടെൻഷനാണ്. അപ്പം ഈ ഒരു സൈക്കിൾ ഉണ്ടെങ്കിൽ അമേരിക്കയുടെ കട ഒരിക്കലും ഡെപ്റ്റ് എന്ത് ചെയ്യില്ല, ഒരിക്കലും ഷ്രിങ്ക് ചെയ്യില്ല. ന്യൂ ഡെപ്റ്റ് റീപ്ലേസസ് ദ ഓൾഡ് ഡെപ്റ്റ്. ഓക്കെ, ഈ സൈക്കിൾ എന്ന് റിപ്പീറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കും. ഇറ്റ് റിപ്പീറ്റ്സ് ഫോർ എവർ. ഇതിനെ ഒരു പോൺസി സ്കീം എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താ? ഇറ്റ് റിലേസ് ഓൺ ന്യൂ ബോറോയിങ്സ് ടു പേ ഓൾഡ് ഒബ്ലിഗേഷൻസ്. ഒരാളുടെ കടം തീർക്കാൻ വേറെ ബോണ്ട് ഇറക്കുന്നു, ആ പൈസ എടുത്ത് അയാളുടെ കടം തീർക്കുന്നു. ഈ സൈക്കിൾ റിപ്പീറ്റ് ചെയ്യുന്നു. ഡസ് നോട്ട് ജനറേറ്റ് എനി റിയൽ റിട്ടേൺസ്, ഗ്രോസ് എക്സ്പോണൻഷ്യലി ആൻഡ് ഇസ് അൺസസ്റ്റൈനബിൾ. കാരണം എന്താ? ഇതൊരു ചീട്ടുകൊട്ടാരം പോലെ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കും. എന്നെങ്കിലും ആൾക്കാർ US ട്രഷറി ബില്ല് പർച്ചേസ് ചെയ്യൽ നിർത്തിയാൽ പഴയ കടം തീർക്കാൻ വേറെ മാർഗ്ഗമില്ലാതാവാം. ഇപ്പോൾ US എന്താ ഈ ധൈര്യത്തിൽ ഇത് ഇഷ്യൂ ചെയ്യുന്നത്? അവൻ ഉറപ്പാണ് എൻ്റെ ഡോളറാണ് ലോകത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറൻസി. ലോകത്തിൻ്റെ ട്രേഡിൽ വലിയൊരു ശതമാനം എൻ്റെ ഡോളറും കൊണ്ടാണ് നടക്കുന്നത്. എൻ്റെ ഡോളർ ഉപയോഗിച്ച് എന്നും GCC രാജ്യങ്ങളും അതുപോലെ ഓയിൽ രാജ്യങ്ങളും എൻ്റെ ട്രഷറി ബില്ലും വാങ്ങും. ഈ ധൈര്യത്തിലായിരിക്കുന്നത്. ഈ സിസ്റ്റം കൊളാപ്സ് ആയ അമേരിക്കയും കൊളാപ്സ് ആവും. ഇതിനെയാണ് അമേരിക്കയുടെ നാഷണൽ ഡെപ്റ്റിലെ പ്രശ്നമെന്ന് ഞാൻ പറയുന്നു. ക്ലിയർ? അപ്പം ഇത് മനസ്സിലായിരിക്കും, ഇത് രണ്ടും കണക്റ്റഡ് ആണ്. ഓക്കെ, ഇത് ഞാൻ പറഞ്ഞു തന്ന കാര്യമാണ്. അപ്പം നമുക്ക് ഈ US എങ്ങനെയാണ് സ്വന്തം കടം ഒരിക്കലും അത് എവർഗ്രീൻ ആയിട്ട് പൊക്കോണ്ടിരിക്കുന്നത്, US പെടാതിരിക്കുന്നതിൻ്റെ കാരണവും ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ രണ്ട് കോൺസെപ്റ്റോടെ ഞാൻ ഒന്നുകൂടെ ലിങ്ക് ചെയ്ത് തരാം. ഓയിൽ റിച്ച് രാജ്യങ്ങൾ അവരുടെ ഓയിൽ വിൽക്കുന്നു, അവർക്ക് എന്താ കിട്ടുന്നത്? ഡോളറാണ് കിട്ടുന്നത്. ആ ഡോളർ അവർ തിരിച്ചെടുത്ത് എങ്ങോട്ട് തന്നെ ഇൻവെസ്റ്റ് ചെയ്യും? കുറേയൊക്കെ അമേരിക്കയിലേക്ക് തന്നെ ഇൻവെസ്റ്റ് ചെയ്യും. അത് അമേരിക്കൻ അസറ്റ്സിലോ അല്ലെങ്കിൽ അമേരിക്കൻ ഇൻഡസ്ട്രീസിലോ എന്തോ ആയിക്കോട്ടെ. പിന്നെ ഒരു വലിയ ശതമാനം അവർ എന്തിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്? അമേരിക്ക ഇറക്കുന്ന ബോണ്ട് പർച്ചേസ് ചെയ്യുക. അപ്പോൾ അമേരിക്കയുടെ കയ്യിൽ എപ്പോഴും ഈ പെട്രോ ഡോളർ രാജ്യങ്ങളുടെ കയ്യിൽ നിന്ന്, ഓയിൽ പ്രൊഡ്യൂസിങ് രാജ്യങ്ങളുടെ കയ്യിൽ നിന്ന് ഡോളർ അമേരിക്കയിലേക്ക് തന്നെ തിരിച്ചെത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ അമേരിക്ക എന്ത് ചെയ്യും? ആ ഡോളർ സ്വീകരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അമേരിക്കയ്ക്ക് എപ്പോഴെങ്കിലും കാശ് വേണമെങ്കിൽ അവൻ ഈ ബോണ്ട് ഇറക്കും. അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് അതൊന്ന് മേടിക്കും. ഇൻവെസ്റ്റേഴ്സിൻ്റെ പൈസ തിരിച്ചു കൊടുക്കേണ്ട സമയമാകുമ്പോൾ അമേരിക്ക പിന്നെയും പുതിയ ബോണ്ട് ഇറക്കും. എന്നിട്ട് പുതിയ ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കാശ് മേടിക്കും, പഴയ ഇൻവെസ്റ്റേഴ്സിനെ സെറ്റിൽ ചെയ്ത് വിടും. ഈ സിസ്റ്റമാണ് ഇതിൻ്റെ പ്രശ്നം. അമേരിക്കയുടെ ട്രഷറി ബോണ്ടിൽ ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യാതിരുന്ന് തുടങ്ങിയാൽ പണി കിട്ടും. ഈ പേടി അമേരിക്കയ്ക്ക് ഇപ്പോൾ ഉണ്ട്. അത് എന്തുകൊണ്ട് വരുന്നു എന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പം അമേരിക്കയുടെ മോണിറ്ററി സിസ്റ്റം എങ്ങനെയാണ് റൺ ചെയ്യുന്നതും അത് എങ്ങനെയാണ് പവർഫുൾ ആവുന്നതെന്നും നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഒന്നെന്ന് പറഞ്ഞാൽ ഡോളറും ഓയിലും ലിങ്ക്ഡ് ആണ്, അതുപോലെ ഈ ട്രഷറി ബോണ്ടിൻ്റെ ഒരു കരുത്ത്. ഇനി നമുക്ക് ആ കാര്യങ്ങളെല്ലാം മാറ്റി വെച്ചിട്ട് നമുക്ക് 1940s വരാം. ഞാൻ പറഞ്ഞു 1940s തൊട്ട് ആരാ എക്കണോമിക് പവർ?
അമേരിക്ക. ആരാണ് മിലിറ്ററി പവർ എന്ന് ചോദിച്ചാൽ USSRും അന്നൊരു മിലിറ്ററി പവറാണ്. അപ്പോൾ 1940കളുടെ ഒരു എൻഡ് തൊട്ട് 1990 വരെ, അതിൻ്റെ തുടക്കം വരെയും ലോകത്ത് എന്താ സംഭവിച്ച സ്റ്റുഡൻസ്? കോൾഡ് വാർ സംഭവിച്ചു. കോൾഡ് വാർ എന്ന് പറഞ്ഞാൽ അതിനകത്ത് രണ്ട് ശക്തികൾ തമ്മിലുള്ള ക്ലാഷ് ആയിരുന്നു. ഒന്ന് ക്യാപിറ്റലിസ്റ്റ് ശക്തികളും ഒന്ന് കമ്മ്യൂണിസ്റ്റ് ശക്തികളും. ക്യാപിറ്റലിസ്റ്റ് ശക്തികളുടെ ലീഡറാണ് ആര്? അമേരിക്ക. കമ്മ്യൂണിസ്റ്റ് ശക്തികളുടെ ലീഡറായിരുന്നു USSR. ചൈനയും കമ്മ്യൂണിസ്റ്റ് ശക്തികളാണ്. അപ്പോൾ ഇവർ തമ്മിൽ എന്ത് ചെയ്തു? ഒരു കോൾഡ് വാറിൽ ഏർപ്പെട്ടു. കോൾഡ് വാർ എന്ന് എന്താ ഇതിനെ വിളിക്കാൻ കാരണം? ഹോട്ട് വാർ എന്ന് പറഞ്ഞാൽ രണ്ടുപേരും ഡയറക്റ്റ്ലി കൂട്ടിമുട്ടിയാൽ ഹോട്ട് വാർ എന്ന് പറയും. കോൾഡ് വാർ എന്ന് പറഞ്ഞാൽ ഇവർ ഡയറക്റ്റ്ലി എന്ത് ചെയ്യുന്നില്ല, കൂട്ടിമുട്ടുന്നില്ല. ഇവർ പ്രോക്സി വാർ കളിക്കുന്നു, പരസ്പരം പാര വയ്ക്കുന്നു, എപ്പോൾ വേണമെങ്കിലും യുദ്ധം പൊട്ടാന്നുള്ളൊരവസ്ഥ. ഇതിനെയാണ് കോൾഡ് വാർ എന്ന് പറയുന്നത്. പല സ്ഥലത്തും ഇവരെന്ത് ചെയ്തു? നേരിട്ടല്ലാതെ പരസ്പരം ഫൈറ്റ് ചെയ്തു. ഒരു എക്സാമ്പിളാണ് അഫ്ഗാനിസ്ഥാൻ. അഫ്ഗാനിസ്ഥാനിൽ സോവിയറ്റ് റഷ്യ ഇൻവേഡ് ചെയ്ത് 79-ൽ അവർ അഫ്ഗാനിസ്ഥാനിൽ കയറി. അവരെ തുരത്താൻ വേണ്ടിയാണ് അമേരിക്ക മുജാഹിദീനുകളെ ക്രിയേറ്റ് ചെയ്തത്. ഈ മുജാഹിദീനുകളിൽ നിന്നാണ് ഇന്ന് കാണുന്ന അൽഖയ്ദയും താലിബാനും എല്ലാം പിന്നീട് ഉടലെടുത്തത്. അപ്പം റഷ്യ ഓടിക്കാൻ വേണ്ടിയാണ് അഫ്ഗാനിസ്ഥാനിൽ അമേരിക്ക മുജാഹിദീനുകളെ ക്രിയേറ്റ് ചെയ്ത് വെച്ചത്. അത് പിന്നീട് അവർക്ക് തന്നെ തലവേദനയായി. അപ്പോൾ ഈ യുദ്ധത്തിൽ USSR പുറമോട്ട് പോകേണ്ടി വന്നു. റഷ്യ സോവിയറ്റ് പട്ടാളം അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നു. ഇനി വേറെ ഒരു ഐഡിയ വിയറ്റ്നാമിലായിരുന്നു. വിയറ്റ്നാമിൽ കമ്മ്യൂണിസ്റ്റ് സപ്പോർട്ടുള്ള ഹോച്ചിമിനെതിരെ അമേരിക്ക ഫൈറ്റ് ചെയ്തു. പക്ഷേ വിയറ്റ്നാമിൽ നിന്ന് നാണം കെട്ട് അമേരിക്കയ്ക്ക് ഇറങ്ങേണ്ടി വന്നു. അമേരിക്ക തോറ്റു ഇവിടെ. ഇനി വേറൊരു സൈഡായിരുന്നു കൊറിയ. കൊറിയയിൽ കമ്മ്യൂണിസവും ക്യാപിറ്റലിസവും തമ്മിൽ പ്രശ്നം. സദേൺ റീജിയണിനെ അമേരിക്ക സപ്പോർട്ട് ചെയ്തു, നോർത്തേൺ റീജിയണിനെ കമ്മ്യൂണിസ്റ്റ് ബ്ലോക്കുകൾ സപ്പോർട്ട് ചെയ്തു. അവസാനം എന്തായി? കൊറിയ രണ്ടായിട്ട് മുറിഞ്ഞു. നോർത്തിൽ ഇപ്പോൾ കിം ജോങ് ഉൻ ആണുള്ളത്. അദ്ദേഹത്തിൻ്റെ പിന്മുറക്കാരാണ് ഇതിനു മുമ്പ് ഭരിച്ചിരുന്നത്. അവർ കമ്മ്യൂണിസ്റ്റാണ്. സൗത്ത് കൊറിയ ക്യാപിറ്റലിസ്റ്റാണ്. അപ്പോൾ ഈ കോൾഡ് വാർ അവസാനം എന്ത് ചെയ്തു? യൂറോപ്പിൻ്റെ നടുക്ക് ഒരു കർട്ടൻ ഇട്ട പോലായി. ഈ ഒരു ഭാഗം മൊത്തം USSR ചൈന ഇൻഫ്ലുവൻസ്, ഈ ഭാഗത്ത് മൊത്തം ക്യാപിറ്റലിസത്തിൻ്റെ ഇൻഫ്ലുവൻസ്. ഇന്ത്യ ആ സമയത്ത് നോൺ അലൈൻഡ് മൂവ്മെൻ്റ് ആയിരുന്നു. അവിടെ ഇല്ല, ഇവിടെ ഇല്ല, ഞങ്ങളൊരു ക്യാമ്പിലില്ലെന്ന് പറഞ്ഞ് ഇന്ത്യ നോൺ അലൈൻഡ് ആയിട്ട് നിന്നു. ഓക്കെ, ഇനി 91-ൽ എന്ത് പറ്റി? 90-കളായപ്പോഴത്തേക്ക് ഓക്കെ അവസാനം USSR കൊളാപ്സ് ചെയ്തു. USSR കൊളാപ്സ്ഡ്. ഇതോടെ ചിലർ പറയുന്നത് ഇത്രയും കാലം വേൾഡിൻ്റെ അവസ്ഥ എന്തായിരുന്നു അറിയോ? ബൈപോളാർ വേൾഡാണ്. ലോകത്ത് രണ്ട് വൻ ശക്തികൾ. ആരാ 90 വരെ? ഒന്ന് USSRും ഒന്ന് USA. രണ്ട് ശക്തികൾ. 91-ൽ USSR വീണു. ഇനി ലോകത്ത് ഒരു ശക്തിയുള്ളൂ. ആരായിരിക്കും? വേൾഡ് ബിക്കേം യൂണിപോളാർ. ലോകം മൊത്തം ആറ് ശക്തിയാ. അമേരിക്കയാണ് കൺട്രോൾ. കാരണം സോവിയറ്റ് റഷ്യ വീണു. അപ്പം നമുക്കൊരു ഫേമസ് ആയിട്ടുള്ള ഓതറുണ്ട്, ഫ്രാൻസിസ് ഫുക്കുയാമ. ഇദ്ദേഹം എന്താ പറഞ്ഞത്? ഫ്രാൻസിസ് ഫുക്കുയാമ എന്താ പറഞ്ഞത്? ദിസ് ഇസ് ദ എൻഡ് ഓഫ് ഹിസ്റ്ററി. ചരിത്രം അവസാനിച്ചിരിക്കുന്നു. അതെന്താ അങ്ങനെ ചരിത്രം അവസാനിച്ചു എന്ന് പറയാൻ കാരണം? USSR പോയി, കമ്മ്യൂണിസ്റ്റ് ഐഡിയ തോറ്റു, ക്യാപിറ്റലിസം ജയിച്ചു, അമേരിക്ക ജയിച്ചു. ഇനി ലോകത്തെ ആര് ഭരിക്കും? അമേരിക്ക ഭരിക്കും. അപ്പം ഞാൻ പറഞ്ഞു 1940-ന്റെ എൻഡ് തൊട്ട് 90-ന്റെ തുടക്കം വരെ 1990 വരെ കോൾഡ് വാർ ആണ്. ലോകത്ത് രണ്ട് ശക്തികളുണ്ട്. ആരാ? USSRും USA. 91-ൽ USSR തകർന്നു. ഇനി ആര് മാത്രമേ ഉള്ളൂ? ഒരു ശക്തി. 91 തൊട്ട് USA ആണ് മേജർ പവർ. അവൻ ഈ ഡോളറിൻ്റെ കരുത്തും കൂടെ ഉണ്ട്. അവൻ ആ സമയത്ത് ഇന്ത്യയും കുറേ ദ്രോഹിച്ചിരുന്നു. കാരണം US-ന് ഒരു ഐഡിയ ഉണ്ട്, എൻ്റെ മുകളിൽ ആര് കയറിയാലും ഞാൻ ചെക്ക് വയ്ക്കും, ആരും അങ്ങനെ വളരണ്ട. ആ ഒരു ഐഡിയ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ സ്പേസ് പ്രോഗ്രാമിനെ അവൻ സബോട്ടേജ് ചെയ്തത്. നമുക്ക് ക്രയോജനിക് ടെക്നോളജി പഴയ റഷ്യ തരാമെന്ന് പറഞ്ഞതാണ്. പക്ഷേ USSR വിലങ്ങുതടി വെച്ചു. നമ്മുടെ സ്പേസ് പ്രോഗ്രാം ഒരു 20 വർഷത്തോളം പുറമോട്ട് പോയി. ചിലർ പറയുന്ന നമ്പി നാരായൺ കേസൊക്കെ CIA ഉണ്ടാക്കിയതാണ്. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ സയൻറ്റിസ്റ്റുകളെ കാണാതെ പോകുന്നുണ്ട്, അവർക്ക് ദുരൂഹസാധ്യത കൊല്ലപ്പെടുന്നു. അത് അമേരിക്ക ചെയ്താണെന്ന് എനിക്ക് ഉറപ്പില്ല, എന്നാലും അങ്ങനെ ഒരു തിയറി ഉണ്ട്. അതുപോലെ നമുക്ക് സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ ടെക്നോളജി, ബേസ് ടെക്നോളജിയും റഷ്യ തരാമെന്ന് പറഞ്ഞതാണ്. ആരാ തടഞ്ഞത്? ഇതേ അമേരിക്ക. ക്ലിയർ? ഇപ്പം അമേരിക്കയ്ക്ക് വേറെ പവേഴ്സിനെ ആവശ്യമില്ല. ആ സമയത്ത് അമേരിക്ക വാസ് എക്സ്ട്രീംലി പവർഫുൾ. പക്ഷേ പയ്യെ ലോകം മാറിത്തുടങ്ങി, പുതിയ ശക്തികൾ വന്നു തുടങ്ങി. അപ്പോൾ ആദ്യം വേൾഡ് വാസ് യൂണിപോളാർ, അമേരിക്ക മാത്രം. 90 തൊട്ടൊരു 2007-8 പീരീഡ് വരെ വേൾഡ് വാസ് ആദ്യ കാലത്ത് വേൾഡ് വാസ് യൂണിപോളാർ. അമേരിക്കയുടെ സമയത്ത്, വേൾഡ് വാറിൻ്റെ സമയത്ത് പിന്നെ അത് ബൈപോളറായി. ഇപ്പോൾ ഈ ലോകത്തിൻ്റെ അവസ്ഥ എന്താ? വേൾഡ് മൾട്ടിപോളാറാണ്. ഓക്കെ, ആദ്യം ബൈപോളാർ ആയിരുന്നു, പിന്നെ യൂണിപോളാറായി. ബൈപോളാർ, യൂണിപോളാർ, ദെൻ മൾട്ടിപോളാർ. 2007 സമയം, അതിന് മുമ്പുള്ള സമയത്തൊക്കെ കുറേ അധികം പ്രശ്നങ്ങൾ ഉണ്ടായി. ഒരു 2000-ന്റെ തുടക്കങ്ങളിലാണ് നിങ്ങൾക്കറിയാം വേൾഡ് ട്രേഡ് സെൻറ്റർ നമ്മുടെ അൽഖയ്ദ അറ്റാക്ക് ചെയ്തു. അപ്പോൾ അമേരിക്കയുടെ ഒരു ഡോമിനൻസിന് അതൊരു ചെറിയ കോട്ടമായിട്ടാണ് ചിലർ പറയുന്നത്. കാരണം അമേരിക്കക്കകത്ത് കയറി അമേരിക്ക അടിച്ചു. ഇപ്പം 2000-ന് മുമ്പ് തന്നെ ചൈന പയ്യെ ആരും കാണാതെ വളർന്നുകൊണ്ടിരുന്നു. ഇതിനെയാണ് പീസ്ഫുൾ റൈസ് ഓഫ് ചൈന എന്ന് പറയുന്നത്.
അപ്പോൾ 2008 ആ പീരീഡ് കഴിഞ്ഞപ്പോഴത്തേക്ക് ലോകത്ത് പല ശക്തികളും വന്നു. ഇന്ത്യ ഒരു പവറാണ്, ചൈന വലിയൊരു പവറാണ്, റഷ്യ പിന്നെയും പുട്ടിൻ്റെ ഇടയിൽ പയ്യെ പയ്യെ ഉയർന്നു വന്നു. അപ്പം വേൾഡ് എന്തായി? മൾട്ടി പോളറായി. അമേരിക്കയുടെ കൈ മാത്രമല്ല, അമേരിക്കയ്ക്കാണ് എപ്പോഴും സ്ട്രെങ്ത് കൂടുതൽ, അമേരിക്ക സൂപ്പർ പവറൊക്കെയാണ്, പക്ഷേ വേറെ സ്ട്രെങ്ത് ഉള്ള രാജ്യങ്ങളും വന്നു. ചൈന ആയിക്കോട്ടെ, യൂറോപ്പിലെ ചില രാജ്യങ്ങൾ കുറച്ചൊന്ന് ബെറ്ററായി. അപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 40ൻ്റെ എൻഡ് തൊട്ട് 90 വരെ വേൾഡ് വാസ് ബൈപോളാർ. 90 തൊട്ട് 2000ൻ്റെ തുടക്കം വരെ വേൾഡ് വാസ് ബൈപോളാർ. പക്ഷേ 2000ൻ്റെ തുടക്കം കഴിഞ്ഞുള്ള സമയം വേൾഡ് ബിക്കെയിം മൾട്ടി പോളാർ. ഇത് അമേരിക്കയ്ക്ക് വലിയ ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യമല്ല. അപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു 1940s തൊട്ട് 1940ൻ്റെ എൻഡ് തൊട്ട് വേൾഡ് വാറിന് ശേഷം തൊട്ട് ഒരു 1991 വരെ വേൾഡ് ബൈപോളാറായിരുന്നു. 2 ശക്തികൾ, ഒന്ന് USA, ഒന്ന് USSR. ഓക്കെ, അതിനുശേഷം എന്ത് പറ്റി? 91 ശേഷം ലോകത്ത് ഒറ്റ പവറേ ഉള്ളൂ, ദാറ്റ് ഈസ് യുവർ അങ്കിൾ ടോം. ഈ അമേരിക്കയെ പലരും കളിയാക്കി ക്യാപിറ്റലിസ്റ്റ് രാജ്യമായതുകൊണ്ട് അങ്കിൾ ടോം എന്നൊക്കെ വിളിക്കാറുണ്ട്. അപ്പോൾ 1991 ശേഷം ആരാണ് സ്ട്രോങ്? അമേരിക്ക. പക്ഷെ 2000ൻ്റെ ഒരു മിഡ് ആയപ്പോഴത്തേക്ക് അമേരിക്ക അല്ലാതെ വേറെ ശക്തികളും ലോകത്ത് തലപൊക്കി തുടങ്ങി. എക്സാമ്പിൾ നിങ്ങൾ നോക്കിയാൽ നമ്മുടെ ഇന്ത്യ ആയിക്കോട്ടെ, വളരെ പ്രോമിനൻ്റ് ആയിട്ട് ചൈന, പിന്നെ പുത്തിൻ്റെ നേതൃത്വത്തിൽ റഷ്യയും തിരിച്ചു വന്നു. അപ്പോൾ വേൾഡ് ബിക്കെയിം മൾട്ടി പോളാർ. അപ്പോൾ ആദ്യകാലത്ത് ഇറ്റ് വാസ് ബൈപോളാർ കോൾഡ് വാറിൻ്റെ സമയത്ത്. പിന്നെ കുറച്ച് സമയത്തേക്ക് 90കളുടെ തുടക്കത്തിൽ തൊട്ട് 2000ങ്ങളുടെ തുടക്കത്തിൽ മാത്രം ഇത് യൂണിപോളാറായി. പക്ഷെ പിന്നീടും വേൾഡ് എന്തുമായി? ഇപ്പം മൾട്ടി പോളാർ. വേൾഡിൽ പല സെൻറ്റേഴ്സ് ഉണ്ട്. യൂറോപ്പിൽ കുറേ പവേഴ്സ് ഉണ്ട്. ഏഷ്യയിൽ എടുത്താൽ ജപ്പാൻ ഒരു പവറാണ്, ചൈന മേജർ പവറാണ്, ഇന്ത്യ ഒരു പവറാണ് ഏഷ്യയിൽ. മിഡിൽ ഈസ്റ്റിൽ സൗദി അറേബ്യ അങ്ങനെ കുറച്ച് പവേഴ്സ് ഉണ്ട്. ടർക്കി ഒരു പവറാണ് സെൻട്രൽ ഏഷ്യയിൽ. അങ്ങനെ വേൾഡിൽ മൾട്ടിപ്പിൾ പവർ വന്നു. ഇത് അമേരിക്കയ്ക്ക് സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അണ്ടർസ്റ്റാൻഡ്? അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കണം. ഇനി നമുക്ക് തിരിച്ച് അമേരിക്ക എന്തുകൊണ്ട് ഈ യുദ്ധത്തിൽ ഏർപ്പെട്ടു എന്നൊക്കെയുള്ള കാര്യം മനസ്സിലാക്കണമെങ്കിൽ ഞാൻ നിങ്ങളോട് നേരത്തെ പെട്രോ ഡോളറിൻ്റെ സിസ്റ്റം കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. എങ്ങനെയാണ് US ട്രഷറി ബോണ്ടുകൾ ഉപയോഗിച്ച് ഒരു തട്ടിപ്പ് നടത്തുന്നു എന്നുള്ളതും ഏകദേശം ഞാൻ പറഞ്ഞു. ഇനിയുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഡോളർ എന്തുകൊണ്ടാണ് ലോകത്തിൽ ഇത്രയും സ്ട്രോങ്? അതിന് 3 കാരണമുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ പല രാജ്യങ്ങളും റിസർവ് കറൻസി ആയിട്ട് വെക്കുന്നത് ഈ ഡോളറിനെ ഇപ്പോഴും പണ്ടത്തെ സിസ്റ്റം പോലെ തന്നെ. അപ്പോൾ 58% ഓഫ് ഗ്ലോബൽ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ് ആർ ഹെൽഡ് ഇൻ ഡോളർ. ഓക്കെ, അപ്പോൾ ഇന്ത്യയുടെ ഫോറക്സ് നോക്കിയാലും അതിൻ്റെ വലിയൊരു ശതമാനം ഡോളറാണ് നമ്മൾ ഹെൽഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ 2, ലോകത്ത് ട്രാൻസാക്ഷൻസ് നടത്താൻ ഏറ്റവും കൂടുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നത് എന്താ? ഡോളറിനെയാണ്. ഇതിനകത്ത് 54% ഗ്ലോബൽ ട്രേഡ്, 51% ഓഫ് ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻസ് വിയ സ്വിഫ്റ്റ് ഫ്രെയിംവർക്ക്. അപ്പം ഡോളറാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ രാജ്യങ്ങൾ റിസർവ് കറൻസി ആയിട്ട് ഉപയോഗിക്കുന്നത്. രണ്ടാമത് ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻസിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഡോളറാണ്. മൂന്നാമത് പെട്രോ ഡോളർ സിസ്റ്റം. മെജോറിറ്റി ഓഫ് ഓയിൽ ട്രേഡ്, ലോകത്തെ എണ്ണ കച്ചവടം കൂടുതലും നടക്കുന്നത് ഡോളറിലാണ്. 80 തൊട്ട് 90% വരെ എണ്ണ കച്ചവടം ഇപ്പോഴും ഡോളറിലാണ്. ഓക്കെ, ഇതാണ് അമേരിക്കൻ ഡോളറിൻ്റെ ശക്തി. ഓക്കെ, പക്ഷേ ഇപ്പോൾ ചില ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ലോകത്തിൽ സംഭവിക്കുന്നു. ഇത് അമേരിക്കയ്ക്ക് വലിയ താല്പര്യമില്ല. ഓക്കെ, അതിനു മുമ്പ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഡോളറിന് പവറുണ്ട്. കാരണം എന്താ? ഡോളറാണ് ഏറ്റവും കൂടുതൽ റിസർവ് കറൻസി ആയിട്ട് രാജ്യങ്ങൾ ഉപയോഗിക്കുന്നത്. ഏറ്റവും കൂടുതൽ ട്രാൻസാക്ഷൻസിന് ഉപയോഗിക്കുന്ന കറൻസി ഡോളറാണ്. പിന്നെ പെട്രോൾ ഏറ്റവും കൂടുതൽ ട്രേഡ് ചെയ്യപ്പെടുന്ന ഒരു കറൻസി ഡോളറാണ്. ഈ പെട്രോളിൽ നിന്ന് കിട്ടുന്ന കാശ് കുറേയൊക്കെ GCCയും അതുപോലുള്ള രാജ്യങ്ങൾ എവിടെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്? US ട്രഷറി ബില്ലുകളിലാണ്. ആ ട്രഷറി ബില്ലുകൾ ഉപയോഗിച്ച് US എന്ത് ചെയ്യും? പിന്നെയും കാശ് മേടിച്ചുകൊണ്ടിരിക്കും. ആ കാശ് വേറെ ആളുടെ ഇൻവെസ്റ്ററുടെ കയ്യിൽ നിന്ന് കാശ് മേടിച്ച് തിരിച്ചു കൊടുത്തുകൊണ്ടിരിക്കും. ഒരു സൈക്കിൾ ഉണ്ടാക്കി വെച്ചിരിക്കുക US. എന്ന് അവൻ്റെ ട്രഷറി ബോണ്ടിൽ ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യാതിരുന്നു തുടങ്ങി, ആൾക്കാർ ഡോളർ അല്ലാതെ വേറെ കറൻസിയിൽ ട്രേഡ് ചെയ്ത് തുടങ്ങി. ഇത് ഒരു പരിധി കഴിയുമ്പോൾ US ഡോളർ സിസ്റ്റത്തെ തകർക്കും. ഡോളർ സിസ്റ്റം ഇല്ലെങ്കിൽ US ഇല്ല. ഇപ്പം നടക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ US പലപ്പോഴും അവൻ്റെ ഡോളറിൻ്റെ പവർ ഉപയോഗിച്ച് ബാക്കി രാജ്യങ്ങളെ ഉപദ്രവിക്കാറുണ്ട്. ദാറ്റ് ഈസ് കോൾഡ് ആസ് വെപ്പണൈസേഷൻ ഓഫ് ഡോളർ. അതിൻ്റെ ഒരു എക്സാമ്പിൾ എന്താ? ഡയറക്റ്റ് സാങ്ഷൻസ്. ഓക്കെ, ഇപ്പോൾ ബ്ലോക്സ് അമേരിക്കൻസ് ആൻഡ് യൂസേഴ്സ് ഓഫ് US ഇൻഫ്രാസ്ട്രക്ചർ വിത്ത് ബ്ലാക്ക് ലിസ്റ്റഡ് ടാർഗറ്റ്സ്. ഇപ്പോൾ ഏതെങ്കിലും രാജ്യങ്ങൾ US ഒരു സിസ്റ്റം ഉണ്ട്, സ്വിഫ്റ്റ് എന്ന് പറയുന്നത് മണി ട്രാൻസ്ഫർ സിസ്റ്റമാണ്. ഈ സിസ്റ്റത്തിൽ നിന്ന് നിങ്ങളെ അങ്ങ് വിലക്കിക്കളയും. കാരണം ഡോളർ ഡോമിനേറ്റഡ് ആണ്. അതുപോലെ എക്സ്ക്ലൂഷൻ. US പ്രഷേഴ്സ് ദ സിസ്റ്റം ടു ഡിസ്കണക്ട് അഡ്വേഴ്സറി ബാങ്ക്. ഇപ്പോൾ വേറെ ഒരു നിങ്ങളുമായിട്ട് പ്രശ്നമുള്ള US പ്രശ്നമുള്ള ബാങ്ക് ആണെങ്കിൽ രാജ്യത്തിലെ ബാങ്കുകളെ US ഐസൊലേറ്റ് ചെയ്യാൻ ശ്രമിക്കും. പിന്നെ US എന്ത് ചെയ്യും? ഡോളറിലുള്ള റിസർവ്സ് അതിനെ US ഫ്രീസ് ചെയ്യും. എക്സാമ്പിൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ റഷ്യയുടെ കുറേ അധികം അസറ്റ്സ് എന്ത് ചെയ്തു? ഡോളർ ഡിനോമിനേറ്റഡ് ഉള്ള അസറ്റ്സ്, പുറത്ത് കിടക്കുന്ന അസറ്റ്സിനെ അമേരിക്ക ഫ്രീസ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ ഒന്നുകിൽ നിങ്ങളെ സ്വിഫ്റ്റ് സിസ്റ്റത്തിൽ നിന്ന് അമേരിക്ക കട്ട് ചെയ്യും, അല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കുകളെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ നിങ്ങളുടെ ഡോളർ ഡിനോമിനേറ്റഡ് ആയിട്ടുള്ള കറൻസികളെ USA ഫ്രീസ് ചെയ്യും.
ഇപ്പോൾ ഇറാൻ്റെ വലിയൊരു പ്രശ്നം എന്താ? ഇറാൻ്റെ ഡോളർ ഡിനോമിനേറ്റഡ് ആയിട്ടുള്ള പുറത്ത് കിടക്കുന്ന അസറ്റ്സിനെ ഈ അമേരിക്ക അങ്ങ് ഫ്രീസ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ ഈ ഡോളർ ഇവൻ്റെ ആയതുകൊണ്ടല്ലേ ഇത് ചെയ്യാൻ പറ്റുന്നത്. ഇനിയും അതുപോലെ തന്നെ സെക്കൻഡറി സാങ്ഷൻസ്, അതായത് എൻ്റെ ശത്രു രാജ്യത്തിനോട് നിങ്ങൾ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കമ്പനികളെ ഞങ്ങൾ സാങ്ഷൻ ചെയ്യും, കാരണം ഡോളർ ഞങ്ങളുടെ കയ്യിലായിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഡോളറിനെ പല രീതിയിലും എന്ത് ചെയ്യും, വെപ്പണൈസ് ചെയ്യുന്ന ഒരു സ്വഭാവം അമേരിക്കയ്ക്കുണ്ട്. പക്ഷേ ഇതിനൊരു പ്രശ്നം എന്ന് വെച്ചാൽ ബാക്കി രാജ്യങ്ങൾക്ക് ഒരു പരിധി കഴിയുമ്പോൾ ഇത് മടുക്കും. ഞാൻ പറഞ്ഞു, ഡോളർ തകർന്നാൽ അമേരിക്ക തകർന്നു. ആൾക്കാർ അമേരിക്കയുടെ ട്രഷറി ബോൺസ് മേടിക്കാതിരുന്നു കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് സ്വന്തം കടം തിരിച്ചടിക്കാൻ പറ്റത്തില്ല. കാരണം അമേരിക്ക പുതിയ ഒരു കടം മേടിക്കുന്നു, ആ കടം തീർക്കാൻ വേണ്ടി പുതിയ ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നു, പുതിയ കടം മേടിച്ച് പഴയ കടം തീർക്കുന്നു. ഇതാണ് അമേരിക്കയുടെ സിസ്റ്റം. പുതിയ കടം മേടിച്ച് പഴയ കടം തീർക്കലാണ് അമേരിക്കയുടെ സിസ്റ്റം. കാരണം ഒരു ഗുണമെന്ന് പറഞ്ഞാൽ അമേരിക്കയ്ക്ക് കാശ് കൊടുക്കാൻ എപ്പോഴും ആൾക്കാരുണ്ടെന്നുള്ളൊരു വിശ്വാസമുണ്ട്. അവൻ്റെ ട്രഷറി ബില്ല് എപ്പോഴും ആൾക്കാർ മേടിക്കും എന്നുള്ളൊരു വിശ്വാസമാണ്. കാരണം ഞാൻ പറഞ്ഞ പോലെ ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷനിൽ ഒരു വലിയ പരിധി അവൻ്റെ ഡോളർ കൊണ്ടാണ് നടക്കുന്നത്. ഓയിൽ ട്രേഡ് 80 തൊട്ട് 90% അവൻ്റെ പൈസയിൽ നിന്നാണ്. രാജ്യങ്ങൾ ഫോറക്സ് റിസർവ്സ് വെക്കുന്നതും ഒരു വലിയ ശതമാനം അവൻ്റെ കറൻസിയാണ്. ഈ ധൈര്യത്തിലാണ്. ഓക്കെ, ഇനി നമുക്ക് മുമ്പോട്ട് പോകാം. ഇപ്പം പ്രശ്നം വെച്ചാൽ അമേരിക്ക ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട്, ബാക്കി രാജ്യങ്ങൾ എന്ത് ചെയ്തു, മാറി ചിന്തിച്ചു തുടങ്ങി. ഇനി അമേരിക്കയുടെ പ്രശ്നം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അമേരിക്കയുടെ GDP ഇതിനകത്ത് കാണിച്ചേക്കുന്നത് 27 ട്രില്യൺ ആണെന്നാണ്. പക്ഷേ 27 ട്രില്യണിൽ നിന്ന് ഇപ്പം നിങ്ങളുടെ 30 31 ആയിട്ട് എടുത്തോ, നോ പ്രോബ്ലം. ഓക്കെ, പക്ഷേ അവൻ്റെ കടം നോക്കിയേ, 39 ട്രില്യൺ. ഓക്കെ, ഇനിയിപ്പോൾ അവൻ്റെ GDP നിങ്ങൾ ഒരു 30-31 ട്രില്യൺ ആക്കി കഴിഞ്ഞാലും അവൻ്റെ കടം എത്രയുണ്ട്, 39 ട്രില്യൺ. അപ്പോൾ രാജ്യത്തിൻ്റെ DDP-യെക്കാട്ടി കൂടുതൽ എന്തുണ്ട്, കടം അമേരിക്കയ്ക്കുണ്ട്. ഓക്കെ, അപ്പം ഡെപ്റ്റ് ടു GDP റേഷ്യോ നോക്കിയാൽ GDP-യെക്കാട്ടി ഒരു 37% കൂടുതൽ കടമുണ്ട്. 137 അവൻ്റെ ഡെപ്റ്റ് ടു GDP റേഷ്യോ. ഓക്കെ, ക്ലിയർ? അപ്പം ഇതൊരു വലിയ പ്രശ്നം. അതുപോലെ ചൈനയെ നിങ്ങൾ നോക്കി, ചൈനയ്ക്ക് GDP ഏകദേശം ഒരു 21 ട്രില്യൺ ഉണ്ടെങ്കിൽ അവൻ്റെ ഡെപ്റ്റ് എത്രയേ ഉള്ളൂ, 17 ട്രില്യനേ ഉള്ളൂ. അപ്പോൾ അവൻ്റെ GDP 20 ട്രില്യൺ ആണെങ്കിൽ അവൻ്റെ കടം 18 ട്രില്യൺ. അവൻ്റെ ഡെപ്റ്റ് GDP റേഷ്യോ എത്രയേ ഉള്ളൂ, 96%. ഇനി നിങ്ങൾ നോക്കണം, ഈ അമേരിക്കയ്ക്ക് കടമുള്ളതുകൊണ്ട് എല്ലാ വർഷവും അമേരിക്ക എന്ത് ചെയ്തു, $1 ട്രില്യൺ വെച്ച് അമേരിക്ക പഴയ കടം തീർക്കാൻ വേണ്ടി ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്സിന് വേണ്ടി ചെലവഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ 137% കടമുള്ള രാജ്യമാണ് അമേരിക്ക. അവൻ്റെ ട്രഷറി ബോൺസ് ആൾക്കാർ മേടിക്കാതിരുന്ന അവസ്ഥ വന്നാൽ, അവൻ്റെ ഡോളറിന് മുകളിലുള്ള വിശ്വാസം ആൾക്കാർക്ക് കുറഞ്ഞാൽ അവൻ്റെ ഈ സിസ്റ്റം മൊത്തം കൊളാപ്സാവും, അമേരിക്ക കൊളാപ്സാവും. അമേരിക്കയുടെ ഡോളറിനുള്ള വിശ്വാസം പോയാൽ ആൾക്കാർ എന്ത് ചെയ്യില്ല, ട്രഷറി ബോണ്ട് അമേരിക്കയുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യില്ല. അവൻ്റെ ട്രഷറി ബോണ്ടുകൾ ആൾക്കാർ പർച്ചേസ് ചെയ്തില്ലെങ്കിൽ അവന് പഴയ കടങ്ങൾ തീർക്കാൻ പറ്റില്ല. ഈ സിസ്റ്റം കൊളാപ്സാവും. ഇതാണ് അമേരിക്കയുടെ പേടി. ഓക്കെ, ഈ പേടി അമേരിക്ക വരാനും കാരണമുണ്ട്. കാരണം അമേരിക്ക കുറേ നാളായി ഡോളറിൻ്റെ കരുത്തുകൊണ്ട് ബാക്കി രാജ്യങ്ങളെ ബുള്ളി ചെയ്യുകയാണ്. അവൻ ഒന്നുകിൽ ബാക്കി രാജ്യങ്ങളെ സാങ്ഷൻ ചെയ്യും, അല്ലെങ്കിൽ ആ കമ്പനികളെ സാങ്ഷൻ ചെയ്യും, അല്ലെങ്കിൽ സ്വിഫ്റ്റ് ഫ്രെയിംവർക്കിൽ നിന്ന് അവരെ കട്ട് ചെയ്യും, അല്ലെങ്കിൽ അവരുടെ ഫോറിൻ ഡിനോമിനേറ്റഡ് ആയിട്ടുള്ള അസറ്റുകൾ ഫ്രീസ് ചെയ്യും. ഈ പരിപാടിക്കൊക്കെ രാജ്യങ്ങൾ പയ്യെ പ്രതികരിച്ചു തുടങ്ങി. രാജ്യങ്ങൾ എങ്ങനെയാണ് സ്റ്റുഡൻസ് പ്രതികരിക്കുന്നത്? അവർ ഡോളറൈസേഷൻ ചെയ്തു തുടങ്ങി. ഡോളറൈസേഷൻ എന്താ? ആൾക്കാർ ഡോളറിൻ്റെ യൂസേജ് കുറച്ചു, വേറെ ഓൾട്ടർനേറ്റീവ് മെത്തേഡ്സ് ഉപയോഗിച്ച് തുടങ്ങി. ഇതിനെയാണ് ഡോളറൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഓൾട്ടർനേറ്റീവ് നെറ്റ്വർക്കുകൾ യൂസ് ചെയ്തു തുടങ്ങി. റഷ്യയ്ക്ക് സ്വിഫ്റ്റിന് പകരം അവർക്ക് CIPS എന്ന് പറയുന്ന സിസ്റ്റം ഉണ്ട്. അതുപോലെ റഷ്യ എന്ത് ചെയ്തു, SPFS എന്ന് പറയുന്ന സിസ്റ്റം കൊണ്ടുവന്നു. അപ്പോൾ സ്വിഫ്റ്റിന് ഓൾട്ടർനേറ്റീവായിട്ട് വരുന്ന സിസ്റ്റമാണ്. അതുപോലെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ലോക്കൽ കറൻസിയിൽ ആൾക്കാർ ട്രേഡ് ചെയ്ത് തുടങ്ങി. ചൈനയും റഷ്യയും. ഇപ്പം റഷ്യയുടെ കയ്യിൽ നിന്ന് ചൈന ഓയിൽ മേടിക്കുമ്പോൾ കുറച്ച് ഓയിൽ ചൈന എന്ത് മേടിക്കും, ചൈനീസ് യുവാൻ കൊടുത്ത് തന്നെ മേടിക്കും. അതുപോലെ ഇന്ത്യയും റഷ്യയുമായിട്ട് റൂബിളിൽ ട്രേഡ് തുടങ്ങി. ഡോളർ അവർ ഉപയോഗിക്കുന്നില്ല. ഇപ്പം റഷ്യ നമുക്ക് എണ്ണ മേടിച്ച് കഴിഞ്ഞാൽ, റഷ്യ നമുക്ക് എണ്ണ തന്നാൽ നമ്മൾ കാശ് തന്നെ ഇന്ത്യൻ റുപ്പി തന്നെ റഷ്യക്ക് പേ ചെയ്യുന്നത്, നമ്മൾ ഡോളർ ഉപയോഗിക്കുന്നില്ല. അതുപോലെ തന്നെ ഇന്ത്യയും നമ്മുടെ UAEയും തമ്മിൽ റുപ്പി ദിർഹം എനർജി ട്രേഡ് ഉണ്ട്. ഓക്കെ, അപ്പം UAEയുടെ കയ്യിൽ നിന്ന് നമ്മൾ എണ്ണ മേടിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, UAEക്കും ഇന്ത്യൻ റുപ്പി തന്നെ കൊടുക്കും. ഓക്കെ, അപ്പം ദീസ് പീപ്പിൾ ആർ യൂസിങ് ലോക്കൽ കറൻസി. ഇത് US ഒരു പേടി, അവൻ്റെ ഡോളറിൻ്റെ ഒരു പ്രാമുഖ്യം കുറയുന്നു. അതുപോലെ തന്നെ സ്വിഫ്റ്റ് സിസ്റ്റം US കൈയടക്കി വെച്ചിരിക്കുകയാണ്. അതിന് പകരം ചൈന CIPS സിസ്റ്റവും റഷ്യ SPFS സിസ്റ്റവും കൊണ്ടുവരുന്നു. അപ്പോൾ ഡോളറിനെ ഒന്ന് മറിച്ചിടാനുള്ള ശ്രമം. ഇതിനെയാണ് ഡോളറൈസേഷൻ എന്ന് പറയുന്നത്. റൂബിൾ ട്രേഡൊക്കെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം US ഡോളറിനെ ആശ്രയിക്കാതെ. ഇനി നിങ്ങൾ വേറെ ഒരു കാര്യം മനസ്സിലാക്കുക. ഇപ്പം ഞാൻ പറഞ്ഞു ഡോളറിൻ്റെ 3 ശക്തിയിൽ ഒരെണ്ണം എന്തായിരുന്നു, ലോകത്തുള്ള ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻസിൽ ഭൂരിഭാഗവും ഒരു വലിയ ശതമാനവും ഡോളറിലാണ് നടക്കുന്നത്. ഇപ്പം നമ്മൾ കണ്ട എന്താ, രാജ്യങ്ങൾ ഡോളറിൽ ട്രേഡ് ചെയ്യാതെ സ്വന്തം കറൻസികളിൽ തന്നെ ട്രേഡ് ചെയ്ത് തുടങ്ങി. അപ്പോൾ ഒന്നാമത്തെ ആസ്പെക്റ്റിൽ അടി കിട്ടി, അതായത് ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻസിൽ ഡോളറിൻ്റെ യൂസേജ് കുറഞ്ഞു, ഫസ്റ്റ് അടി. രണ്ടാമത്തെ അടി നിങ്ങൾ ശ്രദ്ധിക്കുക, ഡോളറിൻ്റെ വേറൊരു പവർ എന്താ, ഡോളറാണ് പല രാജ്യങ്ങളുടെയും റിസർവ് കറൻസി.
ഡോളറുമായിട്ടാണ് കറൻസിയെ അവർ പലപ്പോഴും പെഗ് ചെയ്ത് വെക്കാറ്. പലപ്പോഴും ഒരു രാജ്യത്തിൻ്റെ ഫോറക്സ് റിസർവ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഏറ്റവും കൂടുതൽ ഡോളർ ഡിനോമിനേറ്റഡ് ആയിട്ടുള്ള അസറ്റ്സ് ആയിരിക്കും. അപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ചൈന അവൻ്റെ ഡോളർ റിലേറ്റഡ് ആയിട്ടുള്ള അസറ്റ്സ് അവൻ്റെ ടോട്ടൽ റിസർവ്സിൽ നിന്ന് കട്ട് ഡൗൺ ചെയ്തു. അതായത് ഡോളറിൻ്റെ ഒരു US ട്രഷറി ബിൽസ് എന്ത് ചെയ്തു, 764 ബില്യൺ ഡോളറോളം ഉണ്ടായിരുന്നു, അത് കുറച്ചത് 652 ബില്യൺ ഡോളറിലേക്കായി കുറച്ചു. റഷ്യ US ട്രഷറി ബോണ്ട് സ്റ്റോക്ക് ചെയ്യൽ കുറച്ചു. ഇനി മോദിയുടെ പിക്ചറാണിത്. ഇന്ത്യയുടെ അവസ്ഥ നോക്കിയേ. ഇന്ത്യ ഡോളറിൻ്റെ അല്ലെങ്കിൽ ട്രഷറി ബിൽസിൻ്റെ അളവ് കുറച്ചിട്ട് നമ്മൾ കുറച്ചുകൂടെ എന്ത് ചെയ്തു തുടങ്ങി, നമ്മൾ ഗോൾഡ് കുറച്ചുകൂടെ നമ്മൾ സ്റ്റോക്ക് ചെയ്ത് തുടങ്ങി. അപ്പോൾ US ട്രഷറി ബില്ലുകളെ ഒഴിവാക്കി നമ്മുടെ ഫോറക്സ് റിസർവിൽ നമ്മൾ എന്ത് ചെയ്യുന്നിരിക്കുന്നു, ഗോൾഡ് കൂട്ടിയിരിക്കുന്നു. ഇത് ഈ 538 മെട്രിക് ടൺ ഒന്നും നോക്കണ്ട, ഇപ്പോൾ ഏകദേശം 800ഓളം ആയി. അതുപോലെ പോളണ്ടിനെ നോക്കിയാൽ അവരും എന്ത് ചെയ്തു, ഡോളറിൻ്റെ കേസിൽ അവർ കുറച്ച് കാര്യങ്ങൾ അവരും ചെയ്തു തുടങ്ങി. ഇവർ പക്ഷേ കുറച്ച് ഡോളർ കൂടുതൽ മേടിക്കുന്നു, കാരണം US അലയാണ്. ഇനി ബ്രസീൽ നോക്കിയാൽ എന്ത് ചെയ്തു, മിനിമൈസിങ് എക്സ്പോഷർ ടു US ഡോളർ ഡിനോമിനേറ്റഡ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്. ചുരുക്കം പറഞ്ഞാൽ ചൈനയാണെങ്കിലും ഇന്ത്യ ആണെങ്കിലും ബ്രസീലാണെങ്കിലും എക്സ്പെഷ്യലി ബ്രിക്സ് രാജ്യങ്ങളോട് അമേരിക്കയ്ക്ക് ഇത്രയും പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ അമേരിക്കൻ ഡോളർ സിസ്റ്റത്തിന് ഓൾട്ടർനേറ്റീവ് ഇവരായേക്കാം. ചൈനയും റഷ്യയും ഇന്ത്യയും ബ്രസീലും അതുപോലുള്ള രാജ്യങ്ങൾ. അപ്പോൾ ഇവരെല്ലാം എന്താ ചെയ്തേക്കുന്നത്, ചൈനയാണെങ്കിലും ഇന്ത്യ ആണെങ്കിലും ബ്രസീലാണെങ്കിലും US ട്രഷറി ബില്ലുകൾ വിറ്റഴിച്ചു തുടങ്ങി. ഇന്ത്യയുടെയോ ചൈനയുടെയോ ബ്രസീലിൻ്റെയോ ഫോറക്സ് റിസർവുകളിൽ US ഡോളറിൻ്റെ പ്രാതിനിധ്യം കുറഞ്ഞു തുടങ്ങി. ഇതിന് പകരം ഇന്ത്യ ഗോൾഡ് കൂടുതൽ പർച്ചേസ് ചെയ്ത് തുടങ്ങി. ഓക്കെ, അപ്പം അതും ഡോളർ എന്ന് പറഞ്ഞ ശക്തിയുടെ ഒരു ക്ഷയമാണ്. കാരണം എന്താ, ഡോളറിൻ്റെ ഫസ്റ്റ് പവർ ലോകത്തെ ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻസിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്ന ഡോളറാണ് ഇൻ്റർനാഷണൽ ട്രേഡിൽ. അത് കട്ട് ചെയ്യാൻ വേണ്ടി രാജ്യങ്ങൾ പരസ്പരം അവരുടെ കറൻസി തന്നെ ട്രേഡ് ചെയ്ത് തുടങ്ങി. എക്സാമ്പിൾ ഞാൻ കാണിച്ചു. രണ്ടാമത്തെ വലിയൊരു ശക്തി എന്തായിരുന്നു, സ്വിഫ്റ്റ് പോലുള്ള സിസ്റ്റം ഡോളർ ഡിനോമിനേറ്റഡാണ്. ചൈനയും റഷ്യയും ഓൾട്ടർനേറ്റീവ് സിസ്റ്റം ക്രിയേറ്റ് ചെയ്തു. അതുപോലെ ഡോളറിൻ്റെ വേറൊരു ശക്തി എന്താ, ലോക രാജ്യങ്ങളുടെ റിസർവ് കറൻസിയിൽ ഏറ്റവും അല്ലെങ്കിൽ അവരുടെ ഫോറക്സ് റിസർവിൽ ഏറ്റവും കൂടുതലുള്ളത് ഡോളർ ഡിനോമിനേറ്റഡ് ആയിട്ടുള്ള ബില്ലുകളും സാധനങ്ങളും ആയിരിക്കും. അത് എല്ലാ രാജ്യങ്ങളും കട്ട് ചെയ്തു. ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾ ഗോൾഡ് കൂടുതൽ മേടിച്ചിട്ട് ഡോളർ ഡിനോമിനേറ്റഡ് ആയ ട്രഷറി ബോണ്ടുകൾ അവർ ഉപേക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് അമേരിക്കയ്ക്ക് വലിയൊരു അടിയാണ്. ഓക്കെ, നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം US കയ്യിൽ ഇപ്പോഴും 8133 മെട്രിക് ടൺ ഉണ്ട്. ഇതൊരു 5 മാസം മുമ്പുള്ള കണക്കാണ്. ഇന്ത്യക്ക് നിങ്ങൾ ഇപ്പം നോക്കിയാൽ നമുക്ക് 880 മെട്രിക് ടണ്ണായി. ഈ പിക്ചറിൽ 538 ഉള്ളൂ. ഇപ്പോൾ കുറച്ച് കാലം കൊണ്ട് തന്നെ നമ്മൾ ഗോൾഡ് കൂടുതൽ സ്റ്റോക്ക് ചെയ്തിട്ട് US അസറ്റ്സ് നമ്മൾ ഒഴിവാക്കിക്കൊണ്ടിരിക്കുക. ഇത് US വളരെ വലിയൊരു അടിയാണ്. അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞു US 3 പവർ, ഒന്ന് ഓയിലിൻ്റെ ട്രേഡും ബാക്കി ഇൻ്റർനാഷണൽ ട്രേഡും ഏറ്റവും കൂടുതൽ US കറൻസിയിലാണ് നടക്കുന്നത്. ഡോളറാണ് രാജ്യങ്ങളുടെ ഫോറക്സ് റിസർവിൽ ഏറ്റവും കൂടുതൽ ഡിനോമിനേറ്റഡ് ആവുന്ന, ഒന്നുകിൽ ഡയറക്റ്റ് ഡോളർ അല്ലെങ്കിൽ ഡോളർ ഡിനോമിനേറ്റഡ് ആയ ട്രഷറി ബോണ്ടുകൾ. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ സിസ്റ്റത്തിലും സ്വിഫ്റ്റ് പോലുള്ള സിസ്റ്റവും ഡോമിനേറ്റ് ചെയ്യുന്നത് ഡോളർ വഴിയാണ്. പിന്നെ ഓയിൽ ട്രേഡും ലോകത്ത് ഏറ്റവും കൂടുതൽ നടക്കുന്നത് ഡോളറിലാണ്. ഇപ്പോൾ പ്രശ്നം എന്താ, ഡോളറിലല്ലാതെ രാജ്യങ്ങൾ സ്വന്തം കറൻസിയിൽ ട്രേഡ് ചെയ്ത് തുടങ്ങി. അവരുടെ ഫോറക്സ് റിസർവിൽ നിന്ന് ഡോളർ ഡിനോമിനേറ്റഡ് ആയുള്ള ട്രഷറി ബില്ലുകൾ ഒഴിവാക്കി രാജ്യങ്ങൾ ഗോൾഡ് കൂടുതൽ മേടിച്ചു തുടങ്ങി. ഇപ്പോൾ ഡോളറിന് ചെറിയൊരു പേടിയായി. ഓക്കെ, ക്ലിയർ? അപ്പോൾ ഇതാണ് ഡോളർ ക്ഷയിക്കാനുള്ളൊരു കാരണം. അപ്പോൾ ചിലർ പറയുന്ന ഡോളർ വളരെയധികം ക്ഷയിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും നേരത്തിൽ ഡിസ്കഷനിൽ നമ്മൾ മനസ്സിലാക്കിയത് എന്താ, വേൾഡിലെ ഡോമിനൻ്റ് ആയിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള കറൻസി ഡോളറാണ്. പക്ഷേ ഡോളറിന് പല ചാലഞ്ചുകളും ഇപ്പോഴും വരുന്നുണ്ട്. കാരണം രാജ്യങ്ങൾ സ്വന്തം കറൻസിയിൽ ട്രേഡ് ചെയ്ത് തുടങ്ങി. സ്വിഫ്റ്റിന് പകരം ചൈനയും റഷ്യയൊക്കെ അവരുടേതായ സിസ്റ്റംസ് ഡെവലപ്പ് ചെയ്തെടുക്കുന്നു. ഇതുപോലുള്ള പല കാര്യങ്ങളും നടക്കുന്നു. റിസർവുകൾ US ഡിനോമിനേറ്റഡ് ആയിട്ടുള്ള ട്രഷറി ബോണ്ടുകൾ രാജ്യങ്ങൾ വിറ്റഴിക്കുന്നു, പകരം അവർ ഗോൾഡ് സ്റ്റോക്ക് ചെയ്യുന്നു. ഇതൊക്കെ ഡോളറിന് ഒരടിയാണ്. ഓക്കെ, അപ്പോൾ ഈ സിസ്റ്റം കൊളാപ്സ് ആയ അമേരിക്കയില്ല. അപ്പോൾ ചിലർ പറയും ഡീ ഡോളറൈസേഷൻ വളരെയധികം നടക്കുന്നുണ്ട്, അമേരിക്കയുടെ ഡോളർ തീരാൻ പോവുകയാണ്, ഇനി ചൈനയുടെ യുവാനാണ് വരാൻ പോകുന്നത്. കാരണം നിങ്ങൾക്കറിയാം, ഈ ഹോർമൂസിൽ യുദ്ധം നടക്കുമ്പോൾ ഇറാൻ പറയുന്നുണ്ട് ഞങ്ങളുടെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ ഈ ഏരിയയിൽ നിന്നൊക്കെ ഓയിൽ മേടിക്കണമെങ്കിൽ യുവാനിൽ നിങ്ങൾ പേ ചെയ്യണം. അപ്പം യുവാൻ ട്രൈങ് ടു റിപ്ലേസ് നമ്മുടെ ഡോളർ. അതുപോലെ റഷ്യയും യുവാനിലാണ് പേ ചെയ്യുന്നത്.
അല്ലെങ്കിൽ റൂബിളിലാണ് പേ ചെയ്യുന്നത്. യുവാനുമായിട്ട് പല ഏഷ്യൻ മാർക്കറ്റ്സും ചെറുതായിട്ട് ഇൻറ്റഗ്രേറ്റഡ് ആയി. അപ്പോൾ ചിലത് പറയും ഡോളർ തീർന്നു. പക്ഷേ ഇത് റിയാലിറ്റി അല്ല. റിയാലിറ്റി ഞാൻ നിങ്ങളോട് പറയുകയാണെങ്കിൽ ഡോളറിന് കുറച്ച് ക്ഷതമൊക്കെ സംഭവിക്കുന്നുണ്ട്. അത് അമേരിക്കയ്ക്ക് ഇഷ്ടമല്ലാത്ത കാര്യമാണ്. പക്ഷേ ഡോളർ ഇസ് കിങ്, ഇപ്പോഴും ഡോളർ രാജാവാണ്. കാരണം എന്താ? ഡോളറിൻ്റെ ഒരു കരുത്ത് എന്താ? ഓയിൽ ട്രേഡിൻ്റെ 80 തൊട്ട് 90% ഇപ്പോഴും ഡോളറിലാണ് നടക്കുന്നത്. പിന്നെ പെട്രോ ഡോളറിനകത്ത് ഈ GCC പോലുള്ള രാജ്യങ്ങൾ അവരെടുക്കുന്ന പൈസ മൊത്തം അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് US-ലെ ട്രഷറി ബില്ലാണ്. പക്ഷേ ഇതിനകത്തൊരു പ്രശ്നമുണ്ട്. അപ്പം നാളെ തൊട്ട് GCC പോലുള്ള ഓയിൽ സെല്ലിംഗ് രാജ്യങ്ങൾ അമേരിക്കയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നിർത്തിക്കഴിഞ്ഞാൽ ഉടനെ ഡോളർ തീർന്നു പോകും, അമേരിക്ക തീർന്നു, ഇങ്ങനെ ചിലർ പറയും. പക്ഷേ ഇതിലൊരു പ്രശ്നമുണ്ട്. നിങ്ങൾ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് അനലൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാകും. 1970 തൊട്ട് 80-ൻ്റെ എൻഡ് വരെ ശരിയാണ്, GCCക്ക് കിട്ടിയ പൈസകളിൽ ഭൂരിഭാഗം അവരെന്ത് ചെയ്യാണ്? അമേരിക്കൻ ട്രഷറി ബോണ്ട് മേടിക്കാനും അമേരിക്കയിൽ ഇൻവെസ്റ്റ് ചെയ്യാനും ഒക്കെയാണ് ചിലവഴിക്കുന്നത്. പക്ഷേ ഈ GCC രാജ്യങ്ങൾ, ഓയിൽ വിൽപ്പന നടത്തുന്ന രാജ്യങ്ങൾ കുറച്ചൊക്കെ അവർ ഡൈവേഴ്സിഫൈ ചെയ്ത് തുടങ്ങി. അതായത് അവർക്ക് കിട്ടുന്ന ഡോളർ എല്ലാം അവർ അമേരിക്കയെ കൊണ്ട് ഇൻവെസ്റ്റ് ഒന്നും ചെയ്യുന്നില്ല. ദേ ആർ ഡൈവേഴ്സിഫൈ. So petrodollar myth is overstated. US dollar dominance is built on deep markets, trust and global integration. അപ്പോൾ പെട്രോൾ എല്ലാം ഡോളറിലാണ് ട്രേഡ് ചെയ്യപ്പെടുന്നതെന്ന് മാത്രമല്ല ഡോളറിൻ്റെ ശക്തി. അപ്പോൾ ലോകത്തുള്ള ഓയിലിൽ 90% ഡോളറിലാണ് ട്രേഡ് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് ഡോളർ മെയിൻ അങ്ങനെയല്ല, അതൊരു ഫാക്റ്റ് മാത്രമാണ്. അതില്ലെങ്കിലും അതിന് കുറവ് പറ്റിയാലും ഡോളർ ഇസ് പവർഫുൾ. അതിൻ്റെ കാരണം എന്താ? US ഹെജിമണി എക്സിസ്റ്റ് ഓൺലി ബിക്കോസ് ഓഫ് ഓയിൽ എന്നാണ് ഈ ഒരു ആർഗ്യുമെന്റ് പറയുന്നത്. പക്ഷേ റിയാലിറ്റി അതല്ല. ഓയിൽ പ്രൈസിങ് ഇൻ ഡോളേഴ്സ് ഹെൽപ്ഡ് ഇൻ ദ പാസ്റ്റ്, ബട്ട് ടുഡേ ഡോളർ പവർ ഇസ് സപ്പോർട്ടഡ് ബൈ ഡീപ്പർ ഫൗണ്ടേഷൻ. ഓക്കെ, അതായത് നിങ്ങൾ മനസ്സിലാക്കണം, നമ്മുടെ GCC രാജ്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? അവർക്ക് കിട്ടുന്ന പൈസ മൊത്തം എടുത്തിപ്പോൾ US-ലേക്ക് ഇടുമല്ല, അവരെന്ത് ചെയ്യുന്നുണ്ട്? അവർ സോവറിൻ വെൽത്ത് ഫണ്ടുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. 80s തൊട്ട് വേറെ രാജ്യങ്ങളുടെ സോവറിൻ വെൽത്ത് ഫണ്ട് അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവർക്ക് സ്വന്തമായിട്ട് സോവറിൻ ഫണ്ടുകളുണ്ട്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സൗദി അറേബ്യയ്ക്കും UAE-ക്കും ഖത്തറിനും കുവൈറ്റിനും ബഹ്റിനും എല്ലാം സോവറിൻ വെൽത്ത് ഫണ്ട് ഉണ്ട്. GCCയുടെ സോവറിൻ വെൽത്ത് ഇന്ന് ഏകദേശം 4 തൊട്ട് 6 ട്രില്യനാണ് ഇൻ ടോട്ടൽ അസറ്റ്സ് അക്രോസ് മേജർ സോവറിൻ വെൽത്ത് ഫണ്ട്. അവരെല്ലാം സോവറിൻ വെൽത്ത് ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്ത് വെച്ചേക്കും. അപ്പോൾ ഇത് മൊത്തം എങ്ങോട്ട് പോകുന്നില്ല? അമേരിക്കയിലേക്ക് പോകുന്നില്ല. അതുപോലെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ US ട്രഷറി ആൻഡ് ഡോളർ ഫിക്സ്ഡ് ഇൻകം നോക്കിയാൽ വെറും 10 തൊട്ട് 25% ഉള്ളൂ. അതായത് വെറും $400 ബില്യൺ തൊട്ട് $1 ട്രില്യൺ വരെ അവരെന്ത് ചെയ്യുന്നുള്ളൂ? ഓഫ് GCC റിസർവ് സർപ്ലസ് അസറ്റ്സ് ഇൻ US. ഓക്കെ, ട്രഷറീസ് ആൻഡ് ഡോളർ ഫിക്സ്ഡ് ഇൻകം. ബാക്കി ഇൻകം എല്ലാം അവർ ഡോളറിൽ ഇൻവെസ്റ്റ് ചെയ്യല്ല. ഓക്കെ, ബ്രോഡർ US ലിങ്ക്ഡ് ഇൻവെസ്റ്റ്മെന്റ് 30% to 60%, ദാറ്റ് ഇസ് $1.5 to 3 ട്രില്യൺ ഓഫ് GCC എക്സ്റ്റേണൽ പോർട്ട്ഫോളിയോസ് കണക്റ്റഡ് ടു US. അവർ ഇൻവെസ്റ്റ് ചെയ്തത് ഡയറക്റ്റ് US-ലല്ല, പക്ഷേ US-ഉമായിട്ടുള്ള കണക്ട് ചെയ്ത എക്സ്റ്റേണൽ കമ്പനീസിലൊക്കെ അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ റിയൽ എസ്റ്റേറ്റിലും പ്രൈവറ്റ് ഇക്വിറ്റിയിലും എല്ലാം. അപ്പം നിങ്ങൾ സിമ്പിളായിട്ട് മനസ്സിലാക്കി. അപ്പം അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന പ്രൈവറ്റ് കമ്പനികൾ ബ്ലാക്ക് റോക്ക് ആണെങ്കിലും NVIDIA ആണെങ്കിലും ആപ്പിൾ ആണെങ്കിലും ബേസിക്കലി അമേരിക്കൻ കമ്പനികളാണ്. പക്ഷെ ഇത് ഡയറക്റ്റ്ലി ട്രഷറിയിലേക്കല്ല പോകും. ചുരുക്കം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ GCC അവരുടെ കാശ് മൊത്തവും അമേരിക്കയുടെ ട്രഷറി ബോണ്ട് മേടിക്കാനോ അല്ലെങ്കിൽ ഫുൾ അമേരിക്കയിൽ ഇൻവെസ്റ്റ് ചെയ്യാനോ അല്ല ശ്രമിക്കുന്നത്. അവർ സോവറിൻ വെൽത്ത് ഫണ്ടിൽ വലിയൊരു പൈസ 4 തൊട്ട് 6 ട്രില്യൺ വരെ സോവറിൻ വെൽത്ത് ഫണ്ടുകളിലാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ചില ഫണ്ടുകൾ അമേരിക്കൻ കമ്പനീസിലാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്, ഡയറക്റ്റ്ലി അമേരിക്കയിലേക്കല്ല. അപ്പം ഇത് മനസ്സിലാക്കുക. ദീസ് GCC കൺട്രീസ് ആർ ഡൈവേഴ്സിഫൈങ് ദെയർ പോർട്ട്ഫോളിയോ. അവരുടെ പോർട്ട്ഫോളിയോ അവർ ഡൈവേഴ്സ് ചെയ്തിട്ടുണ്ട്. എല്ലാം അമേരിക്കയിലല്ല. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 45 തൊട്ട് 60% US-ലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അവർ യൂറോപ്പിലും ഏഷ്യയിലും എല്ലാം അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, ഡോളർ ഓയിലിൻ്റെ മേജർ കറൻസി, അല്ലെങ്കിൽ ലോകത്തുള്ള ഓയിൽ മൊത്തം ഡോളറിൽ വിറ്റ് പോകുന്നത് കൊണ്ട് മാത്രമല്ല ഡോളർ ഇങ്ങനെ നിൽക്കുന്നത്. അതൊരു കാരണം മാത്രമാണ്. പിന്നെ പെട്രോ ഡോളർ ശരിയാണ്, ഇങ്ങനൊരു കാര്യം നടക്കുന്നുണ്ട്. പക്ഷേ ഈ GCC രാജ്യങ്ങൾ അവരുടെ മൊത്തം പൈസയും അമേരിക്കയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല, അവർ വേറെ സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങി. അപ്പോൾ ഇതൊന്നാമത്തെ മിത്ത്. അപ്പോൾ ഡോളർ പെട്രോ ഡോളർ സിസ്റ്റം കൊണ്ട് മാത്രമല്ല നിലനിൽക്കുന്നത്. പിന്നെ വേറൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ യുവാൻ ഒരിക്കലും ആരുടെ പകരക്കാരനാവില്ല? യുവാൻ ഒരിക്കലും ഡോളറിൻ്റെ പകരക്കാരനാവില്ല. കാരണം എന്താ? ഗ്ലോബൽ കറൻസി റിസർവുകളിൽ ഇപ്പോഴും 58% US-ൻ്റെ ഡോളറാണ്. അതേസമയം യുവാൻ വെറും 2.3% ഉള്ളൂ. അതുപോലെ ഗ്ലോബൽ പേയ്മെൻറ്റ് സിസ്റ്റംസ് നോക്കിയാൽ സ്വിഫ്റ്റ് സിസ്റ്റം 51% ഇപ്പോഴും ഡോമിനേറ്റ് ചെയ്യുന്ന ഡോളറാണ്. യുവാൻ വെറും 3.7 സിസ്റ്റം. ഇനി ഫോറിൻ എക്സ്ചേഞ്ച് ട്രേഡ് അമേരിക്ക 89%, ചൈനയുടെ യുവാൻ 7%. ട്രേഡ് ഇൻവോയ്സിങ്, ലോകത്തിലെ ടോട്ടൽ ട്രേഡ് ഇൻവോയ്സിങ് നോക്കിയാൽ 54% ഇൻവോയ്സ് ചെയ്യുന്നത് ഡോളറിൽ, യുവാൻ വെറും 2%.
ഓക്കെ, ഗ്ലോബൽ ബോണ്ട് മാർക്കറ്റ് നോക്കിയാൽ 60% USA, യുവാൻ വെറും 2 തൊട്ട് 3% ഉള്ളൂ. ഇനി ഓഫ് ഷോർ ഡെപ്പോസിറ്റ് നോക്കിയാൽ, ഓഫ് ഷോർ ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ US ഡിനോമിനേറ്റഡ് ആയിട്ടുള്ള കറൻസികൾ നിങ്ങൾക്ക് ബോറോ ചെയ്യാനൊക്കെ പറ്റും. ഇത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ US ഡോളർ 13 ട്രില്യൺ, എക്സ്പെഷ്യലി യൂറോപ്പിലാണ് ഇത് കിടക്കുന്നത്. ചൈനയ്ക്ക് വെറും 82 ബില്യനേ ഉള്ളൂ. അപ്പോൾ ഓഫ് ഷോർ ഡെപ്പോസിറ്റുകളുടെ കേസിൽ അമേരിക്ക 13 ട്രില്യൺ, യുവാൻ 82 ബില്യൺ. അപ്പോൾ യുവാൻ ഇപ്പോഴും ഒരിക്കലും എന്തല്ല, US ഡോളറിനൊരു പകരക്കാരനൊന്നും അല്ല. US ഡോളറിന് ഷെയർ സംഭവിക്കുന്നുണ്ട്, ബട്ട് സ്റ്റിൽ ഇറ്റ് ഇസ് ദ കിങ്. ഓക്കെ, ക്ലിയർ? ഇനി വേറൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, പല ഇന്റർനാഷണൽ കറൻസികളും ദേ ആർ ഐദർ പെഗ്ഡ്, ലിങ്ക്ഡ് ഓർ അലൈൻഡ് വിത്ത് ഡോളർ. യൂറോ അവരിപ്പോഴും എന്ത് ചെയ്യുന്നത്, യൂറോ ഇസ് ഇൻഡയറക്ട്ലി പെഗ് ടു ദ ഡോളർ ത്രൂ യൂറോ USD ഗ്ലോബൽ റിസർവ്. ചൈനയുടെ യുവാൻ ആണെങ്കിലും ആദ്യകാലത്ത് ഫുള്ള് ഡോളറുമായിട്ടാണ് റിലേറ്റ് ചെയ്യുന്നത്. എത്ര ഡോളർ ചൈനയുടെ കയ്യിലുണ്ട് അത്രത്തോളം ചൈനയ്ക്ക് യുവാൻ പ്രിന്റ് ചെയ്യും. ഇപ്പം അവർ കുറച്ച് ഡൈവേഴ്സിഫൈ ചെയ്തിട്ടുണ്ട്. അവർ റിസർവ് ബാസ്ക്കറ്റിൽ എന്നാലും വലിയൊരു ശതമാനം ഇപ്പോഴും ആരുണ്ട്, US ഉണ്ട്. അവർ കുറേ US ഡിനോമിനേറ്റഡ് ഡെപ്റ്റ് വിറ്റ് കളഞ്ഞെങ്കിലും ഇപ്പോഴും അവരുടെ റിസർവിനകത്ത് USന്റെ ഡോളർ ഉണ്ട്. ഓൾ GCC കറൻസീസ് ആർ പെഗ് ടു US. അതായത് GCCയിലെ രാജ്യങ്ങളുടെ കറൻസികൾ ഡയറക്റ്റ്ലി ഡോളറുമായിട്ട് പെഗ്ഡ് ആണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഓയിൽ മാത്രമല്ല USന്റെ പവർ, ട്രേഡിൻ്റെ ശതമാനം ഇപ്പോഴും കൂടുതലാണ്. ഇനി നിങ്ങൾക്കൊരു കൗതുകകരമായ കാര്യം പറഞ്ഞുതരാം. ഈ ഇറാൻ്റെ യുദ്ധം തുടങ്ങിയതിന് ശേഷം ഡോളറിൻ്റെ ഡിമാൻഡ് ചെറുതായിട്ട് കൂടിയിട്ടുണ്ടെന്നുള്ളതാണ്. അതായത് മാർച്ച് വരെയുള്ള കണക്കാണ്, പക്ഷേ അത് കഴിഞ്ഞിട്ട് എന്ത് പറ്റിയെന്ന് എനിക്കറിയത്തില്ല. പിന്നെ നിങ്ങൾ നോക്കിയാൽ ഡോളറിൻ്റെ ഓവറോൾ ഉപയോഗം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 1990-കളിലൊക്കെ 90% ഡോളറിലായിരുന്നു ട്രേഡ് ചെയ്യുന്നത്. പക്ഷേ അത് കുറഞ്ഞ് എന്ത് ചെയ്തിട്ടുണ്ട്, 56 തൊട്ട് 59% വരെ ആയിട്ടുണ്ട്. പക്ഷെ അതൊരു പയ്യെ ഇത് കുറയും. അപ്പോൾ ഒറ്റയടിക്ക് ഡോളറിനെ യുവാനോ അല്ലെങ്കിൽ വേറെ കറൻസിയോ മലത്തി അടിക്കുമെന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് നോട്ട് പോസിബിൾ, ദാറ്റ് ഇസ് നോട്ട് ഗോയിങ് ടു ഹാപ്പൻ. പിന്നെ യുവാന് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. യുവാൻ റെസ്ട്രിക്ട്സ് ദ ഫ്രീ മൂവ്മെന്റ് ഓഫ് മണി. അതിൻ്റെ കാരണം എന്താ, യുവാൻ ഫുള്ളി കൺവേർട്ടബിൾ ആയിട്ടുള്ള ഒരു കറൻസി അല്ല. നിങ്ങൾ യുവാനും കൊണ്ട് വേറൊരു സ്ഥലത്ത് ചെന്നിട്ട് എനിക്ക് ഗോൾഡ് തരാനോ അല്ലെങ്കിൽ ഡോളർ തരാനോ പറഞ്ഞാൽ തരില്ല. കാരണം UN കറൻസി ഈസ് നോട്ട് ടോട്ടലി കൺവേർട്ടബിൾ. പക്ഷെ നിങ്ങൾ ഡോളറും കൊണ്ട് ഏത് രാജ്യത്ത് ചെന്നാലും അത് എളുപ്പത്തിൽ കൺവേർട്ട് ചെയ്തെടുക്കാൻ പറ്റും. ആ പവർ ഇപ്പോഴും ആർക്കില്ല, യുവാനില്ല. യുവാൻ ഇസ് നോട്ട് ഫുള്ളി കൺവേർട്ടബിൾ, ഡോളർ ഇസ് സ്റ്റിൽ ഫുള്ളി കൺവേർട്ടബിൾ. ഓക്കെ, അതുപോലെ തന്നെ ചൈനീസ് സിസ്റ്റം വളരെ ട്രാൻസ്പെറൻസി കുറഞ്ഞ സിസ്റ്റമാണ്. US സിസ്റ്റം ഇസ് റിലേറ്റീവ്ലി ട്രാൻസ്പെറൻറ്റ്. ക്ലിയർ? അപ്പം ഞാൻ പറഞ്ഞു, ഓഫ് ഷോർ യുവാൻ മാർക്കറ്റ് വെറും 82 ബില്യൺ ഡോളറേ ഉള്ളൂ. അമേരിക്കയുടെ ഓഫ് ഷോർ മാർക്കറ്റ് 13 ട്രില്യനാണ്. അതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കുക. അപ്പോൾ ഇതിനകത്ത് മനസ്സിലാക്കുന്നത്, ശരിയാണ്, അമേരിക്കയുടെ കറൻസിക്ക് അടി കിട്ടുന്നുണ്ട്, അവർക്ക് ചില പ്രശ്നങ്ങളുണ്ട്. രാജ്യങ്ങൾ തമ്മി സ്വന്തം പേയ്മെൻറ്റ് ട്രാൻസാക്ഷനിൽ സ്വന്തം കറൻസി ഉപയോഗിക്കുന്നുണ്ട്. അവർ റിസർവ് ചെയ്യുന്ന അമേരിക്കൻ ഡിനോമിനേറ്റഡ് ആയിട്ടുള്ള ഡെപ്റ്റുകളും അതുപോലെ ട്രഷറി ബില്ലുകളും അതുപോലെ കറൻസി അമേരിക്കൻ ഡോളറും കുറയ്ക്കുന്നുണ്ട്. രാജ്യങ്ങൾ കൂടുതൽ ഗോൾഡ് മേടിക്കുന്നുണ്ട്. ഇതെല്ലാം അമേരിക്കയ്ക്ക് അടിയാണ്. പക്ഷേ അമേരിക്കൻ കറൻസി ഒറ്റയടിക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അടിച്ചു കളയാൻ പറ്റത്തില്ല. ഇത് നിങ്ങൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പം നമ്മൾ ഇനിയും പഠിക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻറ്റും രസകരമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ദ ഓയിൽ ഗെയിം അല്ലെങ്കിൽ ഓയിൽ വാർ വിച്ച് ഇസ് ഹാപ്പനിങ്. ഇന്ന് നമ്മൾ ഇറാനിൽ കാണുന്ന പ്രശ്നങ്ങൾക്കും യുക്രൈൻ റഷ്യയിൽ കാണുന്ന പ്രശ്നങ്ങൾക്കും ലോകത്ത് പല പ്രശ്നങ്ങൾക്കും കാരണം ഓയിലാണ്, എനർജിയാണ്. എനർജിക്ക് വേണ്ടി പല രാജ്യങ്ങളും നടത്തുന്ന യുദ്ധങ്ങളാണ്. ഇനി നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ US പറ്റി പറയാം. US ആണ് ലോകത്തെ ഏറ്റവും ടോപ്പായിട്ടുള്ള നമ്പർ 1 ഓയിൽ പ്രൊഡ്യൂസർ. ഏകദേശം ക്രൂഡ് ഓയിൽ നോക്കിയാൽ 13.6 മില്യൺ ബാരലാണ് USA ഒരു ദിവസം മാത്രം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. 13.6 മില്യൺ ബാരൽ പെർ ഡേ. ഇനി ടോട്ടൽ പെട്രോളിയം ലിക്വിഡ്സ് കൂടെ നമ്മൾ അതിനകത്ത് ആഡ് ചെയ്താൽ ടോട്ടൽ 22.8 മില്യൺ ബാരലാണ് USA ഡെയിലി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി ലോകത്തെ ടോപ്പ് 10 ഓയിൽ പ്രൊഡ്യൂസേഴ്സ് നോക്കിയാൽ നമ്പർ 1 USA അറൌണ്ട് 22 മില്യൺ ബാരൽസ് ഒരു ദിവസം. സൗദി അറേബ്യ ഏകദേശം 12, റഷ്യ 11. നിങ്ങൾ ശ്രദ്ധിക്കണം, സൗദി അറേബ്യ USന്റെ അലയാണ്, റഷ്യ USAയുടെ ശത്രുവാണ്. ഇപ്പം നിങ്ങൾ നോക്കിയാൽ യുക്രൈൻ പല റഷ്യൻ ഓയിൽ ഫെസിലിറ്റികളിലും തുരുതുര അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പം അമേരിക്ക ഈസ് ഇൻഡയറക്ട്ലി മേ ബി ടാർഗറ്റിംഗ് റഷ്യ. ഇനി കാനഡ 5.6 മില്യൺ ബാരൽ പെർ ഡേ. അമേരിക്ക, നമ്മുടെ ട്രംപ് എന്താ പറയുന്നത്, കാനഡ അമേരിക്കയുടെ 51ാമത്തെ സ്റ്റേറ്റ് ആവണം, കാരണം അവിടെ എന്തുണ്ട്, ഓയിലുണ്ട്. ഇറാഖിനകത്ത് അമേരിക്ക പ്രശ്നം ഉണ്ടാക്കാൻ നേരത്തെ കയറി, 5th ലാർജസ്റ്റ് ഓയിൽ പ്രൊഡ്യൂസർ. ഓക്കെ, ക്ലിയർ? ഇനി ഇറാൻ നോക്കിയേ 9th ലാർജസ്റ്റ് ഓയിൽ പ്രൊഡ്യൂസർ. അപ്പം ഈ ഓയിലുള്ള സ്ഥലത്തെല്ലാം ഒന്നുകിൽ അമേരിക്ക ഫ്രണ്ടാണ്, അല്ലെങ്കിൽ അമേരിക്ക അവിടെ പ്രശ്നം ഉണ്ടാക്കാൻ നോക്കും. ഇനി രണ്ടാമത് നിങ്ങൾ നോക്കിക്കേ, ടോപ്പ് ഓയിൽ റിസർവ്. ഇത്
പ്രൊഡക്ഷനാണ്, ഇത് റിസർവ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ഓയിൽ പ്രൊഡക്ഷൻ നടക്കുന്ന അല്ലെങ്കിൽ ഓയിൽ റിസർവ് ഉള്ളത് എവിടെ? വെനസ്വേല. 303 ബില്യൺ ബാരൽ. ഇപ്പം നിങ്ങൾക്കറിയാം ഈയിടയ്ക്ക് എന്താ നടന്നത്? വെനസ്വേലയുടെ പ്രസിഡന്റിനെ അമേരിക്ക കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയി അമേരിക്കൻ ജയിലിൽ പിടിച്ചിട്ടേക്കുക. ലോകത്ത് ഏറ്റവും കൂടുതൽ ഓയിൽ റിസർവ് ഉള്ള രാജ്യം ഇപ്പം ആരുടെ കൺട്രോളിലാണ്? ഇൻഡയറക്ട്ലി അമേരിക്കയുടെ കൺട്രോൾ. രണ്ടാമത് ഏറ്റവും ഓയിൽ റിസർവ്സ് ഉള്ള രാജ്യം സൗദി അറേബ്യ, അമേരിക്കയുടെ അലയാണ്. മൂന്നാമത്തത് കാനഡ, 170 ബില്യൺ ബാരൽസാണ്. ട്രംപ് എന്താ പറയുന്നത്? കാനഡയെ അമേരിക്കയുടെ 51ാമത്തെ സ്റ്റേറ്റ് ആക്കണം. ട്രംപിൻ്റെ ആഗ്രഹം കൊള്ളാം. പിന്നെ ലോകത്ത് 4ാമത് ഏറ്റവും കൂടുതൽ ഓയിൽ റിസർവ് ഉള്ളത് ഇറാൻ, 158 ബില്യൺ ബാരൽ. അവിടെയും അമേരിക്കതയെ പ്രശ്നം ഉണ്ടാകും. ഇറാഖിൽ 145 ബാരൽ. 5ാമത് ലോകത്ത് ഏറ്റവും കൂടുതൽ ഓയിൽ റിസർവ്. നേരത്തെ അമേരിക്ക ഈ രാജ്യത്തെ അറ്റാക്ക് ചെയ്തു, അവിടെയുള്ള റിസോഴ്സ് ഒക്കെ കുറെ കയ്യിലാക്കി. ബാക്കിയുള്ള പല ആൾക്കാരും അമേരിക്കയുടെ അലൈസ് ആണ്. UAE ആണെങ്കിലും കുവൈറ്റ് ആണെങ്കിലും. റഷ്യ 98 ബില്യൺ, അമേരിക്കയുടെ ശത്രു. പിന്നെ അമേരിക്ക. ഓയിൽ പ്രൊഡക്ഷൻ്റെ കേസിൽ ലോകത്തെ ഏറ്റവും വലിയ ടോപ്പ് രാജ്യം അമേരിക്കയും ഓയിൽ റിസർവിൻ്റെ കേസിൽ അമേരിക്ക 9ാണ്. അപ്പോൾ ഈ റിസോഴ്സ് എല്ലാം കൂടെ അവന് വേണം. അതൊരു അമേരിക്കൻ ഇൻട്രസ്റ്റ് ആണ്. ലിബിയയാണ് 10ാമത്തെ ലോകത്തെ ഏറ്റവും കൂടുതൽ ഓയിൽ റിസർവ്സ് ഉള്ളത്, 48 ബില്യൺ. ലിബിയയിൽ ആരായിരുന്നു ഉണ്ടായിരുന്നത്? ഗദ്ദാഫി ആരാ തീർത്തത്? അമേരിക്കയുടെ CIA ത്രൂ ഇൻഡയറക്റ്റ് ഓപ്പറേഷൻ. അപ്പം ഇത് കണ്ടാൽ വ്യക്തമായിട്ട് ഈ കളി നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഇനി ബാക്കിയുള്ള സ്ലൈഡുകളിൽ ഇത് ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. അമേരിക്കയുടെ ഓയിൽ ഇൻ്റർവെൻഷൻസ്. ഓക്കെ, ആദ്യം അമേരിക്കയുടെ ഫേവറേറ്റ് ആയിരുന്നു സദ്ദാം ഹുസൈൻ. 2003 സദ്ദാം ഹുസൈൻ്റെ കയ്യിൽ വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ ഉണ്ട്, സദ്ദാം ഹുസൈൻ്റെ കയ്യിൽ ന്യൂക്ലിയർ ബോംബെന്ന് പറഞ്ഞ് ഇറാഖിൽ കയറി സദ്ദാമിനെ പിടിച്ച് തൂക്കിക്കൊന്നു. എന്നിട്ട് അവിടെയുള്ള റിസോഴ്സിനെ കയ്യിലാക്കാൻ ശ്രമിച്ചു. അവിടെ നിന്ന് ഒരു ന്യൂക്ലിയർ ബോംബും കിട്ടിയില്ല, ഒന്നും കിട്ടിയില്ല. 2011 ഗദാഫി എന്ത് പറഞ്ഞു? ഓയിലിനെയും ഡോളറിനെയും ലിങ്ക് ചെയ്യേണ്ട, നമുക്ക് സ്വന്തമായിട്ട് ഗോൾഡ് ലിങ്ക് ചെയ്തൊരു കറൻസി ഉണ്ടാക്കാം. ആ പറഞ്ഞതിൻ്റെ പേര് ഗദാഫിയെ 2011 തീർത്തു. 1979 തൊട്ട് ഇറാനുമായിട്ട് പ്രശ്നമാണ്. 2025 വരെയുള്ള കാര്യം ഞാൻ പറയുന്നത്. അമേരിക്ക ഇറാനെ നശിപ്പിക്കാൻ പല രീതിയിൽ നോക്കിയിരുന്നു. നൈജീരിയ 1990 ഇതെന്ത് ചെയ്തു? ലീഡറായ സാനി അബാക്കെ അമേരിക്കൻ കസ്റ്റഡിയിൽ പിടിച്ചു വെച്ച് ഇദ്ദേഹത്തെ കൊന്നുകളഞ്ഞു, അല്ലെങ്കിൽ ഇദ്ദേഹം മരിച്ചുപോയി. വെനസ്വേലയുടെ ഹ്യൂഗോ സാവേസിനെ പല രീതിയിൽ ആക്രമിക്കാൻ സാങ്ഷൻസ് വെച്ചും പല രീതിയിലും അമേരിക്ക ഡിഫീറ്റ് ചെയ്യാൻ നോക്കി. അതുപോലെ ബഷർ അൽ അസാദ് സിറിയൻ ലീഡറാണ്. ഇദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത് ആരാ? ഇറാനും ചൈനയാണ്. അപ്പോൾ ഇദ്ദേഹത്തെയും തീർക്കാനുള്ള ശ്രമങ്ങൾ 2025 വരെ അമേരിക്ക ചെയ്തുകൊണ്ടിരുന്നു, അല്ലെങ്കിൽ ഇദ്ദേഹത്തെ പുറത്താക്കാനുള്ള ശ്രമം. അപ്പോൾ ഓയിലുള്ള എല്ലായിടത്തും അമേരിക്ക 2025 വരെ ഇൻ്റർഫിയർ ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് ഡെമോക്രസി. അമേരിക്ക ഈ രാജ്യങ്ങളിലെല്ലാം കയറുന്നത് എന്താ? ഈ രാജ്യങ്ങളിലൊന്നും ഡെമോക്രസി ഇല്ല, അതുകൊണ്ട് ഞങ്ങൾ ഡെമോക്രസി തിരിച്ചു കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ ഇവിടെ കയറുന്നത്. പക്ഷേ ഇവിടെ അമേരിക്ക പോയതിന് ശേഷം ഇറാഖിലും ആ റീജിയനിലും എന്തുണ്ടായി? സിറിയയിലും ഐസിസ് ഉണ്ടായി. അമേരിക്ക ഡെമോക്രസി ക്രിയേറ്റ് ചെയ്യാൻ അഫ്ഗാനിസ്ഥാനിൽ കയറി. അവിടുത്തെ അവസ്ഥ നിങ്ങൾക്ക് അറിയാം. ഓക്കെ, സോ ദാറ്റ് ഇസ് ഇറ്റ്. ഇനി നിങ്ങൾ നോക്കിയാൽ 2025 കഴിഞ്ഞ് അമേരിക്ക എന്താ ചെയ്തേക്കുന്നത്? ലോകത്തെ ഏറ്റവും കൂടുതൽ ഓയിൽ റിസർവ്സ് ഉള്ള വെനസ്വേലയെ ഇൻഡയറക്ട്ലി കൺട്രോൾ ചെയ്തു. അവിടുത്തെ പ്രസിഡന്റിനെ, ഒരു സോവറിൻ രാജ്യത്തിൻ്റെ പ്രസിഡന്റിനെ കയറി പിടിച്ചു. ഓക്കെ, ഗ്രീൻലാൻഡ് എനിക്ക് വേണമെന്ന് ട്രംപ് പറയുന്നു. ഡെൻമാർക്കിൻ്റെ കയ്യിലുള്ള ഏരിയയാണ് ഗ്രീൻലാൻഡ്. എന്തിനാണ് ഗ്രീൻലാൻഡ് വേണ്ടത്? അത് ആർട്ടിക് റീജിയനിലുള്ള ഐലൻഡാണ്, അണ്ടർ ഡെൻമാർക്ക് കൺട്രോൾ. ഇവിടെയും വലിയ ഓയിൽ റിസർവ്സ് ഉണ്ടാവാം. അതുപോലെ ആർട്ടിക്കിൽ ഡെവലപ്മെൻറ്റ്സ് കൂടുമ്പോൾ, പോളാർ മെൽറ്റിംഗ് ഒക്കെ നടക്കുമ്പോൾ, ആർട്ടിക് മെൽറ്റിംഗ് നടക്കുമ്പോൾ അവിടെ ഹൈഡ്രോ കാർബൺസും എനർജി ഉണ്ടാവും. അത് അമേരിക്കയ്ക്ക് വേണം. അപ്പോൾ ഗ്രീൻലാൻഡ് വേണമെന്ന് പറയുന്നു. കാനഡ എനിക്ക് തോന്നുന്നു തേർഡ് ലാർജസ്റ്റ് റിസർവും 5th ലാർജസ്റ്റ് പ്രൊഡ്യൂസറോ എന്തോ ആണ്. കാനഡ 51st സ്റ്റേറ്റ് ആക്കണമെന്ന് ട്രംപ് പറയുന്നു. ഓയിൽ ഉള്ളിടത്തെല്ലാമാണ് കണ്ണ്. നൈജീരിയയിലും ഐസിസിനെ തകർക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ടെററിസത്തിൻ്റെ ബേസിൽ അമേരിക്ക ഇടയ്ക്കിടയ്ക്ക് ബോംബിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. നൈജീരിയയും ഒരു വലിയ ഓയിൽ റിച്ച് രാജ്യമാണ്. ഇനി ആർട്ടിക്കിൽ നോക്കിക്കഴിഞ്ഞാൽ നേറ്റോ ഇസ് എക്സ്പാൻഡിങ് ഇറ്റ്സ് പ്രസൻസ് ആൻഡ് സർവൈലൻസ് ഇൻ ആർട്ടിക്. കാരണം എന്താ? ദർ ഇസ് എ വാസ്റ്റ് അൺടാപ്ഡ് റിസോഴ്സസ് ആൻഡ് ഇറ്റ് കുഡ് ബി ആർട്ടിക് വിച്ച് ഇസ് ദ ഫ്യൂച്ചർ എനർജി ഹബ്. അപ്പോൾ ആർട്ടിക്കിലും കണ്ണുണ്ട്. അപ്പോൾ എനർജി ഉള്ളിടത്തെല്ലാം അമേരിക്ക ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ക്രിയേറ്റ് ചെയ്യും. നിങ്ങൾക്ക് ഒരു കാര്യത്തോടെ ഞാൻ കഴിഞ്ഞ സ്ലൈഡിൽ കാണിച്ചു തരാൻ മറന്നുപോയി. അമേരിക്കയുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി വളരെ വലുതാണ്. നമ്മൾ ചെറുപ്പത്തിലൊക്കെ സൗദിയാണ് ഏറ്റവും വലിയ പ്രൊഡ്യൂസർ എന്ന് വിശ്വസിക്കും. അങ്ങനല്ല. നിങ്ങൾ നോക്കിയാൽ സൗദി അറേബ്യയുടെയും റഷ്യയുടെയും ടോട്ടൽ കപ്പാസിറ്റി നോക്കിക്കഴിഞ്ഞാൽ അതിനെക്കാട്ടി കൂടുതൽ കപ്പാസിറ്റി ആർക്കുണ്ട്? USA ഏകദേശം 22 ബില്യൺ ബാരലാണ്. സൗദിയും റഷ്യയും കൂടെ ചേർന്നാലും അത്രേ ആവുള്ളൂ. അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം ഇൻഡയറക്ട്ലി നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇൻഡയറക്ട്ലി നിങ്ങൾ ചിന്തിച്ചു നോക്കുക. സപ്പോസ് അത് ട്രംപിൻ്റെ ആഗ്രഹങ്ങളാട്ടോ. കാനഡ 51ാമത്തെ സ്റ്റേറ്റ് ആവണം. അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ട്വീറ്റ് ചെയ്തു, ആയത്തുള്ള അലി ഖമേനിയെ കൊന്നു,
മദൂരോയെ കിഡ്നാപ്പ് ചെയ്തു. ഓയിലുള്ള സ്ഥലത്തൊക്കെ ട്രംപ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി നിങ്ങൾ ആലോചിക്കേണ്ടത് ട്രംപിന്റെ ഒരു ആഗ്രഹം, ചിലർ പറയുന്നത് ഇദ്ദേഹം ഡോൺറോ ഡോക്ട്രിൻ കൊണ്ടുവരാനാണ് ആഗ്രഹിക്കുന്നത്. അതായത് വേൾഡിന്റെ വെസ്റ്റേൺ ഹെമിസ്ഫിയർ മൊത്തം എൻ്റെ കൺട്രോളിൽ. അപ്പം ട്രംപ് എന്താ പറയുന്നത്? എനിക്ക് കാനഡ 51ാമത്തെ സ്റ്റേറ്റ് ആയിട്ട് വേണം, ഗ്രീൻലാൻഡിന്റെ കൺട്രോൾ എനിക്ക് വേണം, പനാമയുടെ കൺട്രോൾ എനിക്ക് വേണം, ഈ സ്ഥലം മൊത്തം എൻ്റെ കയ്യിൽ, ഇവിടുത്തെ ഓയിൽ റിസോഴ്സും എൻ്റെ കയ്യിൽ. ഈ ഒരു ഐഡിയയാണ്, വെസ്റ്റേൺ ഹെമിസ്ഫിയർ മൊത്തം എനിക്ക് വേണം. ഇതിനെ ആ മുൺട്രോ ഡോക്ട്രിൻ എന്ന് പറയുന്നത്. ഇതിനെ തന്നെ വേറൊരു രീതിയിൽ എന്ത് പറയും? ഡോൺട്രോ ഡോക്ട്രിൻ എന്ന് പറയും. ട്രംപ് പക്ഷേ ചിലർ പറയുന്നത് ചൈനയുമായിട്ട് ഒരു കോംപ്രമൈസ് ആയിട്ട് ഇദ്ദേഹം ആഗ്രഹിക്കുന്നത് എന്താ? വെസ്റ്റേൺ ഹെമിസ്ഫിയർ അമേരിക്ക നോക്കിക്കോളാം, ഈസ്റ്റേൺ ഹെമിസ്ഫിയർ ചൈന നോക്കിക്കോ, അവിടെ ഞങ്ങൾ ഇടപെടുന്നില്ല, പക്ഷേ വെസ്റ്റേൺ ഹെമിസ്ഫിയറിലെ ഓയിലും റിസോഴ്സും എല്ലാം ഞങ്ങൾക്ക് വേണം. പക്ഷേ ഇതല്ല ട്രംപിൻ്റെ ഗെയിം. ട്രംപിൻ്റെ ശരിക്കുള്ള ഡോൺട്രോ ഡോക്ട്രിൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ലോകത്തുള്ള എല്ലാ റിസോഴ്സും വേണം, വെസ്റ്റേൺ ഹെമിസ്ഫിയറിൽ മാത്രമല്ല. കാരണം നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചാൽ മതി, GCCയുടെ ഓയിൽ മൊത്തം ഇപ്പോൾ തീർന്നെന്ന് വെച്ചോ, സപ്പോസ്. അതായത് സൗദി അറേബ്യയുടെയും നമ്മുടെ UAEയുടെയും എല്ലാവരുടെയും ഓയിൽ കപ്പാസിറ്റി ഫുള്ള് തീർന്നെന്ന് വെച്ചോ. പിന്നെ ലോകത്തിന് ഓയിൽ സപ്ലൈ ചെയ്യാനുള്ള ആളാരാ? അറബ് രാജ്യങ്ങളുടെ ഓയിൽ മൊത്തം ഇപ്പം യുദ്ധത്തിൽ നശിച്ചു. ഇപ്പം നമ്മൾ കാണുന്ന യുദ്ധത്തിൽ നശിച്ചെന്ന് വെച്ചോ. പിന്നെ ലോകത്ത് ഓയിൽ സപ്ലൈ ചെയ്യാൻ പവർ ഉള്ളത് ആരാ? അമേരിക്കയുടെ കയ്യിലാണ് എല്ലാ ഓയിലും കിടക്കുന്നത്. ഡയറക്റ്റ്ലി അമേരിക്ക ഏറ്റവും വലിയ പ്രൊഡ്യൂസർ. ഏറ്റവും കൂടുതൽ റിസർവ് ഉള്ളത് ആരുടെ കയ്യിലാണ്? അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പൊട്ടൻഷ്യൽ ഉള്ള ആർക്കാ? വെനസ്വേല. ഏറ്റവും കൂടുതൽ പ്രൊഡക്ഷൻ നടത്തുന്ന രാജ്യം അമേരിക്ക, ഏറ്റവും കൂടുതൽ റിസർവ് ഉള്ളത് വെനസ്വേല. രണ്ടും അമേരിക്കയുടെ കയ്യിലാണ്. അപ്പം ലോകത്തൊരു ഓയിലിൻ്റെ ഷോർട്ടേജ് വന്നാൽ ആർക്കാ ലാഭം? അമേരിക്ക. എല്ലാവരും അമേരിക്കയുടെ കയ്യിൽ നിന്ന് മേടിക്കണം. അപ്പം GCC തകർന്നു പോയാലും അമേരിക്കയ്ക്ക് ഇൻഡയറക്ട്ലി നോക്കുമ്പോൾ ലാഭമുണ്ട്. കാരണം എല്ലാവരും ഇനി എണ്ണ മേടിക്കുക എവിടേക്ക് വരേണ്ടി വരും? അമേരിക്കയുടെ കയ്യിലേക്ക് വരണം. ഒന്ന് അമേരിക്കയുടെ കയ്യിൽ കുറേ ഷെയിൽ ഗ്യാസിൻ്റെ ഉണ്ട്, അതുപോലെ വെനസ്വേല ഇപ്പോൾ ഇൻഡയറക്ട്ലി അവൻ്റെ കൺട്രോളില്ല. അപ്പോൾ ഇതൊരു പ്രശ്നമാണ്. അപ്പോൾ GCC തകർന്നാലും അമേരിക്കയ്ക്ക് പ്രശ്നം ഉണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ചിലർ പറയുന്നത് മനഃപൂർവ്വം GCC കൺട്രീസിനെ തീർക്കാനുള്ള ഇസ്രായേലിൻ്റെ അമേരിക്കയുടെ ശ്രമമാണെന്നും ചിലർ പറയും. കാരണം നോക്കിയേ, ഇറാൻ്റെ അറ്റാക്സ് നോക്കിയാൽ ഇസ്രായേലിലേക്ക് 17% ഉള്ളൂ, 83% പോയേക്കുന്നത് GCC രാജ്യങ്ങളിലേക്കാണ്. ചിലരുടെ ഒരു ആർഗ്യുമെൻ്റ് ആട്ടോ. അതായത് GCC തകർന്നാലും അമേരിക്കയ്ക്ക് ലാഭം. കാരണം GCCയിലെ എണ്ണ തീർന്നാൽ ലോകത്തുള്ള എല്ലാ എണ്ണ എവിടെ നിന്ന് മേടിക്കേണ്ടി വരും? അമേരിക്കയുടെ കയ്യിൽ നിന്ന് മേടിക്കേണ്ടി വരും. അമേരിക്ക ഇത് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് റിയാലിറ്റി. ഇനി നിങ്ങൾ നോക്കിക്കോ, GCC തകർന്നു എന്ന് വെച്ചാൽ ഇതൊരു പ്ലാനായിട്ട് നിങ്ങൾ എടുത്താൽ മതി. GCC തകർന്നു, അപ്പം അറബ് രാജ്യങ്ങളുടെ എണ്ണയില്ല. ആരുടെ കയ്യിലെ എണ്ണ ഉള്ളത്? പിന്നെ ഇന്ത്യ, നമ്മുടെ USA കയ്യിലുണ്ട്. വെനസ്വേലയുടെ എണ്ണയുടെ കൺട്രോളും കുറച്ചൊക്കെ അമേരിക്കയുടെ കയ്യിലാണ്. പിന്നെ എണ്ണയുള്ള രാജ്യം ഏതാ? റഷ്യയാണ്. റഷ്യയുടെ ഓയിൽ ഫെസിലിറ്റികളിലേക്ക് തുരുതുര എന്ന് പറഞ്ഞ് യുക്രൈൻ മിസൈൽ വിട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ GCCയുടെ എണ്ണ തീർന്നു. യുക്രൈനെയും കൊണ്ട് സപ്പോസ് നമ്മൾ റഷ്യയുടെ എണ്ണയും കൂടെ തീർത്താൽ പിന്നെ എണ്ണ ആർക്കേ ഉള്ളൂ? ഇറാനെ ഇപ്പം അടിച്ചുകൊണ്ടിരിക്കുക. അതായത് നിങ്ങളിങ്ങനെ ചിന്തിച്ചാൽ മതി, GCCയിൽ എണ്ണ തീർന്നു, ഇറാനിൽ എണ്ണ തീർന്നു, അല്ലെങ്കിൽ അമേരിക്കയുടെ കൺട്രോളിലായി, റഷ്യയുടെ എണ്ണയുടെ കൺട്രോൾ പവർ കുറഞ്ഞു. പിന്നെ ലോകത്ത് എണ്ണയുടെ പവർ, ഓയിൽ പവർ ആരുടെ കയ്യിലേ ഉള്ളൂ, അല്ലെങ്കിൽ എനർജി പവർ ആരുടെ കയ്യിലേ ഉള്ളൂ? USA കയ്യിൽ മാത്രം. അപ്പോൾ റഷ്യയുടെ കയ്യിൽ നിന്നും ഓയിലും ഗ്യാസും കിട്ടുന്നില്ല, ഇറാൻ്റെ കയ്യിൽ നിന്ന് ഓയിലും ഗ്യാസും കിട്ടുന്നില്ല, അറേബ്യൻ റീജിയനിൽ നിന്നും ഓയിലും ഗ്യാസും കിട്ടുന്നില്ല. പിന്നെ ആർക്ക് മാത്രമേ ഇത് കൊടുക്കാൻ കപ്പാസിറ്റി ഉള്ളൂ? അമേരിക്കയ്ക്ക്. അമേരിക്ക പിന്നെയും എനർജി പവറായി മാറും. ഇങ്ങനൊരു ഗെയിം ആയിക്കൂടെ ഇപ്പം നടക്കുന്നത്? ഇത് വളരെ പ്രൂഫ് ബൈ പ്രൂഫ്, ഫാക്ട് ബൈ ഫാക്റ്റാണ് ഞാൻ കാണിച്ചു തരുന്നത് ഈ ഗെയിം. ഇനി നിങ്ങൾ മനസ്സിലാക്കണം, ഈ സൗദി അറേബ്യയിൽ നിന്നും അതുപോലെ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നൊക്കെ എണ്ണയുടെ പ്രൊഡക്ഷനും അതുപോലെ അതിൻ്റെ സപ്ലൈയും കുറഞ്ഞപ്പോൾ അമേരിക്ക എന്താ ചെയ്യുന്നത്? അവൻ്റെ എണ്ണ കച്ചവടം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഏഷ്യ ബൈസ് മോസ്റ്റ് US ഓയിൽ ഇൻ ഇയേഴ്സ് ആസ് ഇറാൻ വാർ ബ്ലോക്സ് മിഡിൽ ഈസ്റ്റ്. മിഡിൽ ഈസ്റ്റിൽ നിന്ന് എണ്ണ പുറത്തോട്ട് വരുന്നില്ല, കാരണം അവിടെ പ്രശ്നങ്ങളാണ്. ഹോർമൂസ് അടച്ചിരിക്കുന്നു, അമേരിക്കയുടെ ബ്ലോക്കേഡ്, ഇറാൻ്റെ ബ്ലോക്കേഡ്. പക്ഷേ ഈ ബ്ലോക്കേഡ് കൊണ്ട് അമേരിക്കൻ ഓയിലിന് കച്ചവടം കൂടുക. അപ്പോൾ ഗൾഫിൽ നിന്ന് ഓയിൽ വരുന്നില്ല, പകരം ഏഷ്യൻ രാജ്യങ്ങൾ എവിടെ നിന്ന് ഓയിൽ മേടിക്കുന്നു? അമേരിക്കയുടെ കയ്യിൽ നിന്ന് ഓയിൽ മേടിക്കുന്നു. ക്ലിയർ? ഇപ്പോൾ ഇവിടെ നോക്കിക്കോ, നമ്മുടെ ഏഷ്യൻ രാജ്യങ്ങളുടെ എക്സ്പോർട്ട് വളരെയധികം കൂടി. ഇപ്പോൾ ഇറ്റ് ഇസ് പീക്കിംഗ് ഹിയർ. 2026 ഏഷ്യൻ കൺട്രീസ് ആർ ബൈയിങ് മോർ ആൻഡ് മോർ അമേരിക്കൻ ഓയിൽ. അപ്പോൾ അമേരിക്കയ്ക്ക് ഈ യുദ്ധം നഷ്ടമാണോ ലാഭമാണോ? ഒരു തരത്തിൽ ചിന്തിക്കുക. ഇനി മാർക്കോ റൂബിയോ, ഇത് എന്നത്തെ ന്യൂസാണ്? മെയ് 21. ഇന്നത്തെ ഡേറ്റ് നിങ്ങൾക്ക് നോക്കാം, അല്ലെങ്കിൽ ഇത് എടുക്കുന്ന ഡേറ്റിന് ഒരു ദിവസം മുമ്പുള്ള ന്യൂസാണ്. മാർക്കോ റൂബിയോ ഹീസ് ഗോയിങ് ടു വിസിറ്റ് ഇന്ത്യ. അദ്ദേഹം പറയുന്നത് എന്താ? ഇന്ത്യയിലേക്കുള്ള എനർജി എക്സ്പോർട്ട്സ് കൂട്ടണം. US കയ്യിൽ നിന്ന് എണ്ണയും ഗ്യാസും ഒക്കെ ഇന്ത്യ കൂടുതൽ മേടിക്കണം, എസ്പെഷ്യലി ഓയിൽ. നിങ്ങൾ മനസ്സിലാക്കണം, GCCയിൽ എണ്ണ തീർന്നത് കൊണ്ടോ ഇറാനിൽ ഈ പ്രശ്നം നടക്കുന്നതുകൊണ്ടോ അമേരിക്കയുടെ കയ്യിൽ നിന്ന് രാജ്യങ്ങൾ കൂടുതൽ എണ്ണ മേടിക്കും. കാരണം അറബ് റീജിയനിൽ നിന്നും ഇറാനിൽ നിന്നും എണ്ണ കിട്ടുന്നില്ല.
ക്ലിയർ? അപ്പോൾ ഓയിൽ ഗെയിം നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പം ഇനി തെളിവ് നിങ്ങൾ നോക്കിയേ. ഈ ഇറാൻ യുദ്ധത്തിന് ശേഷം ഇന്ത്യ റാംസ് അപ്പ് US ഓയിൽ ഇമ്പോർട്ട്സ്. അത് വോളിയം 92%, കഴിഞ്ഞ വർഷത്തെക്കാട്ടി 92% നമ്മൾ US-ന്റെ കയ്യിൽ നിന്ന് എനർജി മേടിക്കുന്നത്. 92% ഇൻക്രീസ്. ഓക്കെ, ഇമ്പോർട്ട് ബാസ്ക്കറ്റ്. ഓക്കെ, 3% മാത്രമേ നമ്മുടെ ടോട്ടൽ ഓയിൽ പർച്ചേസിൽ നിന്നും 3% മാത്രമേ US ഓയിൽ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അത് എത്ര ശതമാനമായി? 8%. ക്ലിയർ? ഓവറോൾ ട്രജക്ടറി നോക്കിക്കേ. ഇന്ത്യൻ സ്റ്റേറ്റ് ആൻഡ് പ്രൈവറ്റ് റിഫൈനേഴ്സ് ആർ ഓൺ ട്രാക്ക് ടു ഇൻക്രീസ് അമേരിക്കൻ ക്രൂഡ് ഓയിൽ ഇമ്പോർട്ട്സ് ബൈ 150%. അതുകൊണ്ടാണ് ചിലർ പറയുന്നത് നമ്മുടെ ഗവൺമെന്റ് പയ്യെ അമേരിക്കയുമായിട്ട് അലയുണ്ടാവുന്നു. അപ്പം ഞാൻ പറഞ്ഞു, കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് അല്ലെങ്കിൽ യുദ്ധം കഴിഞ്ഞിട്ട് ഇന്ത്യ US-ന്റെ കയ്യിൽ നിന്ന് മേടിക്കുന്ന ഓയിൽ 92% ഇരട്ടിച്ചിട്ടുണ്ട്. ഓക്കെ, ടോട്ടൽ നമ്മുടെ ഓയിൽ ബാസ്ക്കറ്റ് അല്ലെങ്കിൽ എനർജി ബാസ്ക്കറ്റിൽ 3% മാത്രമേ US-ന്റെ റോളുള്ളൂ. ഇത് 8%. ഫ്യൂച്ചറിൽ നമ്മുടെ റിഫൈനറികൾ 150% ഇത് കൂട്ടാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഓക്കെ, ക്ലിയർ? അപ്പം നമ്മുടെ വോളിയം റെക്കോർഡിലാണ് ഇപ്പം US-ന്റെ കയ്യിൽ നിന്ന് നമ്മൾ എണ്ണ മേടിക്കുന്നത്, പഴയ കണക്കുകൾ കമ്പയർ ചെയ്യും. ഓക്കെ, ക്ലിയർ? അപ്പം ഞാൻ ഇത് പറഞ്ഞത് നിങ്ങൾ മനസ്സിലാക്കുക. ഇതൊരു കഥയായിട്ട് തിയറി ആയിട്ട് എടുക്കുക. അറബ് രാജ്യങ്ങളുടെ എണ്ണ തീർന്നു, ഇറാനിലെ എണ്ണ സപ്പോസ് US കൈക്കലാക്കി, വെനൻസുല ഫുള്ള് US-ന്റെ കൺട്രോളിലാണ്, US-ഉം വലിയൊരു പ്രൊഡ്യൂസറാണ്. ഓക്കെ, റഷ്യയുടെ എണ്ണ യുക്രൈനെ വെച്ച് തീർത്തെന്ന് വെച്ചോ, ഇറാനിൽ ഇവർ പ്രശ്നം നിന്ന് അവിടെയും തീർത്തു. പിന്നെ ലോകത്തുള്ള എണ്ണ മൊത്തം 6 മാത്രമാണ്. US-ന്റെ കയ്യിലാണ് മേജർ പവർ. നൈജീരിയയിൽ അവർ ഇടപെട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ എനർജി ഇനി US-ന്റെ കൈ മാത്രമേ ഉള്ളൂ. റഷ്യ തീർന്നു, ഇറാൻ തീർന്നു, GCC തീർന്നു, വെനസുലയും തീർന്നു. ഉള്ളത് മൊത്തം എൻ്റെ കയ്യിൽ. പറയുന്നത് എന്താ? എനിക്കിനി ഗ്രീൻലാൻഡും വേണം, അതുപോലെ കാനഡയും വേണമെന്നാണ്. അത് വലിയ നടപ്പിലാവുന്ന കാര്യമൊന്നുമല്ല, പക്ഷേ ഇൻറ്റൻഷൻ അതാ. ഇങ്ങനെ ഒരു കാര്യം ആയിക്കൂടെ നടക്കുന്നത്. പക്ഷേ ഇപ്പോഴും വേറൊരു വലിയ പ്രശ്നമുണ്ട്. USA-ക്ക് ഇതൊക്കെ ചെയ്യണമെന്ന് വെച്ചാൽ വലിയ എളുപ്പമല്ല. കാരണം എന്താ അറിയോ? US-ന് കുറച്ച് പ്രശ്നമുണ്ട്. ഞാൻ പറഞ്ഞു, USA 22 ബില്യൺ ബാരലല്ലേ, 22 മില്യൺ ബാരലാണ് ഒരു ദിവസം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷെ അവനൊരു പ്രശ്നമുണ്ട്. സ്വന്തം രാജ്യം തന്നെ, US-ലെ ഡൊമസ്റ്റിക് ആൾക്കാർ തന്നെ ഇതിനകത്തൊരു 20.6 കൺസ്യൂം ചെയ്യുക. പിന്നെ അവൻ എങ്ങനെ എക്സ്പോർട്ട് ചെയ്യുന്നു? ഡിഡ് യു അണ്ടർസ്റ്റാൻഡ്? എക്സ്പോർട്ട് ചെയ്യണമെങ്കിൽ എക്സ്ട്രാ വേണ്ടേ? സ്വന്തം രാജ്യത്തിന് തന്നെ 20.6 മില്യൺ വേണം. അപ്പോൾ 22 അവൻ മൊത്തത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതൊരു പ്രശ്നമാണ്. ഇനി അവൻ എന്ത് ചെയ്യണം? കൂടുതൽ സ്ഥലങ്ങളിൽ ഡ്രില്ലിംഗ് നടത്തി. ഷെയിൽ ഫീൽഡുകളിൽ നിന്നാണ്, ഷെയിലിൽ നിന്നാണ് US ഓയിൽ ഉണ്ടാകുന്നത്. ഷെയിൽ ഓയിലാണ്. അപ്പോൾ ഷെയിൽ ഓയിലിൻ്റെ ഇനി ഒരു കഥയും കൂടെ കേട്ടോ. പെർ ബാരൽ ഒരു $80-90 പൈസ കിട്ടിയാലേ ഷെയിൽ ഓയിൽ എന്താവുള്ളൂ? അത് ബെനിഫിഷ്യൽ ആവുള്ളൂ, അല്ലെങ്കിൽ അത് ബ്രേക്ക് ഈവൻ ആവുള്ളൂ. അപ്പോൾ ചെറിയ പൈസയ്ക്കാണ് ഈ സൗദി അറേബ്യൻ രാജ്യങ്ങളൊക്കെ ഓയിൽ വിറ്റുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയ്ക്ക് ഇനി ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ കുറച്ചധികം പ്രോഫിറ്റ് വേണം. ഈ യുദ്ധം നടക്കുമ്പോൾ എന്താ നടക്കുന്നത്? ഒരു ബാരൽ എണ്ണയുടെ പ്രൈസ് $100 മുകളിലേക്ക് പോവുകയാണ്. ക്ലിയർ? അണ്ടർസ്റ്റുഡ് ദിസ്? അപ്പോൾ അമേരിക്കയ്ക്ക് ഇതിന് ലാഭം. അമേരിക്കയ്ക്ക് ഇനി ഓയിൽ ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ വിൽക്കാനുള്ള കാശ് കൂടണം. ഇപ്പം എണ്ണയുടെ വില കൂടിയിരിക്കുക. ഇപ്പം അമേരിക്ക പുതിയ ഡ്രില്ലിങ് നടത്തി അവൻ കൂടുതൽ ഓയിൽ ഉൽപ്പാദിച്ച് വിൽക്കാം. പിന്നെ ഫ്യൂച്ചർ പ്ലാൻ എന്താ? ഓയിലിൻ്റെ പ്രൈസ് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കും. അപ്പോൾ അമേരിക്കയ്ക്ക് എന്ത് ചെയ്യാം? ഡ്രില്ലിങ് നടത്താം, കുറേ ഓയിൽ മേടിക്കാം. വേറെ എവിടെ ഓയിൽ ഇല്ലാത്തതുകൊണ്ട് വില കൂട്ടിയാണെങ്കിലും അമേരിക്കയുടെ ഓയിൽ വിൽക്കുകയും ചെയ്യാം. അപ്പോൾ അമേരിക്കയുടെ ഓയിൽ ഡ്രില്ലിങ് വയബിൾ ആവണമെങ്കിൽ എണ്ണയുടെ വില കുതിച്ച് തന്നെ നിൽക്കണം. ഇപ്പോൾ അത് തന്നെ സംഭവിക്കുന്നത്. ക്ലിയർ? പിന്നെ നിങ്ങൾ മനസ്സിലാക്കണം, അമേരിക്ക അലാസ്കയിലും പല സ്ഥലത്തും എന്ത് ചെയ്തിട്ടുണ്ട്? എണ്ണ റിഫൈൻ ചെയ്യാനുള്ള ടെക്നോളജികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, അവിടെ ഡ്രില്ലിങ് നടത്തുന്നുണ്ട്. അപ്പോൾ പലരും പറയുന്നത് ഇത് വയബിൾ അല്ല, നിങ്ങൾ ഈ കുഴിച്ചെടുത്ത് കിട്ടുന്ന എണ്ണ വളരെ വലിയ റേറ്റ് വിറ്റാലേ നിങ്ങൾക്ക് ലാഭമാവുള്ളൂ. അന്ന് എല്ലാവരും അമേരിക്കയെ ചോദ്യം ചെയ്തു. പക്ഷേ ഇന്ന് നിങ്ങൾ മനസ്സിലാക്കുക, ഇന്ന് ഓയിലിൻ്റെ പ്രൈസ് കൂടി നിൽക്കുകയാണ്. അമേരിക്കയ്ക്ക് ഡ്രില്ല് ചെയ്താലും വില കൂട്ടി ഓയിൽ വിൽക്കാം. അപ്പോൾ അന്നേ അമേരിക്ക ഇത് പ്ലാൻ ചെയ്യുന്നു. വയബിൾ അല്ലാത്ത പ്രോജക്ട്സിൽ അത് ഇൻവെസ്റ്റ് ചെയ്തെന്ന് തോന്നും നമുക്ക്. പക്ഷേ ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ആ പ്രോജക്ട്സ് ഒക്കെ ഫ്യൂച്ചറിൽ യൂസ്ഫുൾ ആവും. വില കൂടിയ എണ്ണ മേടിക്കാനും ആൾക്കാരുണ്ടാവും. കാരണം അമേരിക്കയുടെ ഈ പ്ലാൻ നടന്നാൽ GCCയുടെ കയ്യിൽ ചിലപ്പോൾ എണ്ണ ഉണ്ടാവില്ല, ഇറാൻ്റെ എണ്ണ ചിലപ്പോൾ അമേരിക്കയുടെ കൺട്രോളിലായിരിക്കും, അല്ലെങ്കിൽ അത് ഉണ്ടാവില്ല. വെനസ്വലയുടെ എണ്ണ മൊത്തം ഏകദേശം അമേരിക്കയുടെ കൺട്രോളിലായി. റഷ്യയുടെ എണ്ണ യുക്രൈനെ വെച്ച് മാക്സിമം തീർക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഫ്യൂച്ചറിൽ അമേരിക്ക വിൽ ബി എനർജി ഡോമിനൻറ്റ്. പക്ഷെ ഒരു പ്രശ്നം ഇതാണ്. പിന്നെ രണ്ടാമത് ചില ടെക്നിക്കൽ ഡിഫിക്കൽട്ടീസ് ഉണ്ട്. ആ ഡിഫിക്കൽട്ടീസ് ഇപ്പോൾ കുറേയൊക്കെ മാറി. ഡ്രില്ല് ചെയ്യണമെങ്കിൽ പെട്രോളിന് വില ഉണ്ടെങ്കിലേ ഡ്രില്ല് ചെയ്തിട്ട് കാര്യമുള്ളൂ. ഇപ്പോൾ അവന്മാർ വില ഉണ്ടാക്കിയിട്ടുണ്ട് യുദ്ധം കാരണം. പിന്നെ ഇൻഫ്രാസ്ട്രക്ചറൽ ബോട്ടിൽ നെക്സ് ഉണ്ട്, പൈപ്പ് ലൈൻ ലിമിറ്റേഷൻസ് ഉണ്ട്. ഒരു വലിയ ലിമിറ്റേഷൻ ഇതാട്ടോ, പൈപ്പ് ലൈൻ വേണ്ട ഈ ഗ്യാസും എനർജിയും ഓയിലും ഒക്കെ കടത്താൻ. അമേരിക്കയ്ക്ക് ഇപ്പോൾ ഉള്ള പൈപ്പ് ലൈൻ വഴി മാക്സിമം എണ്ണ അവൻ അല്ലെങ്കിൽ ഓയിൽ അവൻ വിടുന്നുണ്ട്.
അപ്പോൾ ഇനി ഈ പൈപ്പ് ലൈൻ വഴി എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കുറച്ചുകൂടെ എണ്ണ അല്ലെങ്കിൽ ഓയിൽ അല്ലെങ്കിൽ ഗ്യാസ് വിൽക്കണമെന്ന് ആഗ്രഹിച്ചാലും അതിൻ്റെ കപ്പാസിറ്റി തീർന്നുപോയി. അപ്പോൾ ഇനി എന്ത് ചെയ്യണം അമേരിക്ക? കൂടുതൽ എണ്ണ അവന് വിൽക്കണമെങ്കിൽ അല്ലെങ്കിൽ ഗ്യാസ് വിൽക്കണമെങ്കിൽ പുതിയ പുതിയ പൈപ്പ് ലൈൻ ഉണ്ടാക്കണം. ഇതിനകത്തും അമേരിക്ക കളി കളിക്കുന്നുണ്ട്. നമ്മുടെ ക്ലാസ് ഏകദേശം തീരാറായി. ഓക്കെ, ഇത് ഞാൻ പറഞ്ഞു അമേരിക്കാസ് എനർജി വാർ അഗെയിൻസ്റ്റ് റഷ്യ. റഷ്യ എങ്ങനെ തീർക്കുന്നു എന്നുള്ളത് നിങ്ങൾ നോക്കുക. ആദ്യം തന്നെ നോർഡ് സ്ട്രീം എന്ന് പറയുന്ന റഷ്യ യൂറോപ്പിലേക്കൊക്കെ ഗ്യാസ് സപ്ലൈ ചെയ്യുന്ന ഒരു പൈപ്പ് ലൈൻ അമേരിക്കയാണ് തകർത്തതെന്നാണ് കുറച്ച് ക്രിട്ടിക്കൽ തിങ്കിങ് ഉള്ളവർ പറയുന്നത്. ചിലർ പറയുന്നത് ഇത് റഷ്യ തന്നെ എന്ത് ചെയ്തെന്നാ, റഷ്യ തന്നെ റഷ്യയുടെ ഇൻഫ്രാസ്ട്രക്ചറിനെ തീർത്തു എന്നാണ് ചിലർ പറയുന്നത്. പക്ഷെ അത് നമുക്ക് വിശ്വസിക്കേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പോൾ അമേരിക്കയുടെ എനർജി വാർ അഗെയിൻസ്റ്റ് റഷ്യ, ഞാൻ പറഞ്ഞു അമേരിക്ക എവിടെ ഇപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നറിയോ? നമ്മൾ ചിന്തിക്കാത്ത ചില സ്ഥലത്താണ്. അമേരിക്ക ബാൾട്ടിക് രാജ്യങ്ങളിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുന്നു. ബാൾട്ടിക് രാജ്യങ്ങൾ, ഇത് അധികം ന്യൂസ് അനാലിസ്റ്റ് പറഞ്ഞു തരാത്ത സാധനമാണ്. ബാൾട്ടിക് രാജ്യം അതായത് ഏതൊക്കെയാണ് സ്റ്റുഡൻസ്? നമ്മുടെ പോളണ്ട് ആണെങ്കിലും അതുപോലെ ലിത്വാനിയ ആണെങ്കിലും അതിൻ്റെ താഴോട്ട് പിന്നെ യൂറോപ്യനായ ജർമ്മനി ആണെങ്കിലും ഇവരെന്താ ആഗ്രഹിക്കുന്നത്? ഇവർ അമേരിക്കൻ ഗ്യാസ് പോളണ്ടിലെ ഈ പോർട്ടിൽ കൊണ്ടുവരും. അവിടെ നിന്ന് ഇവർ ലിത്വാനിയയിലേക്ക് വരും, അടിയിലേക്ക് ജർമ്മനിയിലേക്ക് വരും, ജർമ്മനിയിൽ നിന്ന് അടിയിലോട്ട് യൂറോപ്പിലേക്ക് മൊത്തം വിടും. അപ്പോൾ ഇവർ ബാൾട്ടിക്കിലൊരു എനർജി പൈപ്പ് ലൈൻ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. അതായത് അമേരിക്കൻ എനർജി എവിടെ വരും? ഗ്യാസും സാധനങ്ങളും ഒക്കെ പോളണ്ടിൽ വരും, പോളണ്ടിൽ നിന്ന് ലിത്വാനിയയിലേക്ക് പോകും, പിന്നെ അടിയിലേക്ക് ജർമ്മനിയിലേക്ക് വരും, ജർമ്മനിയിൽ നിന്ന് യൂറോപ്പിലേക്കും പോകും. അപ്പോൾ US LNG arrives at Baltic terminals in Poland, Lithuania and Germany, routed south through the Eastern Europe to Balkans, part of US-led corridor. ഓക്കെ, യുക്രൈനും ഇതിനകത്ത് റോളുണ്ട്. യുക്രൈൻ ആയിരിക്കും ഇതിൻ്റെ സ്റ്റോറേജ് അടക്കുക. യുക്രൈൻസ് മാസീവ് അണ്ടർഗ്രൗണ്ട് സ്റ്റോറേജ് വിൽ ആക്ട് ആസ് അമേരിക്കാസ് ബഫർ അഗെയിൻസ്റ്റ് അറ്റ് യൂറോപ്സ് ഡോർ സ്റ്റെപ്പ്. അപ്പോൾ യൂറോപ്പിന് ഇത്രയും കാലം എണ്ണ സപ്ലൈ ചെയ്ത് എനർജി സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്, നാച്ചുറൽ ഗ്യാസ് സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് റഷ്യയാണ്. ഈ ഒരു പൈപ്പ് ലൈൻ ഒക്കെ വർക്കബിൾ ആയാൽ ബാൾട്ടിക് വഴി അമേരിക്കയുടെ എനർജി എവിടേക്ക് പോകും? യൂറോപ്പിലേക്ക് പോകും. റഷ്യൻ ഇൻഫ്ലുവൻസ് കട്ട് ഡൗൺ ആവും. അപ്പോൾ ഇറ്റ് വിൽ കട്ട് ഓഫ് റഷ്യ, എൻഡ് ഓഫ് റഷ്യാസ് എനർജി ലിവറേജ് ഓവർ യൂറോപ്പ്. ഓക്കെ, പവർ ഓഫ് യൂറോപ്പ് വിൽ കം അപ്പ്, അമേരിക്കയ്ക്ക് പ്രോഫിറ്റ്. അപ്പോൾ റഷ്യൻ ഗ്യാസ് വേണ്ട, അമേരിക്കൻ ഗ്യാസ് ഈ വഴി പോകും. അതായത് ബാൾട്ടിക് രാജ്യങ്ങൾ വഴി അമേരിക്കൻ ഗ്യാസ് എന്ത് ചെയ്യും? യൂറോപ്പിലേക്ക് എത്തും. അപ്പോൾ ദിസ് ഇസ് ദ വെർട്ടിക്കൽ കോറിഡോർ ആൻഡ് LNG മാർക്കറ്റ്. ഇനി ദിസ് വിൽ ലെഡ് ടു ഫൈനലൈസിങ് ഗ്രിഡ് ഡീറൂസിഫിക്കേഷൻ. അതായത് ഫെബ്രുവരി 25 തന്നെ ബാൾട്ടിക് സിങ്ക്രണൈസേഷൻ നടന്നു കഴിഞ്ഞു. എസ്റ്റോണിയയും ലാത്വിയയും ലിറ്റ്വാനിയും എന്ത് ചെയ്യും? ദേ ഹാവ് ഡിസ്കണക്റ്റഡ് ഫ്രം റഷ്യൻ കൺട്രോൾ ബെൽഗ്രിഡ്. റഷ്യയിൽ നിന്ന് ഗ്യാസ് വരുന്ന ഒരു ബെൽഗ്രിഡ് ഉണ്ട്, അതിൽ നിന്ന് ഇവർ കട്ടൗട്ടായി, ഇനി അവർക്ക് വേണ്ട. ഇത് സിങ്ക്രണൈസ് വിത്ത് കോണ്ടിനെന്റൽ യൂറോപ്യൻ പവർ സിസ്റ്റം, US ബാക്ക് വിയ ദ 3+1 ഡയലോഗ്. എന്തായാലും റഷ്യയുടെ ഇൻഫ്ലുവൻസ് കുറയ്ക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ബാൾട്ടിക് വഴി ഇനി അമേരിക്കയുടെ ഗ്യാസ് യൂറോപ്പിലേക്ക് ഉറങ്ങും. റഷ്യയുടെ ഒരു ഡിപ്പെൻഡൻസ് ഇനി യൂറോപ്പിനുണ്ടാവില്ല. അതും അണ്ടർ സീ ഇൻഫ്രാസ്ട്രക്ചർ സെക്യൂരിറ്റിക്ക് വേണ്ടി നാറ്റോ എന്ത് ചെയ്തിട്ടുണ്ട്? ബാൾട്ടിക് സെൻട്രി മിഷൻ പ്രൊട്ടക്ട്സ് ദ ക്രിട്ടിക്കൽ അണ്ടർ സീ അസറ്റ്. കടലിൻ്റെ അടിക്ക് കൂടെ പോകുന്ന അമേരിക്കൻ യൂറോപ്യൻ സിസ്റ്റത്തിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ഒരു ഫോഴ്സിനെ തന്നെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സേഫ് ഗാർഡിങ് പവർ ലൈൻസ്, ഡേറ്റ കേബിൾസ് ആൻഡ് പൈപ്പ് ലൈൻ ഫ്രം സാബോട്ടേജ്. ഇപ്പോൾ ഒരു പുതിയ പൈപ്പ് ലൈൻ അമേരിക്കയും യൂറോപ്പും കൂടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനെ റഷ്യ തകർക്കാതിരിക്കാൻ വേണ്ടി പ്രൊട്ടക്ഷനും അവർ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ? അപ്പം ബിഗ് പിക്ചർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ റഷ്യയെ യൂറോപ്പിൻ്റെ ഒരു ഗ്യാസ് സപ്ലയർ എന്നുള്ള പൊസിഷൻ എടുത്തു കളയുക, യൂറോപ്പിനെ അമേരിക്ക ഡോമിനേറ്റ് ചെയ്യും, അമേരിക്കയുടെ അണ്ടറിൽ തന്നെ ആവും യൂറോപ്പിലെ എനർജി ഗ്രിഡും. ഓക്കെ, ഇതിനു വേണ്ടി അവർ 2 പ്രോജക്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. 3Cs ഇനീഷ്യേറ്റീവ്. 3Cs ഇനീഷ്യേറ്റീവ്സ് ഉണ്ട്. അതിനകത്ത് 12 രാജ്യങ്ങളും 3 കടലുകളും ഇതിനകത്ത് കണക്ട് ചെയ്യപ്പെടും. അതുപോലെ തന്നെ ബാൾട്ടിക്കിലുള്ള ഇവരുടെ വേറെ പ്രോഗ്രാമാണ് PTEC, പാർട്ണർഷിപ്പ് ഫോർ ട്രാൻസ് അറ്റ്ലാന്റിക് എനർജി കോർപ്പറേഷൻ. നമ്മുടെ ഒന്നും കണ്ണിപ്പെടാത്തതാണ്. ബാൾട്ടിക്കിൽ ഇവർക്ക് ഇങ്ങനെ 2 പ്രോജക്റ്റ് ഉണ്ട്. എന്തിനു വേണ്ടി? അമേരിക്കയുടെ എനർജി പൈപ്പ് ലൈൻ വഴി യൂറോപ്പിൽ എത്തിക്കാൻ, ബാൾട്ടിക് നേഷനിൽ നിന്ന്. റഷ്യയുടെ ഇൻഫ്ലുവൻസ്, റഷ്യയാണ് യൂറോപ്പിന് ഏറ്റവും കൂടുതൽ എനർജി കൊടുക്കുന്നത്. ഈ ഒരു സെറ്റപ്പ് നശിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് ആര് ചെയ്യുന്നത്? അമേരിക്ക ചെയ്യുന്നത്. അപ്പോൾ ഈ പ്ലാൻ ഒന്നും നിങ്ങൾ കാണുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, ഇത് ഞാൻ പറഞ്ഞു. നമ്മുടെ റഷ്യയിൽ നിന്ന് ഈ എസ്റ്റോണിയ ലാറ്റ്വിയ ഒക്കെ വഴി യൂറോപ്പിലേക്ക് ജർമ്മനിയിലേക്ക് എനർജി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന നോർഡ് സ്ട്രീം പൈപ്പ് ലൈൻ ഒരു സുപ്രഭാതത്തിൽ നശിച്ചു. ചിലർ പറയുന്നത് എന്താ? ഇത് USA നശിപ്പിച്ചതാണെന്ന്. പക്ഷേ വെസ്റ്റേൺ മീഡിയ പറയുന്നത് റഷ്യ തന്നെ യൂറോപ്പിനെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി, എനർജി കട്ട് ചെയ്യാൻ വേണ്ടി, അതിനെ എന്ത് ചെയ്യാൻ, വീക്കനാക്കാൻ വേണ്ടി റഷ്യ തന്നെ ഇത് ചെയ്യുന്നെന്ന് ഒരു അഭിപ്രായം. 2 അഭിപ്രായം പരസ്പര വിരോധമാണ്. അമേരിക്ക കട്ട് ചെയ്തു എന്ന് ചിലർ പറയുന്നു, റഷ്യ തന്നെ സ്വന്തം പൈപ്പ് ലൈൻ കട്ട് ചെയ്തു എന്ന് പറയുന്നു. എൻ്റെ ഒരു ഐഡിയ എന്ന് വെച്ചാൽ ഇത് US-ഉം യൂറോപ്പും ചെയ്തതായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇറ്റ് ഇസ് മൈ പേഴ്സണൽ ഒപ്പീനിയൻ. അപ്പോൾ റഷ്യയുടെ ഓയിലും അതിൻ്റെ ഗ്യാസ് ഇൻഫ്രാസ്ട്രക്ചറും നശിപ്പിക്കുക, പകരം US എനർജിയും കൊണ്ട് ഇതിനെ റിപ്ലേസ് ചെയ്യിപ്പിക്കുക.
ഓക്കെ, ക്ലിയർ? ഇത് എനർജി കോറിഡോർ തന്നെയാണ്. ദിസ് ഹാസ് ബീൻ ഓൾറെഡി എക്സ്പ്ലെയിൻഡ്. അപ്പോൾ കഴിഞ്ഞ പാർട്ടുകളിൽ അമേരിക്കയുടെ പെട്രോ ഡോളർ ഗെയിമും ഓയിൽ ഗെയിമും നമ്മൾ കവർ ചെയ്തു. ഇതല്ലാതെ ബാക്കി എന്തെങ്കിലും ഒരു ഫാക്ടർ US ഇറാൻ വാറിലുണ്ടോ, അല്ലെങ്കിൽ US എന്തെങ്കിലും ലക്ഷ്യമുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പം നിങ്ങൾ US ഗവൺമെൻറ്റിനോട് ചോദിച്ചാൽ അവരെന്തിന് ഇറാനെ അറ്റാക്ക് ചെയ്യുന്നു, അതിന് ഇവർ പറയുന്ന ഒരു കാരണം എന്ന് പറഞ്ഞാൽ US അലൈസും പറയുന്നത് ഇറാൻ ന്യൂക്ലിയർ വെപ്പൺ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. ഇത് അമേരിക്കയ്ക്കും വലിയൊരു ത്രെട്ടാണ്, ഇസ്രായേലിനും വലിയ ത്രെട്ടാണ്. ഇതിനകത്തൊരു റിയാലിറ്റി എന്ന് പറഞ്ഞാൽ അമേരിക്കയും ഇറാനും തമ്മിൽ 2015 ഒരു JCPOA എഗ്രിമെൻറ്റ് ക്രിയേറ്റ് ചെയ്തിരുന്നു. അത് പെർമനൻറ്റ് 5, അതായത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് നേഷൻസ് സെക്യൂരിറ്റി കൗൺസിലെ 5 പെർമനൻറ്റ് മെമ്പേഴ്സ്, അതായത് അമേരിക്ക, ഫ്രാൻസ്, ബ്രിട്ടൻ, റഷ്യ, ചൈന പ്ലസ് ജർമ്മനി, P5+1 ഇവർ ചേർന്ന് ഇറാനുമായിട്ട് കൊണ്ടുവന്നൊരു എഗ്രിമെൻറ്റാണ്. ഇതനുസരിച്ച് ഇറാൻ പറഞ്ഞിരുന്നു വലിയ രീതിയിൽ എന്ത് ചെയ്യില്ല, ഇറാൻ ന്യൂക്ലിയർ എൻറിച്ച്മെൻ്റ് ഒന്നും നടത്തില്ല എന്നൊക്കെ ഇറാൻ സമ്മതിച്ചിരുന്നു. സെൻട്രിഫ്യൂജുകളുടെ എണ്ണം കുറയ്ക്കാമെന്നൊക്കെ ഇറാൻ പറഞ്ഞിരുന്നു. പക്ഷേ പിന്നീട് ട്രംപ് വന്നപ്പോൾ ട്രംപ് എന്ത് ചെയ്തു, ഈ JCPOയിൽ നിന്ന് ഇറങ്ങിപ്പോയി. അതിനുശേഷമാണ് ഇറാൻ എന്ത് ചെയ്തിരിക്കുന്നത്, ന്യൂക്ലിയർ എൻറിച്ച്മെൻറ്റ് കൂട്ടിയേക്കുന്നത്. അപ്പോൾ ചിലർ ചോദിക്കുന്ന ഒരു ജെന്യൂൻ ക്വസ്റ്റ്യൻ ആണ്, ഇറാൻ IAEAയുടെ ഇൻസ്പെക്ഷനൊക്കെ സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ എന്തിനാണ് ഇറാൻ ഈ 60% ആയിട്ട് ഈ യുറേനിയത്തിൻ്റെ എൻറിച്ച്മെൻറ്റ് കൂട്ടിയേക്കുന്നത്? കാരണം ന്യൂക്ലിയർ പവർ സിവിലിയൻ യൂസേജിന് അത്രത്തോളം എൻറിച്ച്ഡ് ആവേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് ഒരു ജെന്യൂൻ ക്വസ്റ്റ്യനുമാണ്. പക്ഷേ ഓപ്പോസിറ്റ് ഉള്ളവർ ക്ലെയിം ചെയ്യുന്നത് എന്താ, ഇസ്രായേൽ ഓൾറെഡി ഒരു ന്യൂക്ലിയർ പവറാണ്, അങ്ങനെയാണെങ്കിൽ ഇറാൻ എന്തുകൊണ്ട് ആയിക്കൂടാ? ഓക്കെ, നമ്മൾ ഒരിക്കലും ഈ ക്ലാസ്സിൽ ഇറാൻ്റെയോ ഇസ്രായേലിൻ്റെയോ ആംഗിൾ അല്ല, അമേരിക്കയുടെ ആംഗിൾ മാത്രമേ പറയുന്നുള്ളൂ. ഇപ്പോൾ ഇറാൻ്റെ കഥ പറയുമ്പോൾ നമ്മൾ ഇറാൻ്റെ ആംഗിൾ ഫുള്ളും പറയും, അതിൻ്റെ ന്യായങ്ങളും അന്യായങ്ങളും, ഇറാൻ്റെ ശരികളും തെറ്റുകളും, ഇസ്രായേലിൻ്റെ ശരിയും തെറ്റും, ഇതെല്ലാം നമ്മൾ പഠിക്കും. പക്ഷേ ഇപ്പം നമ്മൾ അമേരിക്ക ഫോക്കസ്ഡ് ആണ്. അപ്പോൾ അമേരിക്ക പറഞ്ഞാൽ ഒരു കാര്യം അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇറാൻ ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കിയാൽ അതൊരു വലിയ പ്രശ്നമാണ്. ഇറാൻ്റെ ബാലിസ്റ്റിക് മിസൈൽ GCC രാജ്യങ്ങൾക്കും എല്ലാവർക്കും ഒരു ട്രബിളാണ്. ഇറാൻ റീജിയണൽ ഇൻസ്റ്റബിലിറ്റി ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ പ്രോക്സീസ് നോക്കിക്കഴിഞ്ഞാൽ ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ്, അതായത് ഹെസ്ബുള്ള ആയിക്കോട്ടെ, ഹമാസ് ആയിക്കോട്ടെ, ഹൂതികളായിക്കോട്ടെ, ഇവരെയും കൊണ്ട് ഈ സ്ഥലം മൊത്തം, ഈ ഏരിയ മൊത്തം ഡീസ്റ്റബിലൈസ് ചെയ്യുന്നു. അപ്പോൾ അത് തീരണം. അതുപോലെ ഇറാൻ എന്ത് ചെയ്യുന്നു, ഹ്യൂമൻ റൈറ്റ് വയലേഷൻസ് നടത്തുന്നു. മൈസ അമിനിയൊക്കെ കേസ് നിങ്ങൾക്ക് അറിയായിരിക്കും. ഓക്കെ, ഹ്യൂമൻ റൈറ്റ് വയലേഷൻ, റിലീജിയസ് ഓർത്തഡോക്സിറ്റി കൂടുതലാണ്, അവിടെ പ്രൊട്ടസ്റ്റേഴ്സിനെ കുറേ പേരെ കൊന്നു. ഇതൊക്കെയാണ് അമേരിക്കയുടെ വിഷൻ, അല്ലെങ്കിൽ അവരുടെ വെർഷൻ ഇറാനെ പറ്റി. എന്തുകൊണ്ട് അമേരിക്ക ഇറാനെ അറ്റാക്ക് ചെയ്യുന്നു? പക്ഷേ ഇതിനകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ കാര്യങ്ങളിലൊക്കെ ഇറാൻ്റെ സൈഡിൽ നിന്ന് ചിന്തിച്ചാൽ അവർക്കും കുറേ അധികം കൗണ്ടർ ക്ലെയിംസ് ഉണ്ട്. നമ്മുടെ ഡിസ്കഷൻ അതല്ല. ഇതിൽ ഈ ഹ്യൂമൻ റൈറ്റ് വയലേഷനൊക്കെ ഇറാനിൽ നടക്കുന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഹ്യൂമൻ റൈറ്റ് വയലേഷൻസിനെ പറ്റി പ്രസംഗിക്കാൻ പറ്റുന്ന ഒരു രാജ്യമാണോ അമേരിക്ക എന്നും കൂടെ നമ്മൾ ചിന്തിക്കണം. അമേരിക്ക എന്തോരം ഹ്യൂമൻ റൈറ്റ് വയലേഷൻസ് പലയിടത്തും നടത്തുന്നു. ഓക്കെ, അപ്പോൾ ആംഗിൾ എല്ലാം നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യും. നമുക്ക് ഇതിനകത്തൊരു പക്ഷം പിടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇതാണ് അമേരിക്ക ക്ലെയിം ചെയ്യുന്നത്. പക്ഷേ ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിപ്പിച്ചു തന്ന ചില കാര്യങ്ങളുണ്ട്. പെട്രോ ഡോളർ ഹെജിമണി ലോകത്ത് ഒരു ചെറിയ ത്രെട്ട് ഫേസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നല്ല രീതിയിൽ ത്രെട്ട് ഫേസ് ചെയ്യുന്നു. അതിനെ റീഗെയിൻ ചെയ്യാനാണ് എന്ത് ചെയ്യുന്നത്, അമേരിക്ക ഈ കളി കളിക്കുന്നതെന്ന് ചിലർ പറയുന്നു. ഓക്കെ, കാരണം മെയിൻറ്റെയിനിങ് ഡോളേഴ്സ് ഡോമിനൻസ് ഇൻ ഗ്ലോബൽ ട്രേഡ് ആൻഡ് ഫിനാൻസ്, അതിനുവേണ്ടി ഈ കളി. ഇപ്പം ഓയിലൊക്കെ കിട്ടാതായി കഴിഞ്ഞാൽ ഡോളറിൻ്റെ ഡിമാൻഡ് പിന്നെയും കൂടാനുള്ള സാധ്യതകൾ ചില കേസിലുണ്ടാവും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. കാരണം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ UAE ഇടയ്ക്ക് US-നോടെ കൂടുതൽ ഡോളർ വേണമെന്ന് ചോദിച്ചിരുന്നു. ഓക്കെ, സ്വാപ്പ് എഗ്രിമെൻറ്റിലേക്ക് അവർ പോയിരുന്നു. ഇനി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വേറൊരു വലിയ കാര്യം എന്ന് പറഞ്ഞാൽ, ഈ യുദ്ധം നടക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കുന്ന ഒരു പാർട്ടി ഇൻ അമേരിക്കയുടെ മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ്, അതായത് ആയുധ ലോബിക്ക് വളരെയധികം പ്രോഫിറ്റ് ഈ യുദ്ധം കൊണ്ടുണ്ടായിട്ടുണ്ട്. പിന്നെ ചൈനയും വീക്കൻ ചെയ്യാൻ ഇതൊരു ടൂളായിട്ട് അമേരിക്കയ്ക്ക് എടുക്കാം. കാരണം എന്താ, ഇറാൻ്റെ എനർജിയുടെ വലിയൊരു ശതമാനം ആരാണ് ഇമ്പോർട്ട് ചെയ്യുന്നത്? ചൈനയാണ്. പിന്നെ ചൈന ഒത്തിരി അധികം ഇൻവെസ്റ്റ് ചെയ്ത ഒരു രാജ്യവുമാണ് ഇറാൻ. അപ്പോൾ ഇറാനെ അടിക്കുന്നതിലൂടെ ചൈനയിൽ ഒരു അടി കിട്ടുമെന്നുള്ളൊരു വിശ്വാസമാണ്. പിന്നെ ഇസ്രായേൽ ഓബ്വിയസ്ലി APEC പോലുള്ള ഏജൻസികൾ കൊണ്ട് അമേരിക്കയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. അത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. അമേരിക്കയിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ലോബി ഇസ്രായേലിൻ്റെ ലോബിയാണ്. പിന്നെ അമേരിക്കയ്ക്ക് നഷ്ടപ്പെട്ട പ്രസ്റ്റീജും ക്രെഡിബിലിറ്റിയും തിരിച്ചു പിടിക്കാനുള്ള ശ്രമം. ഞാനാണ് ഇപ്പോഴും ലോകത്തിൻ്റെ ഹെജിമൺ എന്ന് കാണിക്കാനൊരു ശ്രമം അമേരിക്ക നടത്തുന്നുണ്ട്. പിന്നെ വളരെ വലിയ ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഇപ്പോഴും വിശ്വസിക്കുന്നത് എപ്സ്റ്റീൻ ഫയലുകളിൽ പെട്ട പേരുകളും കാര്യങ്ങളും പുറത്തുള്ള സമൂഹം ചോദിക്കാതെ ഒരു മിസ് ഡയറക്ഷനായിട്ട് ഈ വാറിനെ ഉപയോഗിക്കാറുണ്ടെന്നും ചിലർ പറയുന്നു. അപ്പം അമേരിക്ക ക്ലെയിം ചെയ്ത റീസൺസ് ഇത് ചിലപ്പോൾ റിയൽ റീസൺസ് ഇതാവാം. ഇതിൻ്റെ ഒരു മിക്സ്ചർ ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എപ്സ്റ്റീൻ ഫയലിൻ്റെ കോൺഗ്രഷണൽ ഹിയറിങ്സ് ഒക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അവിടെ ട്രംപിൻ്റെ
സ്റ്റാഫുകൾ അല്ലെങ്കിൽ ട്രംപിൻ്റെ അസോസിയേറ്റഡ് ആയിട്ടുള്ള ഗവൺമെൻറ് സ്റ്റാഫുകൾ പറയുന്നത് കേട്ടാൽ തന്നെ പരസ്പര വിരുദ്ധമായിട്ടാണ് അവർ സംസാരിക്കുന്നത്. ഓക്കെ, ക്ലിയർ? അപ്പം ഈ കാര്യങ്ങൾ എന്തായാലും ഞാൻ വിശ്വസിക്കുന്നത് ഇതിനകത്ത് ഈ പറഞ്ഞ റീസൺസിന് റോൾ ഉണ്ടാവാം. ഇറാൻ്റെ ന്യൂക്ലിയർ പ്രോഗ്രാം തടക്കിയ, ഹ്യൂമൻ റൈറ്റ്സിൻ്റെ കാര്യം, ഇതെല്ലാം ശരിയാണ്. പക്ഷേ ഇതിനകത്ത് ഈ ഭാഗവും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഓയിൽ കമ്പനികൾ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു, ആയുധ കമ്പനികൾ പ്രോഫിറ്റ് ഉണ്ടാകുന്നു, ബാങ്കിങ് കമ്പനികളും പ്രോഫിറ്റ് ഉണ്ടാകുന്നു. ഇത് ഞാൻ പറഞ്ഞതല്ല, ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കേണ്ട. അടുത്ത സ്ലൈഡിൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ, ഇത് ഞാൻ പറഞ്ഞു ട്രംപിനെ ഈ വാറിലേക്ക് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഇസ്രായേൽ ലോബിയാന്ന് പറയുന്നുണ്ട്. ഇതിനകത്ത് ഒരു ഡയലോഗ് ട്രംപിൻ്റെ കൂടെ നിൽക്കുന്ന ഐപാക്കിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് പറയുന്നത് വി ഗോട്ട് അവർ ഫസ്റ്റ് ജൂയിഷ് പ്രസിഡന്റ് എന്ന്. ഇതെല്ലാം നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യങ്ങളാണ്. ഓക്കെ, പിന്നെ ചിലർ പറയുന്നത് എഫ്സ്റ്റീൻ ഫയൽ ഹൈഡ് ചെയ്യാൻ വേണ്ടിയാണ് യുദ്ധം തുടങ്ങിയത്. ഈ ഒരു ഒഫീഷ്യൽസ് ഒക്കെ ഉണ്ട്, കശ് പട്ടേലും പാം ബോണ്ടിയും, ഇവരുടെയൊക്കെ കോൺഗ്രഷണൽ ഹിയറിംഗ്, അതായത് അവരുടെ കോൺഗ്രസ്മാൻ ഇവരെ ചോദ്യം ചെയ്യും. ഈ ചോദ്യങ്ങളുടെ ഇവരെ മറുപടികളൊന്നും ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല. അതും എഫ്സ്റ്റീൻ ഫയലുകൾ പുറത്തേക്ക് വിടുന്നത് വളരെയധികം റിഡാക്റ്റഡ് ആയിട്ടാണ്, അതിനെ ഫുള്ള് പുറത്തേക്ക് വിടുന്നില്ല. അതൊരു പ്രശ്നമാണ്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് നോക്കിയാൽ മതി. എണ്ണയുടെ കളി മനസ്സിലാക്കാൻ വേണ്ടി ഇത് ഇന്നലത്തെ ഒരു ന്യൂസാണ്. ഇത് ഷൂട്ട് ചെയ്യുന്നതിൻ്റെ മുമ്പത്തെ ദിവസമാണ്, 21st. ഇത് 19th മെയിലെ ഒരു ന്യൂസാണ്. ഫ്ലറി, 2 ദിവസം മുമ്പുള്ള ന്യൂസാണ്. ഫ്ലറി ഓഫ് സസ്പീഷ്യസ് ഓയിൽ ട്രേഡ് വർത്ത് 800 million ട്രിഗേഴ്സ് റെഗുലേറ്ററി പ്രോബ്. അപ്പം ഓയിൽ ഇറഗുലാരിറ്റിയാണ് ഇവിടെ കാണുന്നിരിക്കുന്നത്. അപ്പം ട്രംപ് എന്തെങ്കിലും പറയും, ഉടനെ ഓയിലിൻ്റെ പ്രൈസും ഗ്ലോബൽ മാർക്കറ്റ്സിലെ പ്രൈസും അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. ഇത് വെച്ചിട്ട് മുതലെടുപ്പാണ് നടക്കുന്നത്. ഇതിൻ്റെ എതിരെ അന്വേഷണം. പിന്നെ നമ്മൾ നോക്കിക്കേ, companies making billions from Iran war. The oil, gas and arms companies profiting from Iran war. Oil dependence and US foreign policy. War in Iran is boosting profit for oil and defense companies. ഈ യുദ്ധം നടന്നുകൊണ്ട് ഓയിൽ കമ്പനീസിന് ലാഭം, ആംസ് കമ്പനികൾക്ക് ലാഭം. ഇത് നോക്കിയേ, BBC-യുടെ ഒരു ആർട്ടിക്കിളാണ്. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ നിങ്ങൾ ഇതൊന്ന് വായിച്ചു നോക്കുക. ദ കമ്പനീസ് മേക്കിംഗ് ബില്യൺസ് ഫ്രം ഇറാൻ വാർ, 8 മെയിലുള്ള ആർട്ടിക്കിളാണ്. ഇതിനകത്ത് 4 ടൈപ്പ് കമ്പനികളാണ് അവർ പറയുന്നത്. ഒന്ന് ആംസ് ലോബി, ഒന്ന് ബാങ്കിങ് കമ്പനികൾ, ഒന്ന് നമ്മുടെ ഓയിൽ കമ്പനികൾ, അതുപോലുള്ള കമ്പനികൾ, മിലിറ്ററി ഇൻഡസ്ട്രിയൽ ഡിഫൻസ് കമ്പനികൾ. അങ്ങനെയുള്ള കമ്പനികളാണ് ഈ യുദ്ധം കൊണ്ട് വളരെയധികം പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത്. ഈ ആർട്ടിക്കിൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാം. അപ്പോൾ US ഈ വാറ് എൻ്റെ ഐഡിയയിൽ ചെയ്യുന്നത് ചൈനയ്ക്കിട്ടൊരു കൊട്ട്, അതുപോലെ മിഡിൽ ഈസ്റ്റിൽ ഞങ്ങൾ തന്നെയാണ് പവർഫുൾ എന്ന് കാണിക്കാൻ, പിന്നെ ഓയിൽ ഹെജിമണി, ഓയിൽ വാർ ജയിച്ച് വേൾഡിലെ ഓയിൽ ഹെജിമൺ, എനർജി ഹെജിമൺ ആവാൻ വേണ്ടിയും, അതുപോലെ ഡോളറിൻ്റെ സ്ട്രെങ്തിനെ ഒന്ന് തിരിച്ചു പിടിക്കാൻ വേണ്ടി. ആ കളിയിൽ അവൻ ജയിക്കുമെന്ന് എനിക്കറിയില്ല. ഇനി നമ്മുടെ ക്ലാസ്സിൻ്റെ ലാസ്റ്റ് സ്ലൈഡാണിത്. ഇതിനകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഒരു ഫേമസ് ആയിട്ടുള്ള US എക്കണോമിസ്റ്റ് ഉണ്ട്, ഒരു പൊളിറ്റിക്കൽ തിങ്കർ ഉണ്ട്. ഇദ്ദേഹം പറയുന്നത്, ഇദ്ദേഹത്തിൻ്റെ പേര് ഐ ഹാവ് ഫോർഗോട്ട്, ബട്ട് ഇദ്ദേഹം പറയുന്നത് ഒരു എംപയറിന് ലൈഫ് സൈക്കിളിന് 6 സ്റ്റേജുകളുണ്ട്. ഓക്കെ, 6 സ്റ്റേജുകളിൽ 5ാമത്തെ സ്റ്റേജിലാണ് അമേരിക്ക നിൽക്കുന്നത്. അപ്പോൾ അമേരിക്കയുടെ ഡിക്ലൈൻ അടുത്തു എന്നാണ് ഇദ്ദേഹം പറയുന്നത്. 6 stages ഓഫ് ഡിക്ലൈൻ, അതിൽ 5 സ്റ്റേജ് അമേരിക്ക എത്തിക്കഴിഞ്ഞു. 6ാമത്തെ സ്റ്റേജിൽ രാജ്യം കൊളാപ്സ് ആവും. അപ്പം കൊളാപ്സ് ആവുന്നതിന് മുമ്പ് ഒരു സൂപ്പർ പവർ നടത്തുന്ന വെപ്രാളത്തിൻ്റെ ഫലമാണ് നമ്മൾ ഈ കാണുന്നത്. അത് അതിൻ്റെ ഹെജിമണി തിരിച്ചു പിടിക്കാൻ നോക്കുക. ഒരു വലിയ ശക്തൻ വീഴുന്നതിന് മുമ്പ് അതൊന്ന് പോരാടുമല്ലോ, ഞാൻ തന്നെ ശക്തനാവാം, അടുത്ത ചൈനയോ ആരും ആവരുത്, ഞാൻ തന്നെ നിൽക്കണമെന്നുള്ളൊരു ചെറുത്ത് നിൽപ്പ് ആ സൂപ്പർ പവർ കാണിക്കുന്നതിൻ്റെ എഫക്റ്റാണ് നമ്മൾ കാണുന്നത്. കാരണം ഇന്റേണലി US-ന് ഒരു പ്രശ്നമുണ്ട്. ഞാൻ നേരത്തെയൊക്കെ പറഞ്ഞു തന്ന പോലെ US-ൻ്റെ ട്രഷറി ബോണ്ട് അത് സെല്ല് ചെയ്യുന്നത് വളരെ ചെറിയ ഇൻട്രസ്റ്റ് റേറ്റിലാണ്, ചെറിയ ഇൻട്രസ്റ്റേ കൊടുക്കൂ. അത് 5% മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അമേരിക്കയുടെ ഈ ട്രഷറി ബില്ല്, പെട്രോ ഡോളർ സിസ്റ്റം കൊളാപ്സ് ആവും, അമേരിക്ക ഇല്ലാതാവും. അത് തിരിച്ചു കൊണ്ടുവരാൻ, അതിൻ്റെ ഡോമിനൻസ് തിരിച്ചു കൊണ്ടുവരാൻ അമേരിക്ക നടത്തുന്ന ഒരു ശ്രമമാണ് ഈ യുദ്ധം, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ കാണുന്ന പല യുദ്ധങ്ങളും. അപ്പോൾ കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു സ്റ്റുഡൻസ്, ഹാവ് എ ഗ്രേറ്റ് ഡേ.